ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ മാരീഡ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡ്രാമയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാനും അതുപോലെ തന്നെ ഹീറോയിനെയും ഒന്നിപ്പിക്കാനുമായിട്ട് ഫ്യൂച്ചറിൽ നിന്ന് അവരുടെ മകൻ വരുന്ന തരത്തിലുള്ള ഒരു ഡ്രാമയാണ് പ്ലീസ് ബി മൈ മാരീഡ്. എന്നാൽ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് കേൾക്കുന്നത്. വേറെ ഒന്നുമല്ല, ചില റൂമേഴ്സ് വന്ന് ഒരു പക്ഷേ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്യുമെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനുള്ള ഷിയാങ്കി വന്നിട്ട് ഒരു ഐഡൽ ട്രെയിനിയാണ് കേട്ടോ. അപ്പോൾ ഇവൾ വന്നിട്ട് ഒരു സ്ഥലത്ത് ഓൾറെഡി എന്താ പറയുന്ന ഒരു കോൺട്രാക്റ്റ് ഇട്ടിട്ടുണ്ട് ട്രെയിനി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു TV ഷോയുടെ ഡയറക്ടറുമായിട്ട് തെറ്റായി നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ പ്രചരിക്കുകയാണ്. ഇതിൻ്റെ ബേസിസിൽ വന്നിട്ട് നാട്ടുകാരെല്ലാം മീൻസ് ഇവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഫാൻസ് എല്ലാം തന്നെ ഇവളെ പറ്റി ചീത്ത രീതിക്കുള്ളൊരു ഇമ്പ്രഷൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ തെറ്റായ രീതിക്ക് അയാളുടെ കൂടെ പോകുന്നത് തന്നെ ഈ ഒരു ഷോയിൽ അയാൾക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയല്ലേ എന്നുള്ള രീതിക്കുള്ള സംസാരം വരെ നടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷിയാങ്കി അറിയുന്ന സമയത്ത് അവളുടെ ആ ഒരു മാനേജർ വന്നിട്ട് ഇവളുടെ അടുത്ത് പറയണം, നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഷിയാങ്കി പറയണം, ഞാനല്ല അതിനകത്തുള്ളത്, വേറെ ആരും എന്നെ ചതിച്ചതാണെന്ന് പറയുന്ന സമയത്ത് ഈ മാനേജർ പെണ്ണ് പറയുകയാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഇനി നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമൊന്നുമില്ല, ഇറങ്ങിപ്പോകാൻ പറയണം. എന്നിട്ട് മാനേജർ അവിടെ നിന്ന് പോകും. ഇതേ കറക്റ്റ് സമയത്ത് ഷിയാങ്കിക്ക് ഒരു കോൾ വരുവാണ്. വേറെ ഒന്നുമില്ല, ഒരു ഡോക്ടറെ കോൾ ചെയ്യുന്നത്. ഡോക്ടർ കോൾ ചെയ്ത് പറയുവാണ്, നിൻ്റെ പപ്പയ്ക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു, കറക്റ്റ് സമയത്ത് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പപ്പ വന്ന് മരിച്ചു പോയെന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ ഷിയാങ്കിക്ക് ഒന്നാമത് കരിയറിൽ ഇങ്ങനെ ഒരു ഇത് പോരാത്തിന് പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഇതൊന്നും കൂടി ആയപ്പോൾ അവൾക്ക് ഇതെല്ലാം കൂടി കേട്ടിട്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ലോയറെ കാണും കേട്ടോ. അപ്പോൾ ലോയറെ കണ്ടിട്ട് അന്വേഷിക്കുന്ന സമയത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴേ ഇവരവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇവളുടെ ഹേറ്റേഴ്സ് കുറേ പേര് കൂടി നിന്നിട്ട് ആ കാറ് പറഞ്ഞു വിടാഞ്ഞുകൊണ്ടാണ് ഇവളുടെ പപ്പ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് എടുത്തുകൊണ്ട് തന്നെ ലോയറുടെ അടുത്ത് പറയണം, ഇവൾ ഇനിയിപ്പോൾ ആ ഹോസ്പിറ്റൽ ബില്ല് അടച്ചല്ലേ പറ്റുമോ, ആ ഒരു ഹോസ്പിറ്റലിലെ ബില്ല് ഇവൾ അടച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവൾ പറയുകയാണ്, എൻ്റെ പപ്പയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ അതിനുള്ള കമ്പൻസേഷൻ വാങ്ങിക്കണം എന്ന് പറയുന്ന സമയത്ത് ലോയർ പറയുകയാണ്, അത് 100 മേലെ ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ നീ എങ്ങനെ കമ്പൻസേഷൻ വാങ്ങും, മാത്രമല്ല ലീഗലി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് നല്ല സമയം എടുക്കുമല്ലോ, ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ല് ഇപ്പോൾ അടച്ചല്ലേ പറ്റും, നിനക്കാണെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ലെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി പറയണം, ഓക്കെ ഞാൻ അതിനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൾ മനസ്സിൽ ആലോചിക്കണം, ദൈവം എനിക്കിപ്പോൾ ജോലിയും ഇല്ല, അതെങ്കിലും ഉറപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പപ്പയുടെ ജീവനെങ്കിലും എനിക്ക് റിവെഞ്ച് എടുത്തേ പറ്റൂ നമ്മൾ മനസ്സിലാലോചിക്കുകയാണ്. എന്നിട്ട് അന്ന് വൈകിട്ട് അവൾ വന്നിട്ട് എന്തോ പാലെങ്ങാണ്ട് കാച്ചുന്ന സമയത്ത് അവൾക്ക് വീട്ടിൽ ആരാണ്ട് വന്ന് വിളിക്കുന്ന പോലെ കേൾക്കും കേട്ടോ. അപ്പോൾ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചിയ കവറുണ്ടല്ലോ, അത് ആ ഗ്യാസിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടായിരിക്കും വരുന്നത്, അത് വന്നിട്ട് തീ കൊണ്ട് ഇരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവൾക്ക് ഒന്ന് വാതിലെങ്ങാണ്ട് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ആരോ ഒരാൾ മാസ്കൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് ഇവളുടെ മുഖമൊക്കെ മൂടി ഇവൾ കെട്ടിയിടുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതിനാണ് വന്നത്. അപ്പോൾ ഷിയാങ്കിക്കാണെങ്കിൽ ആകെ മൊത്തത്തിൽ ടെൻഷനാകും, കാരണം ഇവളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടായി, ഇനി ഇത് അടുത്തൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ സമയത്ത് ഇയാൾക്ക് വന്ന് ഈ കെട്ടിയിട്ടില്ലേ ഒരാൾ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞ ആൾ, അയാൾക്ക് വന്നിട്ട് എന്തോ ഗ്യാസിൻ്റെ ഒരു സ്മെല്ല് വരുന്നു, വളരെ ഒരുമാതിരി സ്മെല്ല് വന്ന് നോക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ഉരുകിയിട്ട് അവിടെ മൊത്തം പുക വന്ന് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ആയി. അപ്പോഴേക്കും നമ്മുടെ ഷിയാങ്കി ആണെങ്കിൽ അവൾ എങ്ങനെയൊക്കെയോ തറയും മറിഞ്ഞ് വീണ് ഇതൊന്നും രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അതൊന്നും നടക്കുന്നില്ല കേട്ടോ. മാത്രമല്ല അയാൾ പറയാം, നീ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, നിന്നെ ആരും രക്ഷിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മുങ്ങുക. ഈ സമയത്ത് ഇവൾ വന്നിട്ട് ഈ പുക ശ്വസിച്ചിട്ട് അവളങ്ങ് മയങ്ങും. അപ്പോൾ അവൾ മൈൻഡ് വാഷ് വിചാരിക്കും, അപ്പോൾ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, എനിക്ക് എൻ്റെ അപ്പൻ്റെ ആ ഒരു പ്രതികാരം, എൻ്റെ പപ്പയുടെ ജീവനെങ്കിലും എനിക്ക് വില വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ മൈൻഡ് വോയിസിലാക്കുക. എന്നിട്ട് ഇതേ സമയം കാണിക്കുവാണ് ഒരു കുഞ്ഞ് ചെറുക്കൻ വന്നിട്ട് ടൈം എല്ലാം തന്നെ മുന്നോട്ട് പോയിട്ട് ഒരു കുഞ്ഞു ചെറുക്കൻ വന്ന് ഇവളെ വന്നിട്ട് ഇവളെ രക്ഷിക്കുവാണ്. ആ കൊച്ചാണ് ഇവളെ ഹോസ്പിറ്റലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വന്നിട്ട് അവൾ ഡോക്ടർ പറയാം കേട്ടോ. മാത്രമല്ല ഈ കുട്ടി ചെറുക്കനെ ഇവളെ മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തോണ്ട് പറയണത്, ഇത് എൻ്റെ മോനൊന്നുമല്ല ഡോക്ടർ, ഇത് നിങ്ങളുടെ മോനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയും, എനിക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഒരു മോൻ, ഇത് എൻ്റെ മോനൊന്നുമില്ല, പിന്നെ നിനക്ക് എൻ്റെ നമ്പർ വേണമെങ്കിൽ അതങ്ങ് മുഖത്തൊക്കെ ചോദിച്ചോളെന്ന് പറഞ്ഞ സമയത്ത് ഈ ഒരു കുട്ടി ചെറുക്കനില്ലേ, അവൻ്റെ പേര് അനൻ എന്നാണ്. അവൻ പറയണത്, ഇത് എൻ്റെ മമ്മിയാണ്, ഓൾറെഡി അവരുടെ കല്യാണം കഴിഞ്ഞത്, പിന്നെ ഡോക്ടർ എന്തിനാണ് നമ്പർ ചോദിക്കുന്നത്, ഒന്നും ശരിയല്ല എന്ന് പറയാം കേട്ടോ. കുട്ടി ചെറുക്കനായിട്ടുള്ള അനനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ ഷിയാങ്കി ചോദിക്കുകയാണ്, മോനെ നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയാം 5 വയസ്സായെന്ന്. മോനെ എനിക്ക് 20 വയസ്സേ ആയുള്ളൂ, എനിക്ക് എങ്ങനെ നിന്നെ പോലെ ഒരു മോനുണ്ടാവുന്നേ, മോൻ്റെ പപ്പയും അമ്മ എവിടെയെന്ന് പറയാം, ആൻറ്റി അവിടെ കൊണ്ടാക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് പറയാം, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ്, അമ്മ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ, അമ്മ ഞാൻ നിങ്ങളുടെ മോൻ തന്നെയെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ആ ഒരു കാര്യത്തിൽ പിടിച്ച് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഇവൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് നേഴ്സ് വരും കേട്ടോ. ആ ടൈമിൽ വന്നിട്ട് അവിടെ നമ്മൾ TV യിലൊരു ന്യൂസ് ഓടുന്നുണ്ട്, ജംഗ്ഷൻ എന്ന് പറയുന്ന കമ്പനി, എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുടെ CEO ആയിട്ടുള്ള ഷെന്നിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ഈ കൊച്ചു ചെറുക്കനില്ലേ, കുട്ടി ചെറുക്കൻ അനൻ, അവൻ പറയാണ്, കണ്ടില്ലയോ ഇതാണ് എൻ്റെ പപ്പ എന്ന് പറയാം കേട്ടോ. അപ്പം നേഴ്സ് പറയാം, ഞാൻ തന്നെ ആഗ്രഹിക്കും ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടണമെന്ന്, ഇത് ഈ കൊച്ചു പറയുന്നില്ല ഇത് നിങ്ങളുടെ ഹസ്ബൻഡാന്ന്. അപ്പോൾ പറയാം, അയ്യോ ഇതെൻ്റെ ഹസ്ബൻഡൊന്നും അല്ലെന്ന്. മാത്രമല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഓൾറെഡി കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അവരായിട്ട് തന്നെയാണ് ഇവളെ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല, ടെർമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവൾ 50 മില്യൺ
കമ്പൻസേഷൻ ആ കമ്പനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുക്കും കേട്ടോ. അപ്പോൾ നേഴ്സ് അവിടുന്ന് നേഴ്സിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞ് നേഴ്സ് പോയി. അപ്പോൾ ഇവൾ ഈ ന്യൂസ് എല്ലാം കണ്ടിട്ട് ഇവൾ പറയണം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ കുട്ടിച്ചെറുക്കൾ ഞാൻ പറയാം അമ്മയ്ക്ക് ശരിയായില്ല, അമ്മ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഇവൾ പറയണം മോനെ ഞാനിവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല, വളരെ അർജൻറ്റായിട്ടുള്ളൊരു കാര്യം, അതുകൊണ്ട് അമ്മയും പോവാന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവൻ പറയാം എന്നെയും കൂടി കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ പാരൻസിനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് കണ്ടുപിടിക്കാം. അപ്പോൾ അനൻ പറയാം അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ, എന്നെ അവോയ്ഡ് ചെയ്യുവാണല്ലേ, മോൻ പിണങ്ങുവാന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ ശരി മോനും വാന്നും പറഞ്ഞിട്ട് ഈ കുട്ടിച്ചെറുക്കനെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് നമ്മൾ ഷിയാങ്കി പോകുന്നത്. എന്നിട്ട് ഇവിടെ നേരെ പോകുന്നത് വേറെ കണ്ടില്ല, ഇവരൊക്കെ ഇങ്ങനെ ട്രെയിനി ആക്കിയുള്ളൊരു ഏജൻറ്റ് ഉണ്ട് കേട്ടോ, അയാളെ കാണാനായിട്ട്. അയാളെ കണ്ടിട്ട് പറയണം നിങ്ങൾ എന്തിപ്പോൾ സംസാരിക്കുന്നത്, എന്നെ ടെർമിനേറ്റ് ചെയ്തോന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാം പിന്നെ ഞങ്ങൾ എന്തോ വേണമെന്നാ, കമ്പനി എന്തോ ആയാലും നിൻ്റെ ഒരു ഭാവിയും കാണുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നെ ഇനി വെച്ച് ഉറപ്പിക്കുന്നതാണെന്ന് വിചാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയുവാണ് അല്ല അപ്പോൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും പിന്നെ തേങ്ങയാണ് നീ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാൻ നിൽക്കുമ്പോൾ പറയണം ഞാൻ എന്തുമായാലും നല്ലൊരു സൂപ്പർ സ്റ്റാർ ആവുന്നു. അപ്പോൾ പറയാം ശരി ഇപ്പം അങ്ങ് പോകും, നീ സൂപ്പർ സ്റ്റാർ ആകുമ്പോഴുള്ള കാര്യമില്ല, അത് നമുക്ക് അപ്പം നോക്കാമെന്നുള്ള രീതിക്ക് ഇവളൊരു മാതിരി ഇൻസൾട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചാൽ അയാൾ അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഈ കുട്ടിച്ചേർക്ക് അനൻ എന്ന് പറയണം അമ്മ എന്തുമായാലും സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ആവില്ല, അത് എനിക്കറിയാം, നല്ല ബിഗ് സ്റ്റാർ ആവും അമ്മ, എന്നാൽ ശരി അമ്മ നമുക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ എടുത്തോണ്ട് ഷിയാങ്കി പറയില്ല മോനെ ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, നമുക്ക് എൻ്റെ പപ്പയുടെ മരണത്തിന് നമുക്ക് ആ ഒരു പ്രതികാരം തീർത്തിട്ട് അവർക്ക് അതിന് വേണ്ട ആ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതുകൊണ്ട് അതുവരെ എനിക്ക് അമ്മയ്ക്ക് സമാധാനമില്ലെന്ന് പറയാം. അപ്പോൾ ആ കുട്ടിച്ചെറുക്കൻ ഓക്കെ അമ്മ എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇതേ സമയത്ത് കാണിക്കുവാണ് ഈ ഷെൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഷെന്നാണ് നമ്മുടെ കഥയുടെ ഹീറോ കേട്ടോ. അപ്പോൾ അവൻ വന്ന് അവൻ്റെ ഓഫീസിലേക്ക് വന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇറങ്ങി പോകുന്ന സമയത്ത് ഇതേ സ്ഥലത്തേക്കാണ് ഷിയാങ്കി അതുപോലെ തന്നെ നമ്മുടെ കുട്ടിച്ചെറുക്കനുള്ള അനാനും വന്നിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടിച്ചെറുക്കൻ നേരെ ഓടി ചെന്നിട്ട് ഇയാളെ കാലിൽ പിടിച്ചിട്ട് പപ്പാന്ന് വിളിക്കുവാണേ. അപ്പോൾ ഇയാൾ പറയാം ഞാൻ നിൻ്റെ പപ്പയൊന്നുമില്ല മാറി അവിടെ നിന്ന് പറഞ്ഞിട്ട് ദേഷിച്ചിങ്ങനെ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഷിയാങ്കി കയറി. അപ്പോൾ ഇയാൾ ചോദിക്കും നീ അല്ലേ ഷിയാങ്കിന്ന് മാത്രമല്ല. അപ്പോൾ എടുത്തോണ്ട് ചോദിക്കണേ ഓക്കെ നീ ഇത്രയും വൃത്തികെട്ട കളി കളിക്കുന്നത് എനിക്കറിയാം, പക്ഷെ നീ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത് ഞാൻ വിചാരിച്ചില്ലെന്ന്. അപ്പോൾ മാത്രമല്ല ഇവൾ പറയുന്നൊന്നും കേൾക്കാൻ അവൻ തയ്യാറല്ല. അപ്പോൾ ഈ കുഞ്ഞു ചെറുക്കൻ ചോദിക്കുകയാണ് പപ്പ എന്തിനാ അപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ പറയണേ എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്ക് അവൻ അങ്ങ് പാസ് ചെയ്ത് പോവുക. മാത്രമല്ല ഈ കൊച്ചു പിന്നാലെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയാണ് ഹൗസിന് വന്നിട്ട് നല്ലപോലെ ഷെഡ്യൂൾസൊക്കെ നല്ല ടൈറ്റാണ്, അവിടെ ഈ കൊച്ചിനൊന്നും പിടിക്കാമെന്ന് പറയാണ്. മാത്രമല്ല ഇപ്പോൾ ഷിയാങ്കിക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ഷിയാങ്കി കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് കേട്ടോ. അപ്പോൾ ഇവള് പറയണം ഓക്കെ മോനെ ഞാൻ നിനക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചതാന്ന്. എടുത്തോണ്ട് ഈ കുട്ടിച്ചെറുക്കനായിട്ട് അരാൻ പറയാം അമ്മ എപ്പോഴും പറയുന്നത് എന്താ ഫ്രഞ്ച് ഫ്രൈസും ഐസ്ക്രീമും കൂടി ഒരുമിച്ച് കഴിക്കാമെന്നല്ലേ, എനിക്കത് മതിയെന്ന് പറയാം കേട്ടോ. എന്നാൽ ശരി മോനെ ഞാൻ വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് ഷിയാങ്കി അവനെയും കൂട്ടിയിട്ട് അവിടെ ഒരു കൊച്ചിനെ ആശ്വസിപ്പിച്ച് അവിടെ നിർത്തുവാണ്. ഷെൻ വന്ന് ഓഫീസിൽ കയറുന്ന സമയത്ത് ഇവരുടെ ഓഫീസിൽ തന്നെ മറ്റൊരു ഷെയർ ഹോൾഡർ ആയിട്ട് ലൂ എന്ന് പറയുന്ന ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ വന്നുകൊണ്ട് അടുത്ത പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഷെന്നിൻ്റെ മൈൻഡൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവൻ ആലോചിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു എന്തിനാണ് എൻ്റെ പപ്പാന്ന് വിളിച്ചേ, ആ കൊച്ചു എന്തിങ്ങനെ സംസാരിച്ചേ, മൊത്തം നമ്മുടെ മറ്റേ കുട്ടിച്ചെറുക്കൻ ആനാനെ പറ്റിയുള്ള ചിന്തകളാട്ടോ. ഞാനിപ്പോൾ എന്താ വേണം എൻ്റെ മനസ്സ് എന്തിനാ കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നതിനൊക്കെ പറ്റി ഇവനിങ്ങനെ സ്വയം ചിന്തിക്കുക. അപ്പോൾ ലൂ ഇവനെന്തോ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാത്ത രീതിക്ക് ഇവൻ ലൂ ഓക്കെ അവനോട് ഡിസ്കസ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ആലോചിക്കും ഇന്ന് എന്ത് പറ്റി, അയാളുടെ മൈൻഡ് ഇവിടെ ഒന്നും അല്ലല്ലേ, ഈ ഷെന്നിന് ഇതെന്താ പറ്റിയെന്നുള്ള രീതിക്ക് വരുമോ. അപ്പോൾ ഇവനിങ്ങനെ വരുന്ന സമയത്താണ് ഇവൻ വന്നിട്ട് നമ്മൾ ഷിയാങ്കി അതുപോലെ കുട്ടിച്ചെറുക്കൻ അനന്യം കാണുന്നത് കേട്ടോ. അപ്പോൾ ഷിയാങ്കി ചോദിക്കുവാണ് നിങ്ങളല്ലേ പറഞ്ഞേ എനിക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞേ, പക്ഷേ ഇപ്പോൾ നോക്ക് ഞാൻ എൻ്റെ അവസ്ഥ കണ്ടില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാളും ഈ ലൂവും പറയാണ് നീ വൃത്തികെട്ട രീതിക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. നിനക്കൊരു കാര്യം അറിയും, ഒരു ഐഡലിന് അല്ലെങ്കിൽ ഐഡൽ ട്രെയിനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് നാട്ടുകാരുടെ മുന്നിൽ ഒരു സ്വീകരണമാണ്. നിൻ്റെ കാര്യത്തിൽ നിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു നല്ലൊരു മാനേഴ്സ് എല്ലാം നീ നാട്ടുകാരുടെ മുന്നിൽ കളഞ്ഞു കുടിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയണ അങ്കിൾ ലൂ അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഇവൻ ഷിയാങ്കിയോട് ചോദിക്കും ഓ അപ്പോൾ കൊച്ചിനെ പഠിപ്പിക്കണതെല്ലാം പഠിപ്പിച്ച് വെച്ചിട്ടാണ് വന്നേക്കുന്നതല്ലേ, ശരി എന്നാൽ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഷെൻ എന്ന് പറഞ്ഞ ഒരാളെ നീ കണ്ടു കാണുമല്ലോ, അയാൾ എന്തെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ നിനക്ക് തിരിച്ച് ഈ കമ്പനി കയറാൻ പറ്റും, അതിനുവേണ്ടി എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുന്നു പറഞ്ഞിട്ട് ലൂ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് പിന്നെ അവളുടെ വീട് ആ കത്തിപ്പോയില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് അടവാൻ പറ്റില്ല. അപ്പോൾ അവൾ ഈ ഗേൾസിൻ്റെ ഡോർമെൻട്രി ഇല്ലേ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് അവൾ ചെന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിനും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നിട്ട് ഈ കൊച്ചാണെങ്കിൽ മറ്റേ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ. അപ്പോൾ ചിക്കൻ കാലൊക്കെ എടുത്ത് ഹാപ്പി ആയിടാനും പറ്റി സംസാരിക്കും. പക്ഷേ ഇവന് മനസ്സിലാവുന്നുണ്ട്, ഈ കുട്ടിച്ചെറുക്കിന് മനസ്സിലാവുന്നുണ്ട് ഷിയാങ്കിയുടെ മൈൻഡ് ഓക്കെ അല്ലെന്ന്. അപ്പോൾ ഇവൻ ചോദിക്കാം അമ്മയ്ക്ക് എന്തു പറ്റും ചോദിക്കണം, എന്ത് പറ്റി മൈൻഡ് ഇവിടെ എല്ലാം ചോദിക്കുമ്പോൾ ഷിയാങ്കി പറയണം ഒന്നുമല്ല മോനെ ഇനി എന്തു ചെയ്യുന്ന ആലോചിക്കും, മാത്രമല്ല നീ ആണെങ്കിൽ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്, എനിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുവിടുന്നു. അപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറയണം നിങ്ങൾ എൻ്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ എന്നെ എൻ്റെ അമ്മ എന്ന്. മാത്രമല്ല അമ്മയ്ക്ക് ഓർമ്മയില്ല ഞാൻ ഓഗസ്റ്റ് 8, 2024 ജനിച്ചത് പോലെ അമ്മ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ 2024 ഇത് വന്ന് 2021 ആയുള്ളൂ മോനെ എന്ന് പറയുകയാണേ. അപ്പോൾ ആ കൊച്ചു തന്നെ അങ്ങ് ഷോക്കാവുകയാണ്.
അപ്പോൾ ഷിയാങ്കി പറയാണ് ഞാനിതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രയോറിറ്റി എൻ്റെ ജോബ് എനിക്ക് തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല നിൻ്റെ പാരൻസിനെ കണ്ടെത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും വേണം. അതായത് ഷിയാങ്കി പറയുവാണ് എനിക്ക് നാളെയെങ്കിലും ആ ഒരു ഷെന്നിനെ കണ്ട് സംസാരിക്കാൻ പറ്റിയിട്ട് എത്രയോ നന്നായിരുന്നു. പക്ഷേ അയാൾ സംസാരിക്കുന്നു തോന്നുന്നില്ല. അയാൾ വീടെങ്കിലും എവിടെയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ മറ്റേ കുട്ടിച്ചെറുക്കനായിട്ട് അദ്ദേഹം പറയുകയാണ് അമ്മ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവളാണെങ്കിൽ വണ്ടി വിളിച്ച് അവൾ കയറി പോകാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ബോധം വരുന്നതേമേ അല്ല ആ കൊച്ചിറക്കം പറഞ്ഞ് കേട്ടിട്ട് ഞാനിങ്ങനെ പോരും ചെയ്തല്ലേ എന്ന് പറയുന്ന സമയത്ത് ഡ്രൈവർ പറയണത് ആ മാം സ്ഥലം എത്തിയെന്ന്. അപ്പോൾ പിന്നെ അവൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇറങ്ങി അവിടെ ചെല്ലുന്ന സമയത്ത് അവൾക്കൊരു ഡൗട്ട്, ഇനി ദൈവമേ ഇനി ഇത് വന്ന് ഷെന്നിൻ്റെ വീടല്ലെങ്കിൽ ഞാൻ നാണം കെട്ട് പോകും, വേറെ ആരെങ്കിലും വീട്ടിലാണ് കയറി ചെല്ലുന്നതെന്ന് വെച്ചാലും. അപ്പോൾ ഇവർ പുറത്തൊരു ക്യാമറ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ സ്പീക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാമറ ചോദിക്കും നിങ്ങൾ ആരെ കാണാനാണ് വന്നത് എങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും ഇത് വന്നിട്ട് ഷെന്നിൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ക്യാമറ പറയാം അതായത് ഇത് ഷെന്നിൻ്റെ വീടാണെന്ന് പറയും. മാത്രമല്ല ഞാൻ എൻ്റെ പേര് ഷിയാങ്കി എന്നാണ് എനിക്ക് കാണുമെന്ന് പറയുന്ന സമയത്ത് ഇത് റിപ്ലൈ തരും ഇല്ല ഇപ്പോൾ വന്ന് ഷിയാങ്കി എന്ന് പറഞ്ഞ ആളെ കാണാനായിട്ട് താല്പര്യമില്ലെന്ന് പറയും. അപ്പോൾ ഇവൾക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇവൾ പറയും എനിക്ക് അത്രയും അർജൻറ്റ് കാര്യം എന്നൊക്കെ പറയുമ്പോഴും ഈ ക്യാമറയിൽ നിന്ന് ഇവൻ പറയുവാണോ ഇല്ല പറ്റത്തില്ല ഞാൻ വന്ന് കാണത്തില്ലെന്ന് പറയാട്ടോ. ഇവൾക്ക് വേറെ വഴിയുമില്ല. മാത്രമല്ല അവിടെയാണ് ഇടി വെട്ടി മഴ പെയ്യുക. അപ്പോൾ ഈ കുട്ടിച്ചെറുക്കനെ വന്നിട്ട് അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇവരുടെ വീടെങ്ങാണ്ട് അടുത്തടുത്താം. കൊച്ചാലോചിക്കും എൻ്റെ ദൈവമേ അമ്മയാണെങ്കിൽ കുടയില്ലാതെ പോയേക്ക് നനയൂലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ കുട എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഈ വന്ന് ഷെന്നിന് ഒരു വേലക്കാരി ഉണ്ട് കേട്ടോ, വേലക്കാരി അമ്മയുണ്ട്. അവർ വന്ന് ഇവന് കോഫി കൊടുക്കാനായിട്ട് വരും. ആ സമയത്ത് ഇവർ കാണുവാണ് ഈ പെണ്ണ് പുറത്ത് മഴയിൽ നിന്ന് നനയുമല്ലേ ഷിയാങ്കി. അപ്പോൾ പറയാണ് സാർ ഇത് കണ്ടില്ല ആ പെങ്കൊച്ചി മഴയിൽ നിന്ന് നനയുന്നത്. അപ്പോൾ ചോദിക്കുക അവൾ ഇപ്പോഴും പുറത്ത് ഇപ്പുണ്ടോന്ന്. അയാൾ വന്നിട്ട് പറയാണ് സാറിനൊരു കാര്യം അറിയോ, നമ്മുടെ പെൺപിള്ളേർ വന്ന് നല്ല സ്വീറ്റായിട്ട് സംസാരിക്കുന്നവരടുത്ത് വീഴുന്നതല്ല, അത് സാറിനെ പോലെയുള്ള ഒരാളുടെ അടുത്തല്ല. മാത്രമല്ല സാറിന് ഇപ്പോൾ 27 വയസ്സായി, ഇതുവരെയും സാറ് സിംഗിളാണ്. അതൊന്നും സാർ ആലോചിക്കുന്നു പറയണം. അപ്പോൾ എടുത്തോണ്ട് ഇവൻ ആലോചിക്കുകയാണോ ലൂ എന്ന് പറഞ്ഞില്ല ഒരാളെ, അയാൾ വന്നിട്ട് ഓൾറെഡി പറഞ്ഞു കാണും ഇവള് ട്രെയിനി ആയിരുന്ന സമയത്ത് നീ വന്ന് ഷിയാങ്കി ഒന്ന് കാണണം, അവളുടെ വൈബൊക്കെ സൂപ്പർ, അവൾ ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ, അവളെ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്. അവൻ എന്തൊക്കെ ആലോചിക്കാം. ഇതേ സമയം നമ്മുടെ കുട്ടിച്ചെറുക്കൻ അനന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നില്ല. അവൻ കുടയും കൊണ്ട് അമ്മ മണം നനയുണ്ടാന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് കുടയും കൊണ്ട് വരുവാണ്. അപ്പോൾ ഈ കൊച്ചും കൂടി വരുന്നത് കണ്ടിട്ട് ആ വേലക്കാരി അമ്മ വന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് പറയുന്നത് കണ്ടേ ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് പറയുന്ന സമയം പറയുമ്പോൾ അന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് വരും കേട്ടോ. ഈ സമയത്ത് ഈ കൊച്ചിങ്ങനെ വന്ന് നിൽക്കുമല്ലേ. അപ്പോൾ ഇവൻ വന്ന് പുറത്ത് വരുന്ന സമയത്ത് ഇവൻ പിന്നെ ദേഷ്യം വരുന്ന ഒരു കുഞ്ഞ് നിന്ന് നനയുമല്ലേ. അപ്പോൾ ഇവൻ വന്നിട്ട് ഷിയാങ്കിയുടെ അടുത്ത് പറയണം നിനക്കൊരു ബോധവും ഇല്ലേ, ഒരു വരിയുണ്ട് എന്താണെന്നറിയോ, ഇതൊരു കുഞ്ഞാണ് മനസ്സിലായോ, നീ അത് മനസ്സിലാക്കണം എന്ന് പറയാം കേട്ടോ. മാത്രമല്ല ഇവൻ വന്ന് പപ്പ എന്ന് വിളിക്കാൻ പറയും നീയാണോ ഇവനെ എന്നെ പപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കൊച്ചു പറയാം അല്ല പപ്പയല്ലേ പപ്പ എൻ്റെ പപ്പ എന്ന് പറഞ്ഞിട്ട് പപ്പ എന്നൊക്കെ പറയാം കേട്ടോ. മാത്രമല്ല ആ വേലക്കാരിയും പറയണം ഇനി അവരെ പുറത്ത് നിർത്തുവാണെങ്കിൽ അവർക്ക് കോൾഡ് വല്ലതും പിടിക്കും, അകത്തോട്ട് കയറാൻ പറയണം. അപ്പോൾ ഇവനും വിചാരിക്കുക ശരിയാ കുഞ്ഞൊക്കെ ഉള്ളതില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവനും അകത്ത് കയറാൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഈ കൊച്ചിനെ പിടിച്ച് ചെയ്തിട്ട് പറയാണ് മാത്രം ഞാനേ നിൻ്റെ പപ്പയല്ല മനസ്സിലായെന്ന് പറയുന്ന സമയത്ത് പറയാം അല്ല നിങ്ങൾ എൻ്റെ പപ്പ തന്നെയാണ്. അപ്പോൾ അവളെങ്ങാനായിരിക്കും നിന്നെ ഇത് പഠിപ്പിച്ചെന്ന് പറയുന്ന സമയത്ത് ഈ കൊച്ചു പറയാണ് അല്ല പിന്നെ അവൾക്കൊരു പേരുണ്ട്, എൻ്റെ അമ്മയ്ക്കൊരു പേരുണ്ട്, അതേ വിളിക്കണം എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് ആ വേലക്കാരിയമ്മ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് വേലക്കാരിയമ്മ ഈ കൊച്ചിനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ ഷെൻ ചോദിക്കുക എന്ത് സംഭവം. അപ്പോൾ ഈ വേലക്കാരിയമ്മ പറയാം അല്ല ഈ കൊച്ചു വന്ന് നിങ്ങളുടെ കണക്ക് തന്നെയുണ്ട്, ഇത് ശരിക്കും നിങ്ങളുടെ മോനല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാം പ്ലീസ് ദയവ് ഇത് അങ്ങനെയൊന്നും പറയാതെ എൻ്റെ കൊച്ചൊന്നുമല്ലെന്ന് പറയാം കേട്ടോ. വേലക്കാരിയും പറയാൻ സാറ് പറഞ്ഞില്ലായിരുന്നോ സാറിന് ഷോയ്ക്ക് ഒരു കൊച്ചിനെ വേണമെന്ന്, ഈ കൊച്ചു അത്യാവശ്യം ക്യൂട്ടാണല്ലോ എന്ന് നോക്കുന്നത്. അപ്പോൾ അവന് സ്മൈൽ ചെയ്തുകൊണ്ട് മോനെ നീ എൻ്റെ ഷോയിൽ അഭിനയിക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ് ഞാൻ അഭിനയിക്കാം പക്ഷെ എനിക്ക് എൻ്റെ കൂടെ അമ്മ വേണമെന്ന്. അപ്പോൾ ഇവിടെ എടുത്തോണ്ടെങ്കിൽ ഇതും നിന്നെ അവൾ പഠിപ്പിച്ചതായിരിക്കില്ലേ എന്ന് പറയുന്ന സമയത്ത് പറയാണ് പപ്പ എനിക്കിപ്പോൾ 5 വയസ്സായി, എന്നെ ഒരാൾ പഠിപ്പിച്ച് തരണ്ട എനിക്ക് സംസാരിക്കുക, എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയണം. ആ സമയത്ത് ഷിയാങ്കി ഇങ്ങോട്ട് വരും. അപ്പോൾ ഷിയാങ്കി എന്ത് പഠിപ്പിച്ച കാര്യവും നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് അവൾ ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് വേലക്കാരിയമ്മ എടുത്ത് ഷെന്ന് പറയണം നിങ്ങളൊരു കാര്യം ചെയ്യും കുഞ്ഞിനെ കൊണ്ടു എനിക്ക് ഇവിടെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന്. എന്നിട്ട് ഇവൻ ചോദിക്കുവാണ് നിനക്കിപ്പോൾ സത്യത്തിൽ എന്താ വേണ്ടത്, ഞങ്ങൾ കമ്പനി ജോയിൻ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയണം ശരിയാ എനിക്ക് കമ്പനി ജോയിൻ ചെയ്യണം, എനിക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ വഴിയുന്നത്. അപ്പോൾ അവൻ പറയണം ശരി കമ്പനി ജോയിൻ ചെയ്യിക്കാം പക്ഷെ നീ നിന്നെ വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ചോദിക്കും നിങ്ങൾ എന്ത് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഇവൻ പറയുവാണ് നീ ആ ഡയറക്ടറെ പ്ലീസ് ചെയ്യാൻ എന്താ ചെയ്തതെന്നും എല്ലാം നാട്ടുകാർ മൊത്തം അറിയുന്ന കാര്യം, പിന്നെ നീ എൻ്റെ മുന്നിൽ ഇന്നസെൻറ്റ് കളിക്കൊന്നും വേണ്ട, അങ്ങനെ ഓപ്ഷൻ നിനക്കുണ്ടെങ്കിൽ നീ അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഓക്കെ ആണോ നിൻ്റെ ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പറയാം കേട്ടോ. എടുത്തു വന്നാൽ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് അവൻ്റെ മുഖത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിൻ്റെ വൃത്തികെട്ട രീതിക്കൊക്കെ ഞാൻ നിന്ന് തരുന്നു നീ വിചാരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയണം നിനക്ക് ഇതേ ഒരു ചോയ്സേ ഉള്ളൂ, ഇല്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയേക്ക്, നിനക്ക് ഈ കമ്പനിയിൽ ഒരു ജോലി കിട്ടത്തില്ലെന്ന്. അപ്പോൾ അവൾ പറയണേ ഇതിനും ഭേദം ഞാൻ വല്ല തെരുവിലും പോയി തെണ്ടുന്നേ, ഞാൻ പോവാം അവിടെ നിന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കോട്ടോ. എടുത്തുകൊണ്ട് നമ്മുടെ ഷെന്ന് പറയാണ് നിൽക്കുക അവിടെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാണ് ഇവിടെ ഇരിക്കാൻ പറയുന്ന സമയത്ത് അവൾ പറയണം ഞാനൊന്നും ഇരിക്കത്തില്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ പറയണം ഇതെല്ലാം വന്നൊരു കള്ളമായിരുന്നു, നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് വെച്ചൊരു ടെസ്റ്റാന്ന് പറയണം. അപ്പോൾ അവൾ ഇച്ചിരി ഒന്ന് കാം ഡൗൺ ആവുന്നുണ്ട്.
മാത്രമല്ല അവൻ പറയണം ഒരു പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോഴേ ഇവിടുന്ന് പുറത്താക്കിയേനെ. പക്ഷെ നീ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അവൻ ചോദിക്കുവാണെങ്കിൽ എനിക്ക് വന്ന് നിൻ്റെ എല്ലാ ഇൻഫർമേഷനും വേണം, അതൊന്ന് ജസ്റ്റ് പറയാൻ പറയുന്ന സമയത്ത് ഇവൾ പറയുകയാണ് ഞാൻ 2 വർഷമായിട്ട് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നു. യു ഗോ ഗേൾ എന്ന് പറയുന്ന ഒരു TV ഷോയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു മ്യൂസിക് പ്രൊഡ്യൂസറുണ്ട്, അയാൾ ലിൻഷൻ ആൻഡ് വെയിലിൽ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ടാണ് എൻ്റെ ബോയ് ഫ്രണ്ടാണ് അദ്ദേഹം എന്നൊക്കെ പറയാം കേട്ടോ. മാത്രമല്ല ഇവൻ ചോദിക്കണം അന്ന് ആ ഒരു സംഭവത്തിൽ നിൻ്റെ കൂടെ വേറൊരു പെങ്കൊച്ചും കൂടി ഇല്ലായിരുന്നു, അതാരാന്ന് ചോദിക്കുമ്പോൾ പറയണം അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളുടെ പേര് മെങ്ങെന്നാന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കുകയാണല്ലോ ആ പെങ്കൊച്ചിനെ പറ്റി പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയണം വന്നിട്ട് ഇന്നലെ ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചായിരുന്നു, പക്ഷേ അവിടെ വെച്ചിട്ട് വേറൊരാൾ സ്ട്രേഞ്ചർ വന്നിട്ട് എന്നെ ആക്രമിക്കാനായിട്ട് നോക്കി, അപ്പോഴാണ് വീട്ടിൽ തീ പിടിച്ചതും പിന്നെ ഞാൻ ഹോസ്പിറ്റലായ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നതെന്ന് പറയണം. അപ്പോൾ അവൻ പറയണം ഓക്കെ എന്നാൽ ശരി, ഓക്കെ നമുക്ക് ഫർദറായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ വേലക്കാരി അമ്മയില്ലേ അവർ പറയണം കുട്ടി ചെറുക്കനായിട്ടുള്ള അനന്യ എടുത്തുകൊണ്ട് വരണം, അവൻ ഉറങ്ങി, അപ്പോൾ ഞാൻ അവനോട് എവിടെയെങ്കിലും കിടത്താമെന്ന് പറയുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ ഷെന്നി പറയണം ഓക്കെ ഇന്ന് എന്തായാലും അവൻ ഉറങ്ങിയില്ലോണ്ട് അവൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യട്ടെ, പക്ഷേ നീ ഇവിടെ സ്റ്റേ ചെയ്താൽ ചിലപ്പോൾ അത് എന്തെങ്കിലും പറയാനുള്ള ചാൻസ് വരും, അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാം, നിൻ്റെ വീട് കത്തിപ്പോരും, നീ ഡോർമെൻട്രിയിലൊന്നും പോകാൻ നിൽക്കണ്ട, വയ്യാത്ത തന്നെ പകരം എൻ്റെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കീ കൊടുത്ത് വിടുക കേട്ടോ അവളെടുത്ത്. എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിടുവാണ്. ഈ കുഞ്ഞിനെ അവൻ അവിടെ കൊണ്ടുപോയി കിടത്തിയില്ല. അപ്പോൾ ആ കുട്ടി ചെറുക്കനായിട്ടുള്ള അനനൊരു സ്വപ്നം കാണുവാണ്. ആ സ്വപ്നത്തിൽ ഇവൻ്റെ അടുത്തോട്ട് ഷെന്നും അതുപോലെ തന്നെ ഷിയാങ്കിയും വരും കേട്ടോ. അപ്പോൾ ഷിയാങ്കി പറയണം നീ എൻ്റെ മോനെല്ലാം മാറി നിൽക്കുന്നത്, അതുപോലെ തന്നെ ഷെന്നും അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് കരയുന്ന കണ്ടിട്ട് ഇവൻ ഞെട്ടി എണീക്കാം. അപ്പോൾ ഇവൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഷെന്നു വന്ന് നോക്കുന്ന സമയത്ത് ഇവൻ പറയാണ് പപ്പ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു, അപ്പ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഷെന്നു പറയണം ഓക്കെ മോനെ എൻ്റെ അടുത്ത് കിടത്താം. മാത്രമല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ അവൾക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ, അവൾ എങ്ങനെ മോനെ നിൻ്റെ അമ്മയാവുന്നതെന്ന് പറയുന്ന സമയത്ത് ഈ കുട്ടിച്ചെറുക്കനായിട്ടുള്ള അനൻ ആലോചിക്കുവാണ് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും പപ്പയ്ക്ക് മനസ്സിലാവത്തില്ല അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല, അത് തന്നെ ഇപ്പോൾ ഒന്നും പറയാതിരിക്കുന്നതെന്ന് വെച്ചിട്ട് അവൻ സൈലൻ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടിച്ചെറുക്കനായിട്ടുള്ള അനനെ നമ്മുടെ ഷെന്നു വന്ന് അവൻ്റെ കൂടെ കൊണ്ടുപോയി കിടത്തുവാണ്. ഇനി അവൾ വന്നിട്ട് ഹോട്ടലിൽ പോകാമെന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവൾക്ക് തോന്നുകയാണ് ഞാൻ എന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇദ്ദേഹത്തെ ഈ ഷെന്നിനെ വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം എൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആ മ്യൂസിക് പ്രൊഡ്യൂസർ വന്നിട്ട് എന്തുമല്ല അപ്ലോഡിൽ നിന്ന് വന്ന് കാണും, അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇവൾ അവന് മെസ്സേജ് ഇടും കേട്ടോ. അപ്പോൾ എത്രയൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ഇവനാണെങ്കിൽ റിപ്ലൈ ഒന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾ വന്നിട്ട് നേരെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലും. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ വേറൊരു പെങ്കുച്ച് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഇവൾ തുറന്നു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് വന്ന് ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ മെങ്ങ്, ആ പെണ്ണായിരിക്കും കേട്ടോ. അപ്പോൾ മെങ്ങ് കണ്ടുകൊണ്ടേ ഇവൻ വന്നിട്ട് പറയണം അയ്യോ നീ വിചാരിക്കുന്ന കണക്ക് ഞങ്ങൾ തമ്മിൽ തെറ്റായിട്ടുള്ള ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കോട്ടെ ഈ മറ്റേ ബോയ് ഫ്രണ്ട്. അപ്പോൾ എടുത്തുകൊണ്ട് ഈ മെങ്ങ് വന്നിട്ട് പറയാണ് നീ വിചാരിക്കുന്നത് ശരിയാടി, ഞാൻ ഇവനും തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടേ 1 വർഷത്തിന് മേലെയായി, പിന്നെ നിന്നിൽ നിന്നൊക്കെ ഇവൻ എന്നേ മൂവ് ഓൺ ചെയ്താൽ പിന്നെ നിൻ്റെ അടുത്ത് ബ്രേക്ക് പറയണ്ടേന്ന് വെച്ചിട്ട് അവൻ പറയാതിരുന്നതെന്നൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ ഷിയാങ്കിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ദേഷ്യം വന്ന് ഇവൾ അവൻ്റെ മുഖത്തടിക്കുവാണ്. അപ്പോൾ എടുത്തുകൊണ്ട് ആ ബോയ് ഫ്രണ്ട് പറയുവാണ് അത് ശരി നീ എന്നെ അടിക്കാറില്ല, നീ എത്ര വൃത്തികെട്ടവളാണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം, നീയും ആ ഡയറക്ടറും തമ്മിൽ ബന്ധമൊക്കെ നാട് മൊത്തം പാട്ടായ കേസാ, അതുകൊണ്ട് തന്നെ നീ എന്നെ തിരുത്താൻ വരണ്ട കേട്ടോ, നീ നിൻ്റെ കാര്യം നോക്കുന്നു പറയാം കേട്ടോ. അപ്പം നമ്മൾ ഷിയാങ്കിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ അങ്ങ് ആകെ ഉടഞ്ഞു പോവാണ്. കാരണം ബെസ്റ്റ് ഫ്രണ്ട് ചതിച്ചു ബോയ് ഫ്രണ്ട് ചതിച്ചു ആ ഒരു സിറ്റുവേഷനില്ലേ. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങും. അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിലേക്കൊന്നും പോകുന്നില്ല, ഒരു റോട്ടിലൊക്കെ ചെന്ന് നിന്നിട്ട് ഇവളങ്ങ് ആലോചിക്കുക കേട്ടോ. ഇവളെയാണെങ്കിൽ കുറേ സമയത്ത് കെയർ ചെയ്തത് നോക്കിയതെല്ലാം തന്നെ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മെങ്ങായിരിക്കും. അപ്പോൾ ഇവൾ എന്താ ഇങ്ങനെ ചെയ്തേ, ഇവൾ ചീറ്റർ ആണോ എന്നുള്ള രീതിക്ക് ഇവളങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഹോട്ടലിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഷെൻ അറിഞ്ഞിട്ടുണ്ട്. അവനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചിട്ട് അന്വേഷിച്ച് വരുന്നതാണ് ഷെൻ. അപ്പോൾ ഷെന്നെ ഈ വഴിയിൽ വെച്ച് ഇവളെ കാണുമ്പോൾ ചെന്നിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ ഇവളാണെങ്കിൽ ആകെ സങ്കടത്തിൽ. അപ്പോൾ ഇവനെ കയറിയിട്ട് ഹഗ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പറയണേ എന്നെ വിട്ടു പോയല്ലേ, എനിക്കിനി പറ്റത്തില്ല, എനിക്ക് ഈ സിറ്റുവേഷന് വേണ്ടി മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെന്തൊക്കെയോ ഒരുമാതിരി പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ പൊള്ളുന്ന ചൂട് ഭയങ്കര ഫീവറുമാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ് ഇവളോട് നീ എന്താ ഈ പാതിരാത്രിയുടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്, മാത്രമല്ല ആരെങ്കിലും ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആരെങ്കിലും കണ്ടാൽ ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പ്രശ്നമാകും, ഞാൻ നിന്നെ അടിച്ചിറക്കിയെന്നല്ലേ പറയാമെന്ന്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷെന്നിൻ്റെ PR മാനേജറുണ്ട്, ആ ലേഡി വന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഷെന്നി പറയണം നമ്മുടെ ഷിയാങ്കിയുടെ ഇനിയുള്ള ഒരു കാര്യങ്ങളും ന്യൂസ് റിപ്പോർട്ട്സും പുറത്തു പോകാതെ നോക്കിക്കോണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ഫോൺ വയ്ക്കുന്ന സമയത്ത് ആ PR മാനേജർ പെണ്ണ് ആലോചിക്കുവാണ് ഇവനിപ്പോൾ എന്തിനാ ഷിയാങ്കിയുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്, ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ഇവൻ ഇടപെടേണ്ട കാര്യം എന്താണെന്ന രീതിക്ക് അവർ വിചാരിക്കുവാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്, കാരണം അവൾക്ക് ഒട്ടും വയ്യ കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് അനനാണെങ്കിൽ ആ പാതിരാത്രി എണീറ്റിരുന്ന് സ്നാക്സും ചോക്ലേറ്റും എല്ലാവരും കഴിക്കുന്നത്. ഇവൻ കയറി വന്നുകൊണ്ട് ചോദിക്കുവാണ്, ഷെന്നി വന്ന് അനൻ്റെ അടുത്ത് ചോദിക്കുവാണ് എടാ നീ എന്തുവാണ് ഈ രാത്രി ഈ
സ്നാക്സ് എല്ലാം എടുത്ത് കഴിക്കുന്നത് നിനക്ക് ആരെടുത്താ എന്ന് ആ വേലക്കാരി ആൻറ്റി ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയും അയ്യോ അല്ല ഞാൻ തന്നെ പോയി എടുത്താന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ടേ ഈ വേലക്കാരി അമ്മയും വരുന്നുണ്ട്. അവർ പറയാണ് ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല സാർ, ഇത് വന്ന് ഇവനറിയായിരുന്നു നിങ്ങളെവിടെ ഒളിപ്പിച്ച് വെക്കുന്നത്, അവിടെ നിന്ന് അവൻ തന്നെ എടുത്തതാന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് ചോദിക്കുക ആനൻ ഈ സമയത്ത് എന്താ ചെയ്യേണ്ട പിള്ളേരെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും ഉറങ്ങുമല്ലേ പപ്പ, ശരി എന്നാൽ ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വേലക്കാരി അമ്മ അവനെ വിളിച്ചുകൊണ്ട് പോകാം. ഇവനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ടാങ്കി കൊണ്ടുവന്ന് കിടത്തുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവനെ വലിച്ചടുപ്പിക്കും കേട്ടോ. വലിച്ചടുപ്പിക്കുന്ന സമയത്ത് ഇവനും എന്താണെന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഇവള് പറയുന്നത് ഇവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ പേര് ഷിയാൻ എന്നാട്ടോ, അവൻ്റെ പേര് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ അവന് മനസ്സിലായി ബോയ് ഫ്രണ്ടിനെ ആലോചിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവാട്ടോ. എന്നിട്ട് അവൾ രാത്രിയൊക്കെ ഉറങ്ങിയിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെ എണീക്കുന്നത്. അപ്പോൾ എണീക്കുന്ന സമയത്ത് ഇവള് എണീക്കുമ്പോൾ തന്നെ മറ്റേ ഫ്രണ്ടില്ലേ മെങ്ങ്, അവൾ വിളിക്കും കേട്ടോ. അവൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ എന്ത് പരിപാടിയാടി കാണിച്ചത്, നീ ആ ന്യൂസ് ഒന്ന് നോക്കുക, എന്നെ നാണം കെടുത്താൻ വേണ്ടിയായിരിക്കും നീ ഇതൊക്കെ ചെയ്തേലേ, പ്രതികാരം വീട്ടുവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാങ്കി പറയുകയാണ് നീ എൻ്റെ ഫ്രണ്ടൊന്നും അല്ല മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഇവളും ഒരുമാതിരിയായിട്ട് ഫോൺ വെച്ചിട്ട് പോവാം. എന്നിട്ട് അവളാണെങ്കിൽ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ എന്താ ആക്ച്വലി അന്ന് നടന്ന സംഭവമില്ലേ, അന്ന് അവർ വന്ന് ഫോട്ടോ എടുത്ത കാര്യം മാത്രമല്ലേ റിലീസായിട്ടുള്ളത്. ഈ നമ്മൾ ഷെന്നി വന്ന് എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ CCTV ക്യാമറ കാണില്ല ബാറിനകത്തെ, അത് വെച്ച് നോക്കിക്കുക. അപ്പോൾ അതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവളൊരു ഡ്രിങ്ക് കഴിച്ചിട്ട് ഇവൾ മയങ്ങിക്കാണും. മയങ്ങിയതിന് ശേഷം ഈ ഡയറക്ടർ അവളുടെ കൂടെ തെറ്റായി നിൽക്കുന്ന പോലെയുള്ള ഫോട്ടോസും മനഃപൂർവ്വം എടുത്തിട്ട് ലീക്ക് ആക്കിയിട്ടുള്ളത്, അല്ലാതെ ഇവൾ തെറ്റായിട്ട് പോയിട്ടൊന്നുമില്ല എന്നുള്ളത് അവിടെ വെച്ചിട്ട് ന്യൂസിൽ സ്പ്രെഡായി. അപ്പോൾ നമ്മുടെ ഷിയാങ്കിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവണം. അപ്പോൾ ഇവളിത് അറിഞ്ഞിട്ട് താഴെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഷെന്നും അതുപോലെ തന്നെ ആ PR മാനേജറും സംസാരിക്കും കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് PR മാനേജർ പറയാണ് ഇവള് മേക്കപ്പ് ഇല്ലാതെ കാണാനും സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കും കേട്ടോ. ഷിയാങ്കിയാണെങ്കിൽ നല്ല ഹാപ്പിനെസ്സിലല്ലേ ഇറങ്ങി വരുന്നത്. എന്നിട്ട് PR മാനേജർ പറയണം ഇനി നീ പ്രശ്നമൊന്നും വേണ്ട, നിന്റെ യൂസർ ഐഡിയും പാസ്വേഡും മറ്റേ പബ്ലിക് നമ്മുടെ മീഡിയയിലുള്ള യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ, അതൊക്കെ എനിക്ക് ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ നല്ല കൃത്യമായിട്ട് നമ്മൾ ഷെന്നിന് താങ്ക്സ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഷെന്നി പറയാണ് നീ ലിൻഷാൻ എൻ്റർടൈൻമെൻറ്റിലല്ലേ വർക്ക് ചെയ്തത്, ഇനി നീ ഷെൻഷിങ് എൻ്റർടൈൻമെൻറ്റ് മീൻസ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ തന്നെ അവർക്ക് കൊടുക്കേണ്ട കമ്പൻസേഷൻ ഞാൻ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി നീ എൻ്റെയാണ്. അപ്പോൾ ഞാൻ പറയുന്ന രീതിക്ക് വേണം നീ ഇനി നിൽക്കാൻ. മാത്രമല്ല ഇനി നീ ബെസ്റ്റ് ആയിരിക്കാനായിട്ട് ട്രൈ ചെയ്ത് നീ ആയിരിക്കണം ബെസ്റ്റ്. മാത്രമല്ല യു ഗോ ഗേൾ എന്ന് പറയുന്നൊരു TV ഷോ ഉണ്ട്, അതിലും നീ തന്നെ ടോപ്പായിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തോണ്ട് പറയണം ഞാൻ എങ്ങനെ ടോപ്പായിട്ട് വരുന്നത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഓൾറെഡി അവരവിടുന്ന് ഡിസ്ക്വാളിഫൈ ചെയ്ത് വിട്ടതാണ്, അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഈ PR മാനേജർ പറയാണ് അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി തരാം, നീ ഒന്നും പേടിക്കണം, നീ നിന്ന് തന്നാൽ മതിയെന്നും. ഡയറക്ടറുടെ മേത്ത് കുറ്റമാക്കുകയാണ് നമുക്ക് ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ വേ, അതാകുമ്പോൾ അയാൾക്ക് ശിക്ഷയും കിട്ടും, നീ നിനക്ക് ഇന്ന് ഊരിപ്പോരാനും പറ്റും. മെങ്ങനെ ഇപ്പോൾ തൽക്കാലം നീ ബിട്രേ ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല അവൾ നിൻ്റെ ഫ്രണ്ടായ രീതിക്ക് തന്നെ ലൈവിൽ അഭിനയിക്കാൻ പറയണം. പക്ഷേ എനിക്ക് ഒന്നും പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു കാര്യമാണ് പറയുന്നത് നിൻ്റെ ഡോർമെൻട്രിയിലൊന്നും നീ ചെന്ന് നിൽക്കണ്ട, നിൻ്റെ വീട് ശരിയാവുന്നവരെ നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും, കാരണം നിൻ്റെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് അതാണ്. ഇനിയും ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ വരുമോ എന്ന് പറയാൻ പറ്റത്തില്ലോ. പിന്നെ ഒരു കാര്യം, ഈ അനൻ ഇവിടെ കാണാൻ പറ്റത്തില്ല, ഈ ചെറുക്കൻ ഇവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തോണ്ടേ മറ്റേ അനന്നെ അങ്ങ് സങ്കടം വരുവാണേ. അവൻ പറയണം അമ്മ അപ്പ എന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവാണോ. അപ്പോൾ എടുത്തോണ്ടേ എനിക്ക് ചോദിക്കണം മോനെ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ പപ്പയുടെ അമ്മയുടെയും ശരിക്കും നമ്പർ ഇതാ, ഞങ്ങൾ വിളിച്ച് അവരുടെ അടുത്ത് നിന്നെ ആക്കാമെന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഷെന്നിന് മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇവ എടുത്തോണ്ട് ചോദിക്കുന്നത് അപ്പോൾ ഈ കൊച്ചുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല, പിന്നെ നീ എന്തിനാ ഇവനെയും കൂട്ടിക്കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഷിയാങ്കി പറയാം ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ രക്ഷിച്ചത് ഈ കൊച്ചായിരുന്നു, മാത്രമല്ല അവിടെ വെച്ച് ഈ കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇവൻ പറയണം നല്ല കാര്യം, ബെസ്റ്റ് ആൾ തന്നെ നീ എന്ന് പറയണേ. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ മെങ്ങും അതുപോലെ തന്നെ ഇവളൊരു ഏജൻ്റായിട്ട് സംസാരിച്ചില്ലായിരുന്നു ലിൻഷാൻ എൻ്റർടൈൻമെൻറ്റിൽ, അയാളെയും കാണിക്കോട്ടെ. ആക്ച്വലി ഇവർ രണ്ടും തമ്മിലുള്ള പ്ലാനിങ് ആയിരുന്നു ഇത് മൊത്തം. അപ്പോൾ മെങ്ങിൻ്റെ അടുത്ത് ഇയാൾ പറയണം ഞാൻ വിചാരിച്ചു നീ വലിയ ബുദ്ധിക്കൊക്കെയാണ് കളിക്കുന്ന വിചാരിച്ചത്, പക്ഷേ നീ ഇത് കൊണ്ടുപോയിട്ട് ഇത്രയും അങ്ങ് കുളമാക്കി വെക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഒരു കാര്യം, ഇതിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ തല ഇത് വരാൻ പറ്റത്തില്ല, നീ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കണ്ട. ഞാൻ എന്തായാലും ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണം നിന്നെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മെങ്ങ് പറയണം ഞാനും ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്രയും പ്രശ്നമാവുന്നു, പക്ഷേ അതവസാനം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, പക്ഷേ ഇതൊന്നും നമ്മൾ എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുമെന്ന് മെങ്ങും പറയുവാണ്. ഇതേ സമയം ഷെന്നു വന്ന് ഷിയാങ്കിൻ്റെ അടുത്ത് പറയണം നിനക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യമൊന്നും ആരും ഇപ്പോഴേ പുറത്തറിയണമെന്ന് പറഞ്ഞ സമയത്ത് ഇവൾ പറയണം ഇന്നലെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു. അപ്പോൾ അവൻ ചോദിക്കാം അതുകൊണ്ടായിരിക്കും നിന്നെ നടു റോട്ടിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടേലെന്ന് പറയുന്ന സമയത്ത് അവളും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. കാര്യം എന്താണെന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. എന്നിട്ട് അവൻ പറയണം നിങ്ങൾക്ക് വന്ന് ലൈവ് പോകണം, അതുകൊണ്ട് നീ പോയിട്ട് റെഡി ആയിട്ട് വരാൻ പറയണം. എന്നിട്ടാണ് അപ്പോൾ എടുത്തുകൊണ്ട് മെങ്ങ് പറയാണ് മീൻസ് ഷിയാങ്കി പറയാണ് ഇന്ന് ഞാൻ തന്നെ ഒരാളെ ആക്രമിച്ചില്ലായിരുന്നു, ആൾ ശരിക്കും പറഞ്ഞാൽ മെങ്ങിൻ്റെ സ്മെല്ലുമായിട്ട് ഭയങ്കര റിലേറ്റഡാണ്. ഇനി ഒരു പക്ഷേ മെങ്ങിന് ഇതിലെന്തെങ്കിലും പങ്ക് കാണുമെന്ന് ചോദിക്കുന്ന സമയത്ത് ചെണ്ണി പറയാണ് നീ ഇപ്പോൾ എൻ്റെ കമ്പനിയിലാണ്, നിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് മനസ്സിലായോ, അവിടെ ഇതിൻ്റെ പിന്നിൽ അവളോ ഉണ്ടെങ്കിൽ അവൾക്ക് എന്തായാലും നമുക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവുന്ന രീതിയിൽ അവനും പറയാം കേട്ടോ. ഇവളാണെങ്കിൽ പോയി നല്ല രസമായിട്ട് ഒറ്റയ്ക്ക് ഒരുങ്ങി നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി നിൽക്കോട്ടെ. അപ്പോൾ ആളാണ് ഇവൻ കയറി വരുന്നത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയുണ്ട് കൊള്ളാവെന്ന് ചോദിക്കുന്ന സമയത്ത് ഷെന്നി പറയാണ് സൂപ്പറായിട്ടുണ്ട്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നാൽ പോലും ഇത്ര രസത്തെ ഒരുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്ന് ഇവനും പറയുവാണ്.
അങ്ങനെ ലൈവ് ആയിട്ട് ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫെൻഡ് ചെയ്ത് അവർ സംസാരിക്കും. ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുക വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. മാത്രമല്ല ഇതെല്ലാം വന്നിട്ട് ആ ഡയറക്ടറുടെ തെറ്റിൻ്റെ രീതിക്കാണ് ഈ മെങ്ങും സംസാരിക്കുന്നത്. അവസാനം ലൈവ് തരുന്ന സമയത്ത് ഇവർ നേരെ തിരിവാട്ടോ. അവർ രണ്ടും നല്ല ശത്രുക്കളെ പോലെ തന്നെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലൈവെല്ലാം കഴിയുന്ന സമയത്ത് വന്നിട്ട് നമ്മുടെ മറ്റേ PR മാനേജറിൽ അവർ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായി, ലൈവ് ഉണ്ടായില്ല, അതുകൊണ്ട് ഈ ഡയറക്ടറിൽ ഇതിൽ പങ്കുള്ള ആ ഡയറക്ടർ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടേക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറിനെ ഇവളെ അത്ര വളയ്ക്കാൻ നോക്കിയത്. ഡയറക്ടർ സമ്മതിക്കാത്തതുകൊണ്ട് ഇവൾ അയാളെ പറ്റി തെറ്റായി സംസാരിച്ച് നിൽക്കാന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ചോദിക്കും ഇതെന്ത് ഇയാൾ ഇങ്ങനെ സംസാരിക്കാൻ ചെയ്യുന്ന സമയത്ത് PR മാനേജർ പറഞ്ഞു, നീ അത് കാര്യമാക്കണ്ട, സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയാം, നീ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് ഇവൾ വീട്ടിൽ വരും കേട്ടോ. ഇവളാണെങ്കിൽ അവിടെ വെച്ചൊന്നും ഷെന്നിനെ കാണുന്നില്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിക്കുവാണ് എന്ത് പറ്റിയെന്ന്, ഓഫീസിലൊന്നും കണ്ടില്ലെന്നു. അപ്പോൾ അവൻ പറയുന്നത് വീക്കെൻഡ് ഇല്ല അതുകൊണ്ടാണ്. അതുപോലെ പറയുകയാണ് നീയും റെസ്റ്റ് എടുക്കുക, നിനക്ക് വീക്കെൻഡ് ഇല്ല, നിനക്ക് 2 ദിവസത്തിന് ജോലിയൊന്നുമില്ല, നീയും റെസ്റ്റ് എടുക്കാൻ പറയട്ടോ. ഈ സമയത്ത് നമ്മുടെ കുട്ടിച്ചെറുക്കനായിട്ട് അനൻ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വന്നിട്ട് ഇച്ചിരി ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ നമ്മുടെ എടുത്തു പറഞ്ഞ ഷെന്നി പറയണം, ഞാൻ ഇവനടുത്ത് രാവിലെ ആയിട്ട് ചോദിക്കുന്നു ഇവൻ്റെ പാരൻസ് നമ്പർ, ഇവനായിട്ട് തരുന്നുമില്ല, എന്തോ വേണമെന്ന് എനിക്കറിയണം, ഞാൻ എന്തായാലും പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും നമ്മുടെ ഷിയാങ്കിൻ്റെ അടുത്ത്. അപ്പോൾ ഷിയാങ്കി പറയും ഓക്കെ അത് തന്നെയായിരിക്കും ശരി എന്നുള്ള രീതിക്ക് അവൾ നിൽക്കും കേട്ടോ. എടുത്തുകൊണ്ടെങ്കിൽ മീൻസ് കുട്ടിച്ചെറുക്കനായിട്ടുള്ള അനൻ പറയുകയാണ്, അമ്മ ഒറ്റയ്ക്കൊന്നും ചെയ്യേണ്ട, പപ്പയുടെ ഹെൽപ്പോട് കൂടി ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കി തന്നാൽ മതി കേട്ടോ എന്ന് പറയാം കേട്ടോ. അത് പറഞ്ഞാൽ നമ്മൾ ഷിയാങ്കി പറയുകയാണെങ്കിൽ പപ്പ ബിസി അല്ലേ മോനെ, അതുകൊണ്ട് പപ്പ വെറുതെ വിടാം, ആൻറ്റി ഉണ്ടാക്കി തരാമെന്ന് പറയണേ. അപ്പോൾ എടുത്ത് കുട്ടിച്ചെറുക്കൻ പറയാണ്, അമ്മ എന്തോ വിചാരിച്ചു, രാവിലെ ഒരു ഡാഡി വന്നേ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ ആ ഡാഡിയെ പറ്റിയാണോ ബിസി എന്ന് അമ്മ പറയുന്നതെന്ന് ഇവനും പറയാം കേട്ടോ. എന്നിട്ട് ഇവർ ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൈ ഇങ്ങനെ കയറി പിടിക്കും. അത് കാണുമ്പോൾ നമ്മുടെ കുട്ടിച്ചെറുക്കാനും നാളെ വന്നിട്ട് ഞാൻ ഒന്നും കണ്ടില്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോവാം. ആ സമയത്ത് ഒരു ന്യൂസ് റിലീസ് ആവണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടർ കുറേ പെൺപിള്ളേരുടെ അടുത്ത് തെറ്റായി നടന്നുണ്ട്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഡയറക്ടറിനെ സെക്ഷൽ അസൾട്ടിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കേസിലും ഡയറക്ടർ തന്നെയാണ് ഉത്തരവാദി എന്നുള്ളത് ന്യൂസിൽ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിയാങ്കി ആണെങ്കിൽ ഒരു ഇത് ഇപ്പോഴാണ് അവൾക്ക് സമാധാനം. ഈ സമയത്താണെങ്കിൽ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചിട്ട് അനനെയാണ് വീട് തുറക്കുന്നത്. അപ്പോൾ സമയത്ത് ഒരു ലേഡി വന്ന് നിൽക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ പേരാണ് അനാന്ന് ചോദിക്കണം. അപ്പോൾ പറഞ്ഞാൽ എൻ്റെ പേരാണ്. ഞാൻ നിന്നെ അനാഥാലയത്തേക്ക് കൊണ്ടുപോകാനാണ് വന്നേക്കുന്നത്. അവരകത്ത് വരുന്ന സമയത്ത് ഷെൻ ചോദിക്കുകയാണ് എന്തായി ഇവൻ്റെ പേരൻസിനെ അല്ല നിങ്ങൾ കണ്ടുപിടിച്ചു എന്നും. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുവരെ അവൻ്റെ പേരൻസിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇവനെ ഓർഫനേജിൽ കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ എന്നും. അപ്പോൾ എടുത്തോണ്ട് ഷെന്നും ഷിയാങ്കിയും പറയണത് വേണ്ട, ഇവൻ സ്റ്റേ ചെയ്യട്ടെ, പേരൻസിനെ കിട്ടുമ്പോൾ കൊണ്ടുപോയാൽ മതിയെന്നും. പക്ഷേ ഈ ലേഡി വന്ന് പറയുകയാണ് അത് പറ്റത്തില്ല, അത് റൂൾസിനെതിരാണ്, ഇവൻ എന്തുമായാലും ഞങ്ങൾക്ക് ഓർഫനേജിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പിന്നെ പേരൻസിനെ അന്വേഷിക്കുന്ന ആ ഒരു അന്വേഷണം ഇനിയും തുടരും. കുറച്ച് ദിവസത്തിനകം അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വന്നിട്ട് ഇവനെ അഡോപ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ഷെന്നിനും ഷിയാങ്കിക്കും വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് റൂൾസിനെതിരല്ലേ. അപ്പോൾ ഇവർ പറയണം ഓക്കെ എന്നാൽ അതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനൻ്റെ അടുത്ത് പറയണം മോൻ നമുക്ക് നോക്കാം പപ്പയും അമ്മയും കിട്ടുമെന്ന് നോക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് അനൻ പറയാം എൻ്റെ പപ്പയും അമ്മയും നിങ്ങളല്ലയോ എന്നെ വിട്ടിട്ട് പോയല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കി പറയണം മോനെ ഞങ്ങൾ നിന്നെ കാണാൻ വരാം, ഞങ്ങളിപ്പോൾ ഇച്ചിരി ബിസിയാണ്, മോൻ ഒരു തൽക്കാലം പോകുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ കൊച്ചു ഓക്കെ കൺവീൻസ് ആവുന്നുണ്ട് കേട്ടോ. അവസാനം ആ കൊച്ചു അങ്ങ് പോവാണ്, പപ്പയും അമ്മ ഇങ്ങനെ പറയില്ലേ എന്ന് വെച്ചിട്ട് ആ കൊച്ചു അങ്ങ് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇവൾ പോകുന്നത് ഇവളുടെ ഏജൻറ്റിനെ കാണാനാണ്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഏജൻറ്റ് വന്നിട്ട് ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ലേ അയാളാണ് കേട്ടോ. അപ്പോൾ ഇയാളെ കണ്ടുകൊണ്ട് അതിശയിച്ച് നിൽക്കുമ്പോൾ ഇയാൾ ചോദിക്കുക എന്താ ഞാൻ ഏജൻറ്റായി വരുന്നതിന് എനിക്ക് താല്പര്യമില്ലെന്ന് ചോദിക്കണം. അപ്പോൾ എടുത്തോണ്ട് ഷിയാങ്കി പറയണം അയ്യോ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി ഞെട്ടിയെന്നേ ഉള്ളൂ എന്നും. മാത്രമല്ല ഇവളെ കൊണ്ടുവന്ന് ആക്കിയതെന്ന് ആ PR മാനേജർ പെണ്ണായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ അവളോട് ചോദിക്കുവാണ് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഷിയാങ്കിയായിട്ടുള്ള മീറ്റിംഗ് വെച്ചാൽ പറയും, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരട്ടെ. അപ്പോൾ അവൾ പറയാണ് ആ PR മാനേജർ പെണ്ണ് പറയണം അയ്യോ എനിക്ക് ഇച്ചിരി ബിസിയാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മുങ്ങാം കേട്ടോ. കാരണം അവൾക്ക് ഈ ലൂവിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ലൂവിന് ഈ പെണ്ണിൻ്റെ മേലെ നല്ലൊരു ഇൻട്രസ്റ്റും ഉണ്ട്. എന്നിട്ട് ഇവൾ നമ്മുടെ ഷിയാങ്കിനെ ഇരുത്തിയിട്ട് ഇവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവനാണ് ഏജൻറ്റ്. മാത്രമല്ല യുഗോ ഗേൾ എന്ന് പറയുന്ന ഒരു TV ഷോ ഉണ്ട്, അതിൽ വന്നിട്ട് നീ പങ്കെടുക്കണം, പക്ഷെ നീ ചുമ്മാ ചെന്ന് പങ്കെടുക്കണ്ട, നിന്നെ അവർ ഔട്ടാക്കിയതല്ല, ഡിസ്ക്വാളിഫൈ ചെയ്തല്ല എന്ന്. അതുകൊണ്ട് അവരായിട്ട് തന്നെ നിൻ്റെ അടുത്ത് വന്നിട്ട് സോറി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മാത്രം നീ പോയാൽ മതി. അപ്പോൾ അവൾ ചോദിക്കുക അവർ എൻ്റെ അടുത്ത് സോറി ചോദിക്കാതെ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണെ ഞാൻ നടത്തുന്ന ഇവിടെ ഒരു കമ്പനിയാണ് മനസ്സിലായല്ലോ, അത് ചാരിറ്റി പ്രവർത്തനമല്ല. അതുകൊണ്ട് അവർ ഇതിൻ്റെ അടുത്ത് വന്ന് സോറി ചോദിക്കും. പിന്നെ നിനക്കിപ്പോൾ കറൻ്റ്ലി 1,10,000 വോട്ടുണ്ട്, നീ ഇപ്പോൾ റാങ്ക് 57 ആണ്. ഫസ്റ്റ് തന്നെ 100 പേരാണ് ഉണ്ടായിരുന്നത്, അല്ല 60 പേരാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്, അതിൽ ഒരാൾ നീയാണെന്ന് പറയുന്ന സമയത്ത് ഇവളങ്ങ് ഞെട്ടുപോട്ടെ എനിക്ക് എങ്ങനെയാണ് 1,10,000 വോട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം അതൊക്കെ ഉണ്ട്, അത് വന്നൊരു ഓൺലൈൻ പോളാണ്, പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ടാണ് ആളുകൾ നിനക്ക് വോട്ട് ചെയ്ത് നിർത്തിയത്, അതുകൊണ്ടാണ് നീ ഡിസ്ക്വാളിഫൈ ആയത്. ഇപ്പോൾ നിനക്ക് 1,10,000 വോട്ടുണ്ട്. മാത്രമല്ല ഫസ്റ്റ് നിൽക്കുന്നത് മെങ്ങാണ്, ഇവളൊരു കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലേ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ ചീറ്റ് ചെയ്തത്.
അവൾക്ക് വന്ന് 3.1 മില്യൺ വോട്ട്സ് ഉണ്ട്. അപ്പോൾ നീ ഏകദേശം 30 ഇരട്ടിയോളം ചാൻസ് വന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ഓൾറെഡി അവൾ ചീറ്റ് ചെയ്തൊക്കെ അല്ലേ. അപ്പോൾ അവൾക്കും ദേഷ്യം വരും. ഇവളൊരു മാതിരി ഓക്കെ ആയ രീതിക്കാണ് നമ്മുടെ ഷിയാങ്കി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൂ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവൻ പോകുന്ന സമയത്ത് പറയുകയാണ് നിന്നെ കൊണ്ട് വിചാരിച്ചാലൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവള് തലയൊക്കെ തട്ടി കൊടുത്തിട്ടാണ് പോകുന്നുണ്ടാവും. ഇവന് പോയി കഴിയുന്ന സമയത്ത് ഷിയാങ്കിക്ക് അങ്ങ് സങ്കടം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈഫിലെല്ലാം തീർന്നെന്ന് പറയുന്ന നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഷെൻ എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്ന് ഇവളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം നോർമൽ രീതിക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഷെന്നിൻ്റെ കാര്യം ആലോചിച്ച് ഇവൾക്കങ്ങ് സന്തോഷക്കണ്ണീര് വരത്തില്ലേ, അതുപോലെ വരിക. ഈ സമയത്ത് കറക്റ്റ് ഷെൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അവൻ ഇവള് കരയുന്ന കണ്ടിട്ട് വിചാരിക്കും ഈ മറ്റേ ലൂ എന്താണ്ട് പറഞ്ഞാന്നും പറഞ്ഞിട്ട് വന്ന് ചോദിക്കും എന്താ അവൻ നിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ടൊന്നും സംസാരിച്ചില്ലയോ, നീ അതിനാണോ കരയുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ എടുത്തു തന്നെ നമ്മൾ ഷിയാങ്കി പറയും അതുകൊണ്ടല്ല, എനിക്കാണെങ്കിൽ എൻ്റെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കരയെന്ന് പറയുമ്പോൾ ഇവൻ പറയണം ഓക്കെ എന്നൊരു കാര്യം ചെയ്യും, ഞാനും വീട്ടിലോട്ടാണ് പോകുന്നത്, നിന്നെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് പോകട്ടെ. അപ്പോൾ ഇവളും ഹാപ്പി ആയിട്ട് കൂടെ പോകണം. ഇതേ സമയം ഓർഫനേജ് കാണിക്കുവാണ്. അന്ന് രാത്രിയാവും കേട്ടോ. അന്ന് രാത്രി വന്ന അനനാണെങ്കിൽ നമ്മുടെ ഷെന്നി അതുപോലെ തന്നെ ഷിയാങ്കിയും കാണാതെ ഉറങ്ങാൻ വയ്യ. അവനാണെങ്കിൽ ഭയങ്കര സങ്കടം ഉറങ്ങാതെ കിടക്കട്ടെ. അപ്പോൾ അവൻ്റെ കൂടെ വേറൊരു കൊച്ചും കൂടി ഉണ്ടാവും ഓർഫനേജ്. ആ കൊച്ചിൻ്റെ പേരാണ് ടാങ്. അപ്പോൾ ടാങ് എന്ന് പറയുന്ന കൊച്ചിന് മനസ്സിലായി ഇവനെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൊച്ച് വന്നിട്ട് ഇവനെ ആശ്വസിപ്പിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് ഉറങ്ങണ്ട, ഞാനും വന്ന് കിടക്കാം, മാത്രമല്ല എൻ്റെ പേരൻസ് എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയതാണ്, നിൻ്റെ പേരൻസിൻ്റെ അവസ്ഥ അങ്ങനെയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ നോക്കാം. അവസാനം ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെ പിറ്റേന്നാവുന്ന സമയത്ത് നമ്മുടെ ഓൾറെഡി പറഞ്ഞ പോലെ യൂഗോ കമ്പനി വന്നിട്ട് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് സു എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ. അയാൾ വന്നിട്ട് ഒരു ഡാൻസ് മാസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയില്ല, ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആളാണ് വന്നിട്ട് എല്ലാം വന്നിട്ട് ഈ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ ഈ മറ്റേ ആങ്കറിങ് പോലെ ചെയ്യത്തില്ലയോ എന്ന് വെച്ചാൽ ഓരോരുത്തർ വരുന്ന വിളിച്ച് പറയുക, ഓരോ പ്രോഗ്രാംസ് വിളിച്ചിട്ട് അതുപോലെ. അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാ പിള്ളേർക്കും റാങ്കുകൾ കൊടുക്കുക കേട്ടോ. റാങ്ക് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ ട്രെയിനീസിനും എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് അങ്ങനെ ഗ്രേഡ്സ് കൊടുക്കുകയാണ് അവരുടെ മറ്റേ സ്കോർസിനനുസരിച്ച്. അത് കഴിഞ്ഞിട്ടുള്ളവരാണ് നമുക്ക് റിട്ടേണിങ് ട്രെയിനിങ് കൂടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിയാങ്കി വിളിക്കുക കേട്ടോ. മാത്രമല്ല അവൾക്ക് എ ഗ്രേഡാണ് ഉള്ളത്. എന്നിട്ട് അവളെയും ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്താം. അപ്പോൾ ഇവളിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മെങ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ അയ്യോ ഞാൻ നിന്നെ വളരെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ക്യാമറ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിൻ്റെ കണക്ക് തന്നെ അഭിനയിക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ബാക്കിലൊരു ട്രെയിനി പെണ്ണുണ്ട്. ആ പെണ്ണിനാണെങ്കിൽ ഇത് ഇഷ്ടമാവുന്നില്ല, കാരണം നമ്മൾ ഷിയാങ്കി തിരിച്ചൊന്നും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അവൾ പ്രശ്നം ഉണ്ടാക്കുവാണ്, ഇവിടുന്ന് പോയതല്ലായിരുന്നോ, പിന്നെ ഇവൾക്ക് എങ്ങനെ ഏകരോട് തിരിച്ചു വരാൻ പറ്റി, ഇവൾ ഇനിയും ആ ഡയറക്ടറുടെ കൂടെ പോയി ഉറങ്ങിക്കാണൂല്ലേ, വൃത്തിയുടെ രീതിക്കൊക്കെ പോയിട്ടല്ലേ എന്നുള്ള രീതിക്ക് പറയുന്ന സമയത്ത് ഷിയാങ്കിക്ക് ദേഷ്യം വരും കേട്ടോ. ഷിയാങ്കി എണീറ്റ് എന്ന് ചോദിക്കുവാണ് നീ എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, എനിക്ക് കഴിവില്ലെങ്കിൽ നീ അത് എൻ്റെ അടുത്ത് കോമ്പീറ്റ് ചെയ്ത് തെളിയിക്കുക, അല്ലാതെ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെച്ച് പിടിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ പെണ്ണ് പറയണം ശരി ഞാൻ കാര്യം ചെയ്യാം, നമുക്കൊരു ഡാൻസ് കോമ്പറ്റീഷൻ വയ്ക്കാം. ഈ യുഗോ ഗേൾ എന്ന് പറയുന്നതിൻ്റെ ഒരു തീം സോങ് ഉണ്ട്, അതിന് നമുക്ക് ഡാൻസ് ചെയ്ത് ആരാണ് ബെസ്റ്റായിട്ട് ചെയ്യുന്നത് അവർ എന്താവണം ഇവിടെ ഇരിക്കണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവൾ ഷിയാങ്കി ഓക്കെ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ഷെൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ തടയാൻ പോവുക ഇവരുടെ പ്രശ്നം ഉണ്ടാകുമെന്ന് കണ്ടിട്ട്. അപ്പോൾ എടുത്തോണ്ട് ലൂ കൂടി ഉണ്ട്. അപ്പോൾ അവൻ ചോദിക്കണം നീ അത് തടയാൻ പോകണം, ഒരു കാര്യം ആലോചിക്കണം, ഇത് നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാം പോലും അല്ല, ലെൻഷൻ കമ്പനിയുടെ പ്രോഗ്രാമാണ്. സെക്കൻഡ് തിങ്, നീ ഇപ്പോൾ തടയാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ക്യാമറ റോളിങ് അത് കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ. പിന്നെ നിനക്ക് അവളുടെ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, എന്നും വെച്ചിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഷെന്നു അങ്ങ് അടങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് മറ്റേ ട്രെയിനി പെണ്ണ് പറയണം ശരി നമുക്ക് പ്രോഗ്രാമൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യാം, പക്ഷെ നമ്മുടെ ആ 3 മെൻറ്റേഴ്സ് ഇല്ലേ ഇവിടെ നിൽക്കുന്നത് അവരായിരിക്കും നമ്മുടെ ജഡ്ജസ്. ഷിയാങ്കി പറയാണ് തോക്കുന്ന ആൾ വോട്ട് മൊത്തം ജയിക്കുന്ന ആൾക്ക് പോകും, കുഴപ്പമില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ട്രെയിനി പെണ്ണും കുഴപ്പമില്ല അവളും കോമ്പറ്റ് ചെയ്യാൻ തയ്യാറാവാണ്. അങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് നടക്കും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ വന്നിട്ട് മെൻറ്റേഴ്സ് മറ്റേ ജഡ്ജുകളായിരിക്കുന്നില്ല, അവർ പറയുകയാണ് ഒരു പക്ഷേ മറ്റേ ട്രെയിനി പെണ്ണാണ് ജയിക്കുക എന്ന് പറഞ്ഞ് നോക്കിക്കുന്ന സമയത്ത് ഷിയാങ്കിയാണെങ്കിൽ നല്ല രീതിക്കാണ് പെർഫോമൻസ് ചെയ്യുന്നത്. ലാസ്റ്റ് അവരുടെ 3 വോട്ടും വന്ന് ഷിയാങ്കിക്ക് വരികയാണ്. പിന്നെ ഈ ട്രെയിനി പെണ്ണൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവളവിടെ ചെന്ന് നിൽക്കും, പിന്നെ അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് അടുത്ത് വന്നിട്ട് അവർക്കൊരു ഗ്രൂപ്പ് ഡാൻസ് ലൈവ് പെർഫോമൻസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് മീൻസ് ഗ്രേഡ് A കിട്ടിയവർക്കെല്ലാം വന്നിട്ട് ഓരോ ടീം ഫോം ചെയ്യണം. ആ ഫോം ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പോലൊരു പ്രോഗ്രാം നടത്തും. അപ്പോൾ അത് ലൈവായിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വോട്ട് വെച്ചിട്ടാണ് ഇനി അടുത്ത സ്റ്റേജ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ടീമിനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഷിയാങ്കി നല്ല വോട്ടുള്ളവരൊക്കെ എടുക്കുക, കാരണം ആ ടീമിൻ്റെ മൊത്തം വോട്ടായിരിക്കുമല്ലോ, ആ ടീമിൽ എല്ലാവരെയും വോട്ട് കൂട്ടുന്നതായിരിക്കും ആ ടീമിൻ്റെ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവൾ നല്ല വോട്ടുള്ളവരൊക്കെ വിളിക്കുമ്പോൾ അവരെയൊക്കെ വന്ന് മെങ്ങും വിളിച്ച് കൂടിയാക്കും കേട്ടോ. അങ്ങനെ അതിൽ ഒരു പെങ്കൊച്ച് മാത്രം നമ്മുടെ ഷിയാങ്കിയുടെ കൂടെ നിൽക്കാമെന്ന് പറയും. അങ്ങനെ ഷിയാങ്കിയുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഏറ്റവും വോട്ട് കുറഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മെങ്ങാണെങ്കിൽ നല്ല വോട്ടുള്ളവരൊക്കെ അവളെ ടീമിൽ വിളിച്ച് വരുത്തിയിട്ട്, കാരണം വെച്ചാൽ അവൾക്ക് ഓൾറെഡി നല്ല വോട്ടുള്ള അവൾ ടോപ്പ് 1 ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളുടെ ടീമിൽ പോകാനാണ് താല്പര്യം.
അപ്പോൾ ഷിയാങ്കി ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രോഗ്രാം തീരും കേട്ടോ. അപ്പോൾ ഈ വന്ന് നമ്മുടെ ഈ ലു പറയുവാണ് നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത്, നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് അവളെ കംഫേർട്ട് ചെയ്യും, ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷെന്നി പറയാണ്, നീ ഇത്രയും വർഷമായില്ല എൻ്റെ കൂടെ നിൽക്കുന്നത്, എന്നിട്ട് എൻ്റെ മനസ്സ് വായിക്കാൻ നിനക്ക് പറ്റുന്നില്ലോ, ഞാനിപ്പോൾ പോയിട്ട് അവളെ കംഫേർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ശരിയാണ്, എനിക്ക് അവളുടെ മേലെ ഫീലിങ്സ് ഉണ്ട്, അതൊക്കെ ശരിയാണ്, അതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല, അത് വിചാരിച്ച് നീ നിൽക്കണ്ടെന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് മറ്റൊരു ഡാൻസ് മെൻറ്റർ എന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു സൂ എന്ന് പറഞ്ഞ ഒരാൾ, ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെപ്സിയുടെ ഒരു ബോട്ടിലും കൊണ്ടിട്ട് ഇവളെ കാണാനായിട്ട് പോകട്ടോ. അപ്പോൾ അടുത്തുള്ള ലൂ പറയാണ്, കണ്ടോ നീ ചെയ്തില്ലെങ്കിൽ എന്താ, വേറെ ആൾക്കാർ അവരവരുടെ രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴും ഷെൻ അവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പോൾ ഷിയാങ്കിയാണെങ്കിൽ പുറത്തു പോയിട്ട് ആലോചിക്കണം, ദൈവമേ ഞാനിതെല്ലാം കൊളാക്കി വെക്കും, ആ ഷെന്നു വന്നിട്ട് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് എല്ലാം ചെയ്തു തന്നെ, ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ അവസ്ഥ നോക്ക്, ഞാൻ ആൾക്ക് എങ്ങനെയും നന്ദി കാണിക്കാൻ ഞാൻ ഇതിൽ ജയിച്ചല്ലേ പറ്റുന്നുള്ളൂ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാം. ആ സമയത്ത് കറക്റ്റ് ഈ സൂ എന്ന് പറയുന്ന ആൾ വന്നിട്ട് ഇവൾക്ക് പെപ്സി ബോട്ടിൽ കൊടുത്തിട്ട് നീ അങ്ങ് കൂളാവുമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് പറയണം, നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ഇതിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, നീ കയറിയതല്ലേ ഉള്ളൂ, ഇനിയും എത്ര റൗണ്ട്സ് ഉണ്ട്, നമുക്ക് അതിലൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് എങ്ങനെ കാണാനായിട്ട് ഉള്ള എക്സ് ബോയ് ഫ്രണ്ട് വരും കേട്ടോ. എക്സ് ബോയ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാങ്കിൻ്റെ ഒരു ചെറുക്കൻ ചീറ്റ് ചെയ്തില്ലായിരുന്നു, അവൻ വന്നിട്ട് ചോദിക്കുവാണ്, അല്ലൊക്കെ പ്രോഗ്രാമൊക്കെ എങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിക്കാൻ, നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നു ചോദിക്കുന്ന സമയത്ത്, അല്ല ഈ മറ്റേ ഷിയാങ്കി തിരിച്ചു വന്നെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഈ മെങ്ങ് പറയണം, അപ്പോഴേ എനിക്കറിയാം നീ എന്നെ കാണാൻ വന്നതല്ല ഷിയാങ്കിനെ കാണാൻ വന്നതാണല്ലേ. അപ്പോൾ പറയാം, അങ്ങനെയൊന്നും അല്ലടി, ഞാൻ ചുമ്മാ നിന്നെ കാണാൻ വന്നതെന്ന് പറയുന്ന സമയത്ത് ഉള്ളു പറയാണ്, നീ അവളെ പറ്റി ആലോചിച്ചിരുന്നു, അവൾ കണ്ടില്ലേ ഇതാ നീ പോയപ്പോൾ അത് വേറെ ചെറുക്കനെ റൂട്ടാക്കാൻ നോക്കുന്നതെന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കുവാട്ടെ ഈ സൂ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവനങ്ങ് ദേഷ്യം വരും, ഓ ഇവളെന്തൊരു വൃത്തികെട്ടവളാന്ന് നോക്ക്, ഇവൾ എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു, ഇപ്പോൾ ഇവളെന്ത് വല്ലോൻ്റെ കൂടെയൊക്കെ പോയേക്കുന്നത് എന്നുള്ള രീതിക്ക് ഇവരങ്ങ് സംസാരിക്കും. അപ്പോൾ എടുത്തോണ്ട് ഈ മെങ്ക് പറയണേ, നീ അങ്ങ് അടങ്ങ്, ഇവിടെ പാപ്പരാസീസ് കാണും, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്കും കൂടി കൂടുതൽ പ്രശ്നമാണ്, നീ ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഈ എക്സ് ബോയ് ഫ്രണ്ടിനെ അവിടെ നിന്ന് പറഞ്ഞിടാൻ നോക്കുക കേട്ടോ. എക്സ് ബോയ് ഫ്രണ്ട് പോകുന്ന സമയത്ത് ഈ മെങ്ങ് മനസ്സിൽ ആലോചിക്കുക, ഇവനെന്തൊരു പൊട്ടനാണ്, സത്യം പറഞ്ഞാൽ ഇവൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടാണ്, മീൻസ് ഷിയാങ്കിയുടെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൊണ്ടു നടക്കുന്നത്, അങ്ങനെയല്ലായിരുന്നു ഞാൻ നിന്നെ മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു എന്ന് മെങ്ങ് അവിടെ നിന്ന് വിചാരിക്കാം. മാത്രമല്ല നമ്മുടെ ഈ സൂ കിടന്ന് നമ്മുടെ ഷിയാങ്കിയായിട്ട് സംസാരിക്കും, പക്ഷെ അവളുടെ മനസ്സിൽ മൊത്തം അൻ്റെ വിചാരം അവൻ എങ്ങനെയായിരിക്കും അനാഥാലയത്തിൽ, അവന് സങ്കടമായിരിക്കും, കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ആലോചിക്കും, ഇവൾക്കൊരു സമാധാനമില്ല കേട്ടോ. അതുകൊണ്ട് ഇവൾ നേരെ പോകുന്നത് ഓർഫനേജിക്കാം. അപ്പോൾ ഓർഫനേജിൽ പോകുന്ന സമയത്ത് അനനാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് ഇവളെ കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവൾക്കങ്ങ് സങ്കടം, എന്ത് പറ്റി മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടെ ആരെയും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള ഇവള് ചോദിക്കുമ്പോൾ പറയാണ്, അങ്ങനെയല്ല അമ്മ, എനിക്ക് വന്ന് അമ്മയെ കാണാതെയും പപ്പയെ കാണാതെയും എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു കിടന്ന് കരയും കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാത്തതെന്ന് പറയാം. അവളുടെ അടുത്തിട്ട് ഈ കൊച്ചു പ്രോമിസ് ചോദിക്കുകയാണ്, പപ്പ അമ്മ എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകുമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയണം, ഓക്കെ മോനെ, 2-3 ദിവസം കഴിയുമ്പോൾ അമ്മ എന്നെ വന്ന് മോനെ അഡോപ്റ്റ് ചെയ്തിട്ട് പോകാം, മോൻ സങ്കടപ്പെടേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഇവൾ ആ കൊച്ചിന് പ്രോമിസ് കൊടുത്തിട്ട് പോകാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവള് നേരെ പോകുന്നത് മറ്റേ ഈ സൂവിൻ്റെ കീഴിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പ് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന്, അങ്ങനെ പോവാം. അവിടെ വെച്ചിട്ട് ഇവളെ വന്നിട്ട് ഷെന്നി വിളിച്ചിട്ട് വേണം, അത്രയും അർജൻറ്റ് കാര്യമുണ്ട്, നീ ഇപ്പോൾ എന്നെ വന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുത്തും കേട്ടോ. അപ്പോൾ അവിടെ ഷെന്നും ഉണ്ട്, അതുപോലെ തന്നെ ലൂ ഉണ്ട്. എന്നിട്ട് ലൂ പറയുവാണ്, നീ എന്ത് പരിപാടി കാണിച്ചത്, നീ അനാഥാലയത്തേക്ക് വല്ലതും പോയായിരുന്നെന്ന് ചോദിക്കണം. ഇപ്പോൾ ആ ശരി ഞാൻ എന്നെ കാണാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഇവൻ പറയണേ, അത് ഭയങ്കര വിഷയമായി, ആ കാര്യം അറിഞ്ഞിട്ട് അത് മാഗസീൻ അടിച്ചുകൊണ്ടിരുന്നു, അത് പക്ഷേ മാഗസീൻ അടിച്ചുകൊണ്ടിരുന്ന കാര്യം ഷെൻ അറിഞ്ഞുകൊണ്ട് അവൻ ഇത്ര അങ്ങോട്ട് മില്യൺസ് അങ്ങോട്ട് കൊടുത്തിട്ട് ആ ഒരു ന്യൂസ് അവൻ വിലയ്ക്ക് വാങ്ങിച്ചെന്ന് പറയുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് ഷിയാങ്കിക്ക് മനസ്സിലാവുന്നത്. എടുത്തിട്ടുള്ള അവർ പറയുകയാണ്, നീ ഇനി എന്തോ ചെയ്യുന്നെങ്കിൽ നേരത്തെ കൂട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടേ ചെയ്യാവും. പിന്നെ അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ശരി എന്നാൽ ഈ പ്രോബ്ലം ഒക്കെ തീരുമ്പോൾ ഞാൻ അവനെ അഡോപ്റ്റ് ചെയ്തോട്ടെന്ന് ചോദിക്കണം. എടുത്തുകൊണ്ട് നമ്മുടെ ലൂവും ഷെന്നും ഒരുമിച്ച് പറയാം, അയ്യോ അത് പറ്റത്തില്ലെന്ന് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര ഉണ്ടായത് പോരെ, ഇനി അവനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇനി ആ പ്രശ്നം കൂടി നിൻ്റെ തലയെടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടിങ്ങനെ സംസാരിക്കും. അത് ഞാൻ പിറ്റേന്നാവുന്ന സമയത്ത് ഇവൾ പിന്നെയും ഡാൻസ് പ്രാക്ടീസിന് പോയിട്ടോ. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് അല്ലയോ, അതിൽ വന്നിട്ട് വേറെ ഏതോ ഒരു റാങ്കുള്ള മീൻസ് BO CO അങ്ങോട്ട് റാങ്കുള്ള പെണ്ണ് പ്രശ്നം ഉണ്ടാക്കുക. നമ്മുടെ ഷിയാങ്കിയുടെ അടുത്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഷിയാങ്കിയുടെ അടുത്ത് പറയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വല്ല മെങ്ങിൻ്റെ ടീമിലായാൽ മതിയായിരുന്നു, നീ ഒറ്റയെടുത്തി കാരണം ഞാൻ ഇപ്പോൾ നിൻ്റെ ടീമിലായത്, ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ സുഖമായിട്ട് ഫസ്റ്റ് എത്തിയാണ്. ഇതിപ്പോൾ നിൻ്റെ ടീമിലാണെങ്കിൽ റാങ്ക് അവളാണെങ്കിൽ 6ാം സ്ഥാനത്ത് എങ്ങാണ്ട് കേട്ടോ. അവൾക്ക് ഇനിയും ഒരു 1 point something റാങ്ക് വേണം ഇവരെ ബീറ്റ് ചെയ്തിട്ട് ഒപ്പം എത്തണമെങ്കിൽ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഷിയാങ്കി പറയണം, നമുക്ക് എല്ലാം ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം, എന്തായാലും കിട്ടാതിരിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ആ ട്രെയിനിൽ പെണ്ണ് സമ്മതിക്കുന്നില്ല. നമ്മുടെ ഷിയാങ്കിനെ ഇൻസൾട്ട് ചെയ്ത പോലെ സംസാരിക്കാം. അപ്പോൾ എടുത്തു തന്നെ മറ്റേ സൂ എന്ന് പറയുന്ന ആളില്ലേ ഡാൻസ് മെൻറ്റർ, അവൻ വന്നിട്ട് പറയുകയാണ്, നീ എന്ത് സംസാരിക്കും, നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിരിക്കും പക്ഷേ ലൈവ് സെക്ഷൻ ആയത്, ഇതിൽ നമുക്ക് എത്ര വോട്ട്സ് വേണമെങ്കിലും
കൂട്ടിക്കിട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നീ നല്ലപോലെ കോൺഫിഡൻ്റായി ചെയ്യുന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ മറ്റേ ആ ഒരു പെണ്ണിൽ പ്രശ്നം ഉണ്ടാക്കി ട്രെയിനിങ് പെണ്ണ് അവൾ ഓക്കെ ആവട്ടെ. എന്നിട്ട് ഇവർ നല്ലപോലെ ഡാൻസ് ചെയ്യുന്നതെല്ലാം വന്ന് അവിടെ വന്നിട്ട് നമ്മുടെ മെങ്ങിൻ്റെ ഗ്രൂപ്പുള്ള ഒരു പെങ്കൊച്ച് കണ്ടിട്ട് ഓൾറെഡി ഒരു പെണ്ണിന് ഇഷ്ടമല്ലായിരുന്നല്ലോ നമ്മുടെ ഷിയാങ്കി വന്നപ്പോഴും അവൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. ആ ഡയറക്ടറെ കൂടെ ഉറങ്ങിയിട്ടാണോ നീ പൈസ ഉണ്ടാക്കി എന്നുള്ളതിൽ സംസാരിച്ചില്ലേ. ആ പെണ്ണ് ഇവർ ഡാൻസ് കളിക്കുന്നതാണെങ്കിൽ അപ്പോൾ ആണെങ്കിൽ ഇവരാണെങ്കിൽ നല്ല രീതിക്ക് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണിന് അത് ഇഷ്ടപ്പെടാതെ ആ പെണ്ണ് അവിടെ പോകുന്നുണ്ട്. ഇതേ സമയം കാണിക്കുക നമ്മൾ ഷെൻ ഓഫീസിലാട്ടോ. അപ്പോൾ അവിടെ തന്നെ ലൂ ഉണ്ട് ആ ഓഫീസിൽ. അപ്പോൾ ഷെന്നാണെങ്കിൽ ലൂവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ലൂ ചോദിക്കുവാണേ നിനക്ക് ആ പെണ്ണിനെ കാണണമെങ്കിൽ ഷിയാങ്കിയെ കാണണമെങ്കിൽ നീ ചെന്ന് ആ സെറ്റ് ചെന്ന് കാണും, അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ ഭയങ്കര നോക്കിയിട്ട് കാര്യമൊന്നുമില്ലെന്നും. അല്ല നിനക്കിനി എൻ്റെ മേലെ വല്ല ക്രഷ് ഉണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഷെന്നി പറയണം നീ ഒന്നും മിണ്ടാതെ പോവാവോ, എനിക്ക് എന്നെ പ്രാന്ത് എടുക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ലൂ ഇവൻ്റെ അടുത്ത് വന്ന് തോളത്തൊക്കെ കേട്ടിട്ട് പറയാണ് എടാ നിനക്ക് അവളെ കാണണമെങ്കിൽ നമുക്ക് പോയി കണ്ടിട്ട് വരാം, നീ അതിന് ഇത്രയും സീനൊന്നും ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇവരെ ക്ലോസ് ആയിട്ടിരിക്കും കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് നമ്മൾ ഷെന്നിൻ്റെ അസിസ്റ്റൻ്റ് അങ്ങോട്ട് കയറി വരും. അപ്പോൾ അവൻ വിചാരിക്കും ഇവർ തമ്മിൽ എന്തായാലും തെറ്റായ ബന്ധമെന്ന് പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ലൂ ഷെന്നിൻ്റെ അടുത്ത് നിന്ന് വേഗം മാറിക്കും കേട്ടോ. എന്നിട്ട് ലൂ ശരി എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഷെന്നി ചോദിക്കുക എന്താ കാര്യം ചോദിക്കും കേട്ടോ അസിസ്റ്റൻ്റ് അടുത്ത്. ആ സമയത്ത് PR മാനേജർ അങ്ങോട്ട് വരും. അപ്പോൾ ഇവൻ പിന്നെയും പറഞ്ഞാൽ കോഫി കുടിക്കാൻ വിളിച്ചാലും നീ ഒന്ന് വരുമെന്ന് ലൂ ചോദിക്കുന്ന സമയത്ത് ആ സമയത്തും PR മാനേജർ ശരി ബിസിയാന്ന് പറഞ്ഞിട്ട് പിന്നെയും അത് റിജക്റ്റ് ചെയ്തിട്ട് പോകട്ടോ. ഇവർ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുകയാണ് അനൻ്റെ പാരൻസിന് ഇതുവരെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അഡോപ്ഷനുള്ള ഓപ്ഷനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പറയട്ടോ. അപ്പോൾ ഇവൻ നേരെ ഓർഫനേജ് ചെല്ലുവാണ് എന്തായി കാര്യങ്ങളെന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി ചെല്ലാം. അവിടെ ചെന്ന് അനന്നെ കാണുന്ന സമയത്ത് അനൻ ഓടി വന്നിട്ടുണ്ടല്ലോ ഇവൻ്റെ കാലിലിട്ടിട്ട് ഒറ്റ ചവിട്ട് കേട്ടോ. എന്നിട്ട് പറയും പപ്പ എന്ത് പണിയപ്പോൾ ചെയ്തേ, എൻ്റെ അമ്മയുണ്ടല്ലോ പപ്പയൊക്കെ മുമ്പ് എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട് പറയുക കേട്ടോ. എന്നിട്ട് പറയാണ് പപ്പ എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയുവാണ് ഷെന്നിൻ്റെ അടുത്ത് ആകെ പ്രശ്നമായി, ഇനി നമ്മളിവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാങ്കി വന്നിട്ട് ഫുഡ് പോയ്സണായിട്ട് ഹോസ്പിറ്റലാണ്, നമുക്ക് പെട്ടെന്ന് പോയേ പറ്റുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കണം. ആക്ച്വലി ഒരു പെങ്കൊച്ചൊരു ട്രെയിനി പെണ്ണ്, ഇവിടെ ഇഷ്ടമില്ലാത്ത ട്രെയിനി പെണ്ണെന്ന് പറഞ്ഞില്ലേ, അവൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ ഇവർ നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ട്രെയിനി പെണ്ണിനാണെങ്കിൽ അവൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കോൺസെൻട്രേഷൻ ഒന്നുമില്ല. അപ്പോൾ വന്നിട്ട് ആ മെങ് വന്നിട്ട് ആ കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലേ അവൾ വന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ഇവളങ്ങ് ഒന്നും ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മെങ്ങിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും ഒരു ഇതിലുള്ള ഒരു പ്രോഗ്രാമിലല്ലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ മെങ് എണീറ്റ് പോകുന്ന സമയത്ത് അവിടെ ഒരു ഫുഡിൽ കലക്കാൻ പറ്റുന്ന നമ്മൾ കുടിക്കുന്ന ജ്യൂസിൽ കലക്കാൻ പറ്റുന്ന പോലത്തെ ഒരു മയക്ക് ഗുളിക പോലത്തെ സംഭവം വെച്ചിട്ട് പോകണം. അപ്പോൾ ഇത് വന്നിട്ട് ആ ട്രെയിനി പെണ്ണിന് ഒരു ഐഡിയ കിട്ടുവാണ്. അപ്പോൾ ആ പെണ്ണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിയാങ്കിക്ക് ഇത് കലക്കി കൊടുത്തിട്ട് അവൾക്ക് ആൽക്കഹോളിൽ നിന്ന് മറ്റേ ഫുഡ് പോയ്സൺ ആയിരിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ എടുത്തോടനെ അന്ന് ഇവിടെ നിൽക്കുന്ന പറഞ്ഞ സമയത്ത് ആനൻ വന്ന് സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ വന്നിട്ട് ഓക്കെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെന്നാണെങ്കിൽ കുഞ്ഞിനും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ലീഗലി നീ അത് ഡീൽ ചെയ്യുന്നു പറഞ്ഞിട്ട് അസിസ്റ്റൻ്റ് ആക്കിയിട്ടാണ് അവർ പോകുന്നത്. അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ ഇവനാണെങ്കിൽ കുട്ടിച്ചെറുക്കൻ ഞാനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ലൂ എന്ന് പറയുന്ന ആളില്ല, അയാൾ പറയണം അല്ല മോനെ ആരാ നിൻ്റെ അമ്മ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും ഷിയാങ്കി എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇവനും കിളി പോയ പോലെ നിൽക്കുക. എന്നിട്ട് ഇവരകത്ത് ചെന്നിട്ട് നമ്മുടെ ഷിയാങ്കിയെല്ലാം കണ്ടു കഴിയുന്ന സമയത്ത് ഷെന്ന് വന്നിട്ട് കുട്ടിച്ചെറുക്കനായിട്ടുള്ള അനൻ്റെ അടുത്ത് പറയണം മോൻ്റെ ഒരു കാര്യം ചെയ്യും, മോൻ ഇവിടെ നിൽക്ക്, പപ്പ പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ട് വരാം, അമ്മയെ പ്രൊട്ടക്ട് ചെയ്തോണെന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് വരുന്നത് കേട്ടോ. പുറത്ത് വന്നിട്ട് ലൂവിൻ്റെ അടുത്ത് ഷെന്ന് പറയുവാണ് എടാ നമുക്ക് വന്ന് ആ സെക്യൂരിറ്റി ഫുട്ടേജ് എടുത്തേ പറ്റത്തുള്ളൂ, ഇത് ആരാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുന്നുള്ള രീതിയിൽ ഷെന്നി പറയാം. മാത്രമല്ല ലൂ പറയും ഇതാണെങ്കിൽ നമ്മൾ ഷിയാങ്കിയുടെ ലാസ്റ്റ് ചാൻസ്, ഇനി അവൾക്കൊരു ചാൻസ് കിട്ടാൻ പോകുന്നില്ല, ഇതിപ്പോൾ ഈ കോലം ആയെങ്കിൽ ഇനി നമ്മൾ എന്തോ ചെയ്യാൻ പറ്റുന്നുള്ള രീതിക്ക് അവനും പറയുവാണ്. മാത്രമല്ല ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് മറ്റേ സൂ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരു ഡാൻസ് മെൻറ്റർ ഉണ്ടായിരുന്നല്ലോ അയാൾ അങ്ങോട്ട് വരും കേട്ടോ. അയാൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ഷെന്നി ഒന്നും പറയുന്നൊന്നുമില്ല, ഇവനും അകത്തോട്ട് കയറുവാണ്. മാത്രമല്ല അകത്തോട്ട് കയറുന്ന സമയത്ത് ഓൾറെഡി കുട്ടിച്ചെറുക്കൻ്റെ അടുത്ത് ഷിയാങ്കി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് സൂവിൻ്റെ കാര്യം അന്ന് ഓർഫനേജിൽ പോയപ്പോൾ. അപ്പോൾ ഇവനെ അറിയാം. അപ്പോൾ ഈ കൊച്ചും അതുപോലെ അങ്കിൾ സൂ എന്ന് പറയുകയാണ്. മാത്രമല്ല ഷിയാങ്കിയും അങ്കിൾ സൂവും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവട്ടെ. അന്ന് രാത്രിയാവുന്ന സമയത്ത് കുട്ടിച്ചെറുക്കനെ അതുപോലെ ഷിയാങ്കിയും കൂടി ഒരു ബെഡിലാണ് കിടക്കുന്നതുണ്ടാവും. അപ്പോൾ കുട്ടിച്ചെറുക്കനെ ഉറക്കണമല്ലോ. അപ്പോൾ കുട്ടിച്ചെറുക്കനാണ് ആദ്യം വന്ന് സ്റ്റോറി ബുക്കൊക്കെ വായിക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ പറയുകയാണ് ഞാൻ അന്ന് വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവങ്ങ് വായിച്ച് തന്നിട്ട് കുട്ടിച്ചെറുക്കനെയും അതുപോലെ തന്നെ ഷിയാങ്കിനെ ഉറക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഷിയാങ്കി അങ്ങ് ഉറങ്ങുകയാണ്. അതുപോലെ കുട്ടിച്ചെറുക്കൻ വന്ന സമയത്ത് നമ്മുടെ ഷെന്ന് വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഷിയാങ്കി ഉറങ്ങി കാണുന്നില്ല, അവൾ അപ്പം തന്നെ അവിടെ നിന്ന് മുങ്ങുവാണ്. അപ്പോൾ അന്ന് രാത്രി നമ്മൾ ഷെന്നിന് കോള് വരുവാണ്, ഷിയാങ്കി ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു കോള് വരുവാണ്. മാത്രമല്ല പിറ്റേന്ന് കാണിക്കുവാൻ ലൈവ് പെർഫോമൻസിൽ നമ്മൾ ഷിയാങ്കി എത്തിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് അവൾ സ്പീച്ചും കൊടുത്തും നല്ല രസമായിട്ട് തന്നെ അവളത് വന്ന് പെർഫോമൻസ് ചെയ്ത് തീർക്കുകയാണ്. തീർത്ത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്പീച്ച് പറയണം, കാരണം അവൾ നല്ല സ്പീച്ച് പറയുന്ന സമയത്ത് ഇവൾ മയങ്ങി വീഴും കേട്ടോ.
എന്നിട്ട് ഇവളാണെങ്കിൽ ആ മയക്കുന്ന എണീക്കുമ്പോൾ ഇവള് വന്നിട്ട് ഷെന്നിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ കുട്ടി ചെറുക്കനായിട്ടുള്ള അനൻ അവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ മോനെ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ ഇവൻ പറയണ പപ്പയാ കൊണ്ടുവന്നേന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ. ലാസ്റ്റ് മാത്രമല്ല ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ഓഫീസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷിയാങ്കിയും കുട്ടി ചെറുക്കനായിട്ടുള്ള അനനും കൂടിയിട്ട് നമ്മുടെ ഷെന്നിനെ കാണാനായിട്ട് പോകാം. അപ്പോൾ ഈ ഷിയാങ്കി മെല്ലെ നടന്ന് വരുമ്പോഴേക്കും നമ്മുടെ അനാനുണ്ടല്ലോ അവന് ഓടി ചെന്നിട്ട് ഒരു ഡീലിങ്സ് വാങ്ങുക കേട്ടോ ഷെന്നിൻ്റെ അടുത്ത് നിന്ന്. പറയണ പപ്പ ഞാനൊരു കാര്യം പറഞ്ഞാൽ പപ്പ കേൾക്കുമോ, പപ്പ വന്നിട്ട് അമ്മയൊന്നും പറയില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവനും പറയുകയാണ് ശരിയെന്ന് ഞാൻ ഒന്നും പറയത്തില്ലെന്നും. അപ്പോൾ പിന്നെ കുട്ടി ചെറുക്കനായിട്ടുള്ള ഞാനും പറയുകയാണ് പപ്പയിനി അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പപ്പയുടെ സ്നാക്സ് ഉണ്ടല്ലോ അത് ഞാൻ പപ്പയ്ക്ക് കിട്ടാത്ത രീതിക്ക് ഞാൻ ഒളിപ്പിച്ച് വയ്ക്കും, ഡീലിങ്സ് ആണെന്ന് പറയുന്ന സമയത്ത് ഷെന്നി ഓക്കെ ഡീലിങ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഷിയാങ്കി ആണെങ്കിൽ നേരം വന്നിട്ട് സോറിയൊക്കെ പറയാം കേട്ടോ. പക്ഷേ ഇവൻ പറയുകയാണ് നീ ഇപ്പോൾ സോറി പറയാണ്ട് മാത്രം കാര്യമുണ്ടോ, നിനക്ക് വേണ്ടി ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ നല്ല വൃത്തിയായിട്ട് സോറി പറയാം. അപ്പോൾ ഇവൻ കയറി അവളോട് ചൂടാവാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അനൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും പപ്പ പറഞ്ഞ വാക്ക് മാറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും. മാത്രമല്ല ലൂ പറയുകയാണ് നീ ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നറിയും, സത്യം പറഞ്ഞ് നീ തലകറങ്ങി വീഴുമ്പോഴേക്കും അവിടെ വന്നത് ഷെന്നാണ്, ഷെൻ നിന്നെ പിടിച്ചുകൊണ്ടാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നിനക്ക്. മാത്രമല്ല അങ്ങനെ പിടിച്ചതിന് ശേഷം നിന്നെ രക്ഷിച്ചതിന് ശേഷം അവൻ നേരെ ചെന്നാൽ സൂ എന്ന് പറയുന്നത് ഡാൻസ് മെൻറ്റർ അയാളോട് ചെന്ന് എന്തൊരു പ്രശ്നമായിരുന്നു എന്നറിയാവോ. മാത്രമല്ല ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമായിട്ട് അത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൂ പറഞ്ഞു അവളൊരു ഐഡോളല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവളുടെ ജീവിതത്തിൻ്റെ ഭാഗവും അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോഴും ഷെന്നി വന്ന് നിൻ്റെ ഹെൽത്തിനെ പറ്റി ആലോചിച്ചെന്ന് പറയുന്ന സമയത്ത് ഷെന്നി പറയണം മതി ഈ ടോപ്പിക്കിനെ പറ്റി ഇനി സംസാരിക്കണം എന്ന് പറയണം. അപ്പോൾ മറ്റേ PR മാനേജറില്ലേ ആ പെണ്ണ് പറയുവാണ് നീ ഒരു കാര്യം ചെയ്യുന്നത്, നീ ഇത്രയും തെറ്റ് ചെയ്തില്ലേ, ശരി നിന്നെ വഴക്കൊന്നും പറയുന്നില്ല, നീ മറ്റേ ഇന്ന് നമ്മൾ തെറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ടൊരു സംഭവം എഴുതത്തില്ലേ, ലെറ്റർ പോലെ എഴുതിയത്തില്ലേ ഇമ്പോസിഷൻ പോലെ, അത് എഴുതിയിട്ട് നീ വന്ന് ഷെന്നി കൊടുക്കുക, അത് മതിയെന്ന് അവരിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും മറ്റേ ട്രെയിനിൽ പെണ്ണില്ലേ മറ്റേ ഗുളിക കലയ്ക്കുന്നത് അവളാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മൾ ഷിയാങ്കിയുടെ അടുത്ത് പറയും ഞാനല്ല ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഷെന്നിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയണം നീയാണോ ചെയ്തില്ലേന്നൊക്കെ ഇരിക്കട്ടെ, സെക്യൂരിറ്റി ഫുട്ടേജ് ഞങ്ങൾ എന്തായാലും നോക്കും, അപ്പോൾ നിനക്കുള്ളത് എന്തായാലും കിട്ടിക്കോളും, ഇപ്പോൾ നീ ഇവിടെ ഇറങ്ങി പോകാൻ പറ കേട്ടോ. അപ്പോൾ ട്രെയിനിൽ പെണ്ണ് പിന്നെ അവളുടെ ഭാഗം ബാധിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എടുത്തുകൊണ്ട് പറയുവാണ് സെക്യൂരിറ്റിയെ വിളിച്ചുകൊണ്ട് അങ്ങനെ പറയത്തില്ലേ സെക്യൂരിറ്റി സിംഗ് വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ പറയണം. അപ്പോൾ എടുത്തോണ്ട് ഈ പെണ്ണ് ദേഷ്യം വന്നിട്ട് പറയുകയാണ് ഷിയാങ്കി നീ നന്നായി ജീവിക്കുന്നു നീ വിചാരിക്കേണ്ട, അപ്പോൾ ഞാനും നീയൊക്കെ ഐഡോൾ ട്രെയിനീസാണ്, പക്ഷെ നിനക്ക് മാത്രം എല്ലാ സൗകര്യവും സുഖ സൗകര്യങ്ങളും ദൈവം തരുന്നുണ്ടല്ലോ, നീ അങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നു നീ വിചാരിക്കേണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷിച്ചാണ് അവളെ അവിടെ നിന്ന് സെക്യൂരിറ്റീസ് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇനി തിരിച്ചു പോകുന്നത് നമ്മുടെ ഷെന്നും ഷിയാങ്കി അതുപോലെ തന്നെ അനനും ഒരുമിച്ചാട്ടോ. പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഒരു ന്യൂസ് കാണാം, ന്യൂസിൽ വേറെ ഒന്നുമല്ല സൂവും അതുപോലെ തന്നെ ഷെന്നും കൂടി വഴക്കൂടിയില്ലേ ഇവളുടെ പേരിൽ അതാ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവൾ ഈ ചിരിയൊക്കെ അടക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ അവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവർ വന്നിട്ട് അവൻ്റെ ഓർഫനേജിൽ ഡീലിങ്സ് എല്ലാം തീർക്കണ്ടായോ. നമ്മുടെ ഷെന്നാണ് നമ്മുടെ അനനെ അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തും ഇവനെ അഡോപ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇവൻ പറയണം ടാങ് എന്ന് പറയുന്നൊരു കൊച്ചില്ലേ ആ കൊച്ചിനും കൂടി അഡോപ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് വാശി പിടിക്കും കേട്ടോ. അപ്പോൾ ടാങ്ങിന് വെച്ച് സങ്കടമാവാണ്, കാരണം അനൻ ഇവന് വേണ്ടിയാണ് ഇത്രയും വാശി പിടിക്കുന്നത്. അപ്പോൾ ടാങ് വന്നിട്ട് പറയാണ് എടാ നീ കാര്യങ്ങൾ മനസ്സിലാക്കി, എനിക്ക് ഇവിടെ നിന്ന് ഞാൻ എവിടെയും വരുന്നില്ല, നിന്നെയല്ലേ അഡോപ്റ്റ് ചെയ്ത് പോകുന്നത്, അപ്പോൾ നീ തന്നെ പോ, മാത്രമല്ല നിനക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തമായിട്ട് വരച്ച് ഡ്രോയിങ് എല്ലാം കൊടുക്കുക. സത്യം പറഞ്ഞാൽ ആ ചെറുക്കൻ വന്നിച്ചാൽ അനൻ്റെ ഒരു പ്രശ്നം വേണ്ടാന്നുള്ള രീതിക്കാണ് ടാങ് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരു ക്യാരക്ടറുള്ള ഒരു കൊച്ചാട്ടോ. എന്നിട്ട് ഇവർ ഓർഫനേജ് വീട്ടിലേക്കൊക്കെ വരും കേട്ടോ നമ്മുടെ അനൻ്റെ ദത്തെടുത്തിട്ട്. അപ്പോൾ വരുന്ന സമയത്ത് അവരൊരു ന്യൂസ് അറിയുവാണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ ഷോ വന്ന് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കുമോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഷോ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്ന് ഇവർ അറിയുക കേട്ടോ. മാത്രമല്ല നമ്മുടെ ആണെങ്കിൽ ഷിയാങ്കിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ ഇങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇവൻ്റെ അടുത്ത് സോറി പറയണം. അപ്പോൾ അവൾ അതിന് വേണ്ടിയൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് ഇവൻ്റെ അടുത്ത് ഇത് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ അനൻ പറയാണ് അമ്മ ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഷെന്നും പറയും ശരിയാ ഇവളിത് ആത്മാർത്ഥമായിട്ട് പറയാമെന്ന് എനിക്കും തോന്നുന്നില്ല. അപ്പോൾ എടുത്തുകൊണ്ട് അനൻ പറയാം എന്നാൽ പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി പണിഷ്മെൻറ്റ് കൊടുക്കണ്ടേ പപ്പാന്ന് ചോദിക്കുന്ന സമയത്ത് ഷെന്നും ഓക്കെ പറയാട്ടോ. അപ്പോൾ പപ്പ ഒരു കാര്യം ചെയ്യും പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ചുണ്ടത്തൊരു കിസ് വാങ്ങാൻ പറയാം കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ ഷിയാങ്കിക്കാണെങ്കിൽ എന്തോ വേണമെന്നില്ല കേട്ടോ. ആ സമയത്ത് എടുത്തോണ്ട് ഷെൻ ചോദിക്കുക നീ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഒരു TV ഷോയുടെ പേര് പറയും. പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങനെ ഷോയൊന്നും കണ്ടുകൂടെ ഇനി മേലൊക്കെ കണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊന്ന് ഉപദേശിക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഷെന്ന് പറയണം ഒരു കാര്യം ചെയ്യും മോനെ ഞാൻ പപ്പയുടെ അടുത്ത് കൂടെ കിടത്തി ഉറക്കാമെന്ന് പറയുന്ന സമയത്ത് അനൻ പറയാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ അമ്മയും പപ്പയുടെയും നടുക്ക് വേണം കിടന്നുറങ്ങാമെന്ന സമയത്തും ഷിയാങ്കി എടുത്തുകൊണ്ട് ഐഡിയ പറയണം മോനെ ഞാൻ കുളിപ്പിക്കാം, മോൻ പപ്പയുടെ കൂടെ ഉറങ്ങ് അമ്മ മോനെ കുളിപ്പിക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവനും ആ ഡീലിങ്സിന് ഓക്കെ പറയാം. അവസാനം ഷിയാങ്കി പോയിട്ട് ഇവനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ കുത്തി അനൻ ചോദിക്കും കേട്ടോ. അവൻ പറ ശരിക്കും വന്നാൽ പപ്പ നല്ല
കൂൾ ഡാഡിയാണ്, നല്ല പൈസയുണ്ട്, യങ്ങാണ്, ഹാൻസം പോലെ. അമ്മയ്ക്ക് പപ്പയെ സ്നേഹിച്ചുകൂടെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി ഒന്നും പറയത്തില്ല കേട്ടോ. മാത്രമല്ല ഇവൻ കുത്തി കുത്തി ചോദിക്കുമ്പോൾ പറ അമ്മയ്ക്ക് ഇച്ചിരി ഇങ്ങനെ പപ്പയോട് സ്നേഹമില്ലേ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഇവൾ പറയാം ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ. മാത്രമല്ല ഷിയാങ്കി പറയാണ് മോനെ ഈ കാര്യം ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് വാക്കും വാങ്ങാം. പിറ്റേന്നാണെങ്കിൽ ഷെന്നും ഷിയാങ്കിയും അതുപോലെ തന്നെ കുട്ടിച്ചെറുക്കാനായിട്ടുള്ള അനനും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടിച്ചെറുക്കാനായ അനൻ പറയാം പപ്പയ്ക്ക് ഒരു കാര്യം അറിയോ, അമ്മ ഇന്നലെ പറയുവാണേ അമ്മയ്ക്ക് പപ്പയെ ഇഷ്ടമാണ്. അപ്പം ഇവന് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനതൊന്നും പുറത്ത് കാണിക്കുന്നത് പറയാണ് മോനെ അങ്ങനെയൊന്നുമല്ല, നിൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയാണോ ഭാവിയിൽ കല്യാണം കഴിക്കുന്ന ആളാണ് നിൻ്റെ അമ്മ, അല്ലാതെ ഷിയാങ്കി അല്ല നിൻ്റെ അമ്മ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അനനാണെങ്കിൽ തിരിച്ചിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല പപ്പയ്ക്ക് അത് അറിയാമെന്നിട്ട് ഭാവിയിൽ ഷിയാങ്കി തന്നെയാണ് അമ്മയാവാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഷെന്ന് ഇവന് വന്ന് ഉപദേശിച്ച് കൊടുച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവനിങ്ങനെ ഫ്യൂച്ചർ വൈഫിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഷിയാങ്കിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഷെന്ന് ഷിയാങ്കിയുടെ അടുത്ത് പറയുവാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവരുടെ മറ്റേ ഷോ അങ്ങ് നിർത്തി വെച്ചേക്കുവാണല്ലോ, പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുവാണല്ലോ. ഇത് വന്ന് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ഇവർ സ്വന്തമായിട്ടൊരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറുടെ സഹായം ഇവർക്ക് വേണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണമെന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി ആലോചിക്കുകയാണ് ദൈവമേ അവിടെയുള്ളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ അവൻ്റെ സഹായം ഇപ്പോൾ അവൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെന്ന് ചെയ്തു തന്നു, ഇനിയിപ്പോൾ ഇതും കൂടി അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് മര്യാദയല്ലല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും ഇതങ്ങ് ചെയ്യണമല്ലോ എന്നുള്ള ടെൻഷനെ അവളിരിക്കും. അത് കഴിഞ്ഞ് ലൂവിനെ കാണുന്ന സമയത്ത് ലൂവും ഈ മറ്റേ മ്യൂസിക് പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിട്ടാവും പറയുന്നത് ഞങ്ങളുടെ മ്യൂസിക് പ്രൊഡ്യൂസർ അവരെ അറിവിലുണ്ട്, അയാളെ സെറ്റാക്കി തരാമെന്ന് പറയാം കേട്ടോ. മാത്രമല്ല ഇവളാണെങ്കിൽ ആ ഷോയുടെ പ്രാക്ടീസിനായിട്ട് ചെല്ലുന്ന സമയത്ത് മെങ്ങില്ലയോ ഇവളുടെ പഴയ കൂട്ടുകാരി, അവൾ വന്നിട്ട് ഇവളൊരുമാതിരി ഇതാക്കിയ പോലെ സംസാരിക്കും. എന്നിട്ട് പറയുന്നത് നിനക്ക് വേണമെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസറാക്കി തരാം, അവൻ്റെ അടുത്ത് പറയാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഷിയാങ്കി പറയണം എനിക്ക് അവൻ്റെ ഹെൽപ്പിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മെങ് പറയണം അവനേക്കാൾ നല്ലൊരാൾ നിനക്ക് കിട്ടാൻ പോകുന്നു വെച്ചുകൊണ്ട് നീ ഇരിക്കുവാണെന്നും പറഞ്ഞിട്ട് മെങ് അവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ ഇവളെന്താ വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവളോട് ഷെന്ന് പറഞ്ഞു കാണും നീ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്താണ് നിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു തരണം, നീ എവിടെയാണ്, നീ സേഫ് ആണെന്ന് എനിക്ക് അറിയണല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ഇവന് മെസ്സേജ് ഇടാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വരും കേട്ടോ. എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇവൾ കയറി വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ഇവന് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ തള്ളി മാറ്റുമോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളടുത്ത് പറയുകയാണ് ഞാൻ ആ മറ്റേ മെങ്ങിൻ്റെ കൂടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഒരു ദിവസം എനിക്ക് ഇച്ചിരി ആൽക്കഹോൾ തന്നിട്ട് മയക്കിയിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്, അല്ലാതെ ഞാൻ ജെന്യുവനായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ഷിയാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ഇവനാണെങ്കിൽ മെങ്ങിനെ പറ്റി നല്ല വൃത്തിയായിട്ട് രീതിക്കാണ് പറയുന്നത്, നമ്മൾ ചീത്ത പെണ്ണാണ് ബിച്ചാണെന്നൊക്കെ രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളിതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവൻ ഇങ്ങനെ കൂടുതൽ അടുത്ത് വരുന്ന സമയത്ത് മറ്റേ വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് അവൻ്റെ മുഖത്തോട്ട് ഒഴിക്കട്ടോ. അപ്പോൾ അവനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയാണ് നീ അനുഭവിക്കൂടി, നീ എൻ്റെ അടുത്താണ് കളിച്ചത് മനസ്സിലായോ, അതിനുള്ളത് നിന്നെ അനുഭവിച്ചിട്ട് ഞാൻ വിടുമെന്നും പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് ഇവളെ നല്ലപോലെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാണ്. ഇനി നമ്മുടെ അനാനാണെങ്കിൽ മറ്റേ ഓർഫനേജിൽ വന്ന് ടാങ് എന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ കൊച്ചിനെ കാണാനേ പോയിക്കോട്ടെ. കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കറുത്ത ചരടിൽ ഒരു ലോക്കറ്റുള്ള പോലത്തെ ഒരു മാലയും കൊടുത്തിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അനാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ തന്നെ ഓർഫനേജ് താമസിക്കുന്ന വേറൊരു കൊച്ചി ഇച്ചിരി റൗഡി പോലെയാന്ന് തോന്നുന്നു അവിടുത്തെ കേട്ടോ. ആ കൊച്ചി വന്നിട്ട് ഈ സ്നാക്സ് എല്ലാം കണ്ടിട്ട് തട്ടിപ്പറിക്കുകയാണ് കേട്ടോ. മാത്രമല്ല മറ്റേ മാല തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് ടാങ് പറഞ്ഞു ഈ സ്നാക്സ് മൊത്തം എടുത്ത് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ മാല ചോദിക്കരുത്, ഇത് ഞാൻ അനാൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുമോ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ മറ്റൊരു ചെറുക്കനുണ്ടല്ലോ ഈ ഓർഫനേജിലുള്ള മറ്റു ചെറുക്കൻ, ആ ചെറുക്കൻ വിചാരിക്കുവാണ് ഓഹോ നീ ഇത്രയും പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിൽ നിന്ന് ആ മാലയും ഞാൻ അടിച്ചു മാറ്റുന്നു, ഈ ചെറുക്കൻ മനസ്സിലാലോചിക്കുവാണ്. എന്നിട്ട് അന്ന് വൈകിട്ട് വന്നിട്ട് ഷിയാങ്കി വന്നിട്ട് ഈ ഷോ എല്ലാം കഴിഞ്ഞ് വന്നിട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് വന്നിട്ട് ഞാൻ വന്നിട്ട് ഇവളടുത്ത് വന്നിട്ട് പറയണം അമ്മ എന്നെ ഒന്ന് കുളിപ്പിക്കാൻ വരും, ഞാൻ മാസ്റ്റർ ബെഡ്റൂമിൽ ബാത്റൂമിൽ കാണുമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ഇവളാലേക്ക് ഇവൻ പറഞ്ഞില്ല എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇങ്ങനെ ബാത്റൂമിൽ കയറി മോനെ താണ്ട് ഞാൻ കുളിപ്പിക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ വാതിലങ്ങ് ലോക്കാവണം. മാത്രമല്ല അവിടെ നിന്ന് വെച്ചാൽ ഷെന്ന കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൾ വാല് തുറക്കാൻ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് അവൻ വന്ന് വാല് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ കാല് തട്ടിയിട്ട് ഇവളുടെ മേല് വീഴുക കേട്ടോ. എന്നിട്ട് ഇവരിങ്ങനെ കണ്ണും നോക്കിയിരിക്കുകയാണ്. മാത്രമല്ല ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് ഇവിടെ വേലക്കാരി ഞാൻ ചെയ്യില്ലോ അവർ അകത്തോട്ട് കയറി വരും, എന്ത് ശബ്ദം എന്നും പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും. അപ്പോൾ അവർ അയ്യോ സോറി ഞാൻ വന്ന ടൈം ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ നമ്മൾ ഷെന്ന് നല്ല ദേഷ്യം വരും. അവൻ എണീറ്റ് നിന്നിട്ട് അവൻ നല്ല കലിപ്പിലാട്ടോ. അപ്പോൾ എടുത്തോണ്ടേ നമ്മൾ ഷിയാങ്കി പറയുകയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പേ ഇവൻ കയറി അങ്ങ് ചൂടാവും. എനിക്ക് നീ ഏത് സമയത്താണ് കയറിയത്, എനിക്കൊരു തേങ്ങയും കേൾക്കേണ്ട കാര്യമില്ല, നീ ഒന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയി തരാമോ, എനിക്ക് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് റേസായിട്ട് അവളോട് സംസാരിക്കും. അപ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടം ആവുന്നതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകട്ടോ. അന്ന് വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഷിയാങ്കിക്കാണെങ്കിൽ ആലോചിച്ച് സങ്കടം, ഇവൾ ആലോചിക്കുകയാണ് ദൈവം എനിക്ക് ഇവനൊന്നും ഇഷ്ടമായി വന്നതായിരുന്നു, എനിക്ക് ആ ഇഷ്ടം പോലും എനിക്കൊന്ന് പറയാൻ പറ്റിയില്ല, എന്തൊരു അവസ്ഥയാണെന്നുള്ള രീതിക്ക് ഇവളിങ്ങനെ ആലോചിക്കും. ഇതേ സമയം നമ്മുടെ ഷെന്നാണെങ്കിൽ ഉറക്കത്തെ സ്വപ്നം കാണും. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ചൈൽഡ്ഹുഡിൽ വന്ന് ഇവൻ്റെ പപ്പയും അമ്മയും തമ്മിൽ നല്ല ടേംസിലല്ലായിരുന്നു. അപ്പം ഇവൻ്റെ അമ്മ വന്ന് ഇവനെ നല്ലപോലെ ഇതാക്കി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്നിട്ട് നിൻ്റെ പപ്പയുടെ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളൊന്നും സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിക്ക് ഒരുപാട് ട്രോമ പോലെ
ഒരു തരം ട്രോമ കൊടുക്കുന്നത് പോലെയാണ് ആ കൊച്ചിൻ്റെ അടുത്ത് മീൻസ് ഷെന്നിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയില്ല സ്വപ്നം കണ്ടു ദുസ്വപ്നം കാണുക കേട്ടോ. പിറ്റേന്ന് ലൂ ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റേ മ്യൂസിക് പ്രൊഡ്യൂസറിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കിയുടെ മനസ്സിലൂടെ ഒന്നുമില്ല. അപ്പോൾ ലൂവിന് മനസ്സിലായി. അപ്പോൾ ലൂ ചോദിക്കും എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എടുത്തോണ്ട് ഷിയാങ്കി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ, അല്ലെങ്കിൽ ആൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എടുത്തോണ്ട് ലൂ പറയാം നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് നിന്നെ ഇഷ്ടമല്ലെന്ന്, നിന്നേക്കാൾ കൂടുതലൊന്നും അവൻ ഇവിടെ ആരും കെയർ ചെയ്യുന്നില്ല അതറിയാവോ. കാരണം വെച്ചാൽ അവൻ്റെ വീട്ടിലൊന്നാതെ അവൻ ഇച്ചിരി പ്രൈവസി ഒക്കെ നോക്കുന്ന ആളാണ്. നിന്നെ അവൻ്റെ വീട്ടിൽ കയറി താമസിക്കുന്നത് നിനക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നു, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ഇഷ്ടമാണെന്ന്, നിനക്ക് വേണ്ടി കെയർ ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലയോ എന്ന് ഷിയാങ്കിയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഷിയാങ്കി ഇച്ചിരി ഹാപ്പി ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല അവൾ ആ ഷോയ്ക്ക് പോകാം. അപ്പോൾ അന്ന് ഷോയ്ക്കൊക്കെ പോയിട്ട് അന്ന് വൈകിട്ടാവുന്ന സമയത്ത് ഇവൾ വന്നില്ല, ടൈമായിട്ട് വന്നില്ല. അപ്പോൾ വന്നിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ലൂവിനെ കോൾ ചെയ്യുന്ന സമയത്ത് ലൂ പറയണം അവൾക്ക് ഇന്ന് എക്സ്ട്രാ ഇച്ചിരി വോക്കൽ ക്ലാസ് ഉണ്ട്. മാത്രമല്ല അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ഞാനങ്ങ് ക്ഷീണിച്ച് ഇന്ന് വൈകിട്ടും കൂടി എൻ്റെ അടുത്ത് അവളെ പിക്കപ്പ് ചെയ്യാൻ പറയാം, നീ വേണമെങ്കിൽ പോയി പിക്കപ്പ് ചെയ്യുന്ന ഷെന്നിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഷെന്നിന് വേറെ വഴിയില്ല, അവനും പിക്കപ്പ് ചെയ്യാൻ പോകാം. അപ്പോൾ അന്ന് വൈകിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവൾക്കൊരു കോൾ വരും, ഒരു അനോണിമസ് കോളാണ്. ആ കോൾ വിളിച്ചിട്ട് പറയണം നിൻ്റെ പപ്പയുടെ മരണത്തിൻ്റെ ഉത്തരവാദികളെ നിനക്ക് അറിയണമെങ്കിൽ നീ എന്നെ കാണാനായിട്ട് കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് വരാൻ പറയും. അപ്പോൾ ഇവള് ലിഫ്റ്റിൽ കയറുന്നതും ഷെൻ വരുന്നതും ഒരുമിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഷെൻ വന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് ഇവളെ കാണത്തൂല്ല, അവളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ടൈമിൽ ഇവൾ താഴെ പോകുന്ന സമയത്ത് ആ കാണാൻ വന്നത് വേറെ ആരുമില്ല, അവൾ അന്ന് കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നല്ലോ, കിഡ്നാപ്പർ പോലെ ഒരാൾ വന്നില്ലേ, അയാളാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തോട്ടോ. ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവളെ ഇവളെ പിടിക്കാനൊക്കെ നോക്കുക കേട്ടോ. ആ സമയത്ത് ഇത് വന്ന് CCTV ക്യാമറ വഴി കണ്ടിട്ട് ഇവർ വരുന്ന സമയത്ത് ഷെൻ ചോദിക്കുക എന്താ പ്രശ്നം ചോദിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ ഒരാൾ കിടന്ന് ഓടിക്കുന്നു, അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ ഇവർ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഏകദേശം ഷെന്നിന് കാര്യം മനസ്സിലാവും. അപ്പോൾ അവന് ഇവരെ കൂടെ ഓടി വരിക. ഈ സമയത്ത് കറക്റ്റ് ഇയാൾ വന്നിട്ട് ഒരു തുണി എടുത്തിട്ട് മറ്റേ ക്ലോറോഫോം പോലെ സംഭവമില്ലേ മയക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഇവളെ മയക്കുക കേട്ടോ. ഈ സമയത്താണ് കറക്റ്റ് ഷെൻ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇവളുടെ കഴുത്തേ പിടിച്ചുകൊണ്ടിരിക്കുക ഇയാൾ. അപ്പോൾ ഇവളെന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ ഷെൻ പറയണം നിനക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പറ, ഞങ്ങൾ ചെയ്തുതരാം, അവളെ വിട്ടേക്കാൻ പറയണം. അപ്പോൾ ഇയാൾ എടുത്തുകൊണ്ട് ആ കിഡ്നാപ്പർ ഉണ്ടല്ലോ എടുത്തുകൊണ്ട് പറയാം നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് 50 മില്യൺ പൈസ തരുവാണെങ്കിൽ ഞാൻ ഇവളെ വിട്ടിട്ട് പൊക്കോളാം എന്ന് പറയണം. അപ്പോൾ ഷെൻ പറയണം ഓക്കെ എനിക്കൊരു 10 മിനിറ്റ് ടൈം തരണം, എൻ്റെ ഫോണിൽ പൈസ കൊണ്ട് ഞാൻ അങ്ങ് അയച്ചേക്കാം, കാരണം വെരിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ് എന്നെ പറ്റിക്കുമല്ലോ എന്ന് പറയും കേട്ടോ. മാത്രമല്ല അപ്പോൾ ഇയാൾ പറഞ്ഞു ശരി എന്നാൽ നീ എൻ്റെ ഫോൺ തറ വയ്ക്കുക, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് നീക്കിയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോണും തറ വയ്ക്കും. അപ്പോൾ ഇയാൾ നൈസിന് ഇത് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഷെന്നി വന്നിട്ട് ഇയാളെ അടിച്ചിട്ടിട്ട് നമ്മുടെ ഷിയാങ്കി എടുത്തുകൊണ്ട് പോകട്ടോ. എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവൾക്ക് ചെറിയ ബോധമുണ്ട്. ആ ബോധത്തിൽ അവൾ വന്നിട്ട് ഷെന്നിനെ നോക്കിയിട്ട് പറയണേ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയും കേട്ടോ. ഇവനിത് കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അവൾ മയങ്ങി പോവുകയും ചെയ്യാം. അങ്ങനെ ഇവൻ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ മൊത്തം ഇവിടെ ഐ ലവ് യു എന്ന് പറഞ്ഞ കാര്യം ഇവൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. മാത്രമല്ല ലൂവും കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എണീക്കേണ്ട ഒരു ടൈം ആവുന്ന സമയത്ത് കറക്റ്റ് ഷെന്നെ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ലൂ ചോദിക്കണം നീ ഇത്രയും ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇവിടെ നിന്ന് പോകേണ്ട കാര്യം എന്താ, അവൾ എണീറ്റിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം അതൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കാം. ഈ സമയത്ത് കറക്റ്റ് അവൻ്റെ സൂവില്ലേ ഇവിടെ ഡാൻസ് മെൻറ്റർ അയാൾ അങ്ങോട്ട് വരും കേട്ടോ. മാത്രമല്ല ഷിയാങ്കി എണീറ്റെന്നൊരു നേഴ്സും വന്ന് പറയുവാണ്. അപ്പോൾ എടുത്തോണ്ട് ലൂ പറയണ ഒരു കാര്യം ചെയ്യും, ഷെൻ നീ പോയി കാണുമെന്ന് പറയുന്ന സമയത്ത് ഷെൻ പറയണേ എനിക്ക് അതിന് താല്പര്യമില്ലെന്ന് പറയുന്ന സമയത്ത് സൂ എടുത്തോണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്താ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് ഇടിച്ച് കയറി പോവാണ്. അപ്പോൾ ലൂ വന്നിട്ട് ഷെൻ്റെ അടുത്ത് പറയണത് ആ കണ്ടേ അവൻ കയറിപ്പോയെന്ന് പറയുന്ന സമയത്ത് ഷെൻ ഇതൊന്നും മൈൻഡ് ആക്കുന്നൊന്നുമില്ല. മാത്രമല്ല മട്ടൺ സൂപ്പ് റെഡിയാക്കിയിട്ടായിരിക്കും ലൂ വന്ന വേലക്കാരി ആൻറ്റിയുടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഷെൻ അവിടെ നിന്ന് പോവാണല്ലോ. അപ്പം ലൂ വന്നിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് സൂ ഇത് തോന്നിയെങ്കിൽ പറയാം അയ്യോ തണുത്ത് പോയല്ലോ, ഞാൻ നിനക്ക് ചൂടോടെ ചിക്കൻ സൂപ്പ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഷിയാങ്കിക്ക് എടുത്തിട്ട് ഇവനത് വാരി കൊടുക്കുക. അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കയ്യിന് വയ്യ, അവൾക്ക് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ തന്നെ അത് വാരി കൊടുക്കുവാണ്. നമ്മുടെ ഷെന്നാണെങ്കിൽ വീട്ടിൽ ചെന്ന് ആലോചിക്കുക. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്, ഇവർ ഷെന്നിൻ്റെ പപ്പയും അമ്മയുണ്ടല്ലോ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും ഷെന്നിൻ്റെ പപ്പ കൊടുക്കുന്നില്ലായിരുന്നു. മാത്രമല്ല ഫിസിക്കലി അവർ ഉപദ്രവിക്കുക അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവർ തമ്മിൽ നല്ല വഴക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടു വളർന്നതുകൊണ്ട് ഷെന്നിൻ്റെ ഉള്ള അതിൻ്റെ ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ഉണ്ട്. അവൻ്റെ ലൈഫ് അങ്ങനെ ആയാലോ, ഒരു പെണ്ണിൻ്റെ ലൈഫ് ഞാൻ നശിപ്പിച്ചാലോ എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ അവർ ഇതെല്ലാം ആലോചിക്കുക. മാത്രമല്ല അനന്നാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷിയാങ്കിയെ കാണാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി വേലക്കാരി ആൻറ്റിയുടെ സഹായത്തോടു കൂടി അവൻ കേക്കൊക്കെ ഉണ്ടാക്കുകയാണ്, പോലെ ലവിൻ്റെ ചിഹ്നമൊക്കെ അതിൽ വരച്ചിട്ട് കൊണ്ടുപോകട്ടെ ഇവർ രണ്ടു പോകാം. ഇത് അനനും അതുപോലെ തന്നെ വേലക്കാരി ആൻറ്റി കൂടി അങ്ങോട്ട് വരും കേട്ടോ. മാത്രമല്ല ഇവൾക്ക് വന്നിട്ട് മ്യൂസിക് പ്രൊഡ്യൂസർ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ സൂ പറയുകയാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് സോങ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സോ ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ പാട്ടൊന്നും നീ കേട്ടോ, നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗിറ്റാറൊക്കെ വെച്ചിട്ട് അവൾക്ക് പാടി കേൾപ്പിക്കുന്ന സമയത്താണ് അനൻ വന്ന് കയറി വരുന്നത്. അപ്പോൾ അനൻ കയറി വന്നോടനെ അവൻ പറയുകയാണ് അങ്കിൾ സൂ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, പിന്നെ എൻ്റെ പപ്പ ഇല്ലാത്ത സമയത്ത് എൻ്റെ അമ്മ അടിച്ചു മാറ്റാൻ നോക്കുവാണോ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെടുത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഷിയാങ്കി പറയണം മോനെ നീ ഒന്ന് അടങ്ങ് മോനെ, അതൊന്നും അല്ല കാര്യം എന്ന് പറയുന്ന സമയത്തും അനൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവൻ പറയാണ് ഇതൊന്നും ശരിയല്ല, ബാക്കിയുള്ളവരുടെ ഭാര്യമാരെ അടിച്ചു മാറ്റുന്നതൊക്കെ ഇയാളുടെ
സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൂവിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുക. അത് ലാസ്റ്റ് പറയണം ഓക്കെ ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഈ ചെറുക്കനൊക്കെ പറഞ്ഞ് സമ്മാനിച്ച് ചെറുക്കനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. മാത്രമല്ല സൂ അവിടുന്ന് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവനും പോവാട്ടോ. മാത്രമല്ല ഇവരെല്ലാം പോയി കഴിയുന്ന സമയത്ത് മെങ്ങ് വരുവാണ്. മെങ്ങ് വരുന്ന സമയത്ത് എടുത്ത് പറഞ്ഞാൽ ഷിയാങ്കിക്ക് ഓൾറെഡി അറിയാലോ അവളൊരു ചീറ്ററാണ്. അപ്പോൾ അവള് പറയാണ് നീ ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം കാണാൻ വേണ്ടിയല്ലേ നീ എന്നെ കാണാൻ വന്നത്, അവരുടെ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ, ആൾക്കാരെ മുന്നിൽ അഭിനയിക്കുകയാണ്, നീ അല്ലെങ്കിൽ മിടിക്കുകയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് മെങ്ങ് പറഞ്ഞു ശരിയാ, പക്ഷേ എങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ വരാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ദൂരത്തോളം അവൾക്ക് വരാൻ പറ്റിയില്ല, ഇവിടെ ഇച്ചിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല ഇത്രയും ന്യൂസ് എനിക്ക് കിട്ടിയാൽ മതി, എന്നാലും എനിക്കുള്ള ആവശ്യമുള്ള പേരൊക്കെ കിട്ടുന്നുള്ള രീതിക്ക് ഇവിടെ സംസാരിക്കാം. അതുപോലെ തന്നെ മെങ്ങ് പറയാണ് എൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് അവനാണെങ്കിൽ നിന്നെ ഇഷ്ടമേ അല്ല, നിനക്ക് അറിയാവോ, അവനെ എന്നെയായിരുന്നു ഇഷ്ടം, പിന്നെ ഇനി നീ ഇപ്പോൾ അടുത്തത് വളയ്ക്കാൻ പോകുന്നത് ഷെന്നിനെ ആയിരിക്കുമല്ലോ, പിന്നെ ഷെന്നി നിന്നെ സ്നേഹിക്കുന്നു വെച്ചിട്ടാണ് നീ ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഒരുമാതിരി ബുള്ളി ചെയ്ത് സംസാരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഷിയാങ്കിക്ക് ദേഷ്യം വന്നിട്ട് പറയാണ് ഓ നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ അധികം പൊക്കി പറയുന്നു വേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ അവനെ നിന്നെ പറ്റിയുള്ള മൈൻഡ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ മെങ്ങിന് ദേഷ്യം വരും. എടുത്തോണം തന്നെ ഷിയാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെക്കോർഡിങ് കേൾപ്പിച്ചു കൊടുക്കുക. അതിലാണെങ്കിൽ ഇവൾ ബിച്ചാണ്, അവൾ വൃത്തികെട്ടവളാണ്, അവൾ എന്നെ ചതിച്ചതെന്നുള്ള ക്ലിപ്സൊക്കെ ഉണ്ടല്ലോ. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മെങ്ങിന് ഇവരൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുകയാണ് നീ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള മറ്റേ ഇവൻ തന്നെ ചെയ്തത് മ്യൂസിക് തന്നെ നീ ചെയ്യടി, എനിക്കതിന് കുഴപ്പമില്ലടി എന്ന് പറയുന്ന സമയത്ത് മെങ്ങിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. മാത്രമല്ല എടുത്തോണം ഷിയാങ്കി ചോദിക്കുകയാണ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് കിഡ്നാപ്പേഴ്സിന് അയച്ചതെല്ലാം ആരാന്നൊക്കെ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നോ നാളെയോ അതിനുള്ള റിപ്പോർട്ട് വരുമ്പോൾ ബാക്കിയുള്ളത് ഞാൻ തന്നോളാം എന്ന് പറയണേ. അതെന്താടി നീ ഞാൻ ചെയ്ത പോലെ പറയുന്നേ, ഇതിലൊന്നും എനിക്കൊരു പങ്കില്ലെന്ന് പറഞ്ഞിട്ട് മെങ്ങ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് മുങ്ങിപ്പോവാട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയും കേട്ടോ. അപ്പോൾ ലൂ വന്ന് ഷെന്നിനെ കണ്ടിട്ട് പറയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാങ്കി ഉണ്ടല്ലോ അവൾ എന്തുകൊണ്ട് ഡിസ്ചാർജ് എങ്ങാണ്ട് ചോദിച്ചു വാങ്ങിച്ചിട്ട്, മാത്രമല്ല നമ്മുടെ സൂ കമ്പോസ് ചെയ്യുന്ന സോങ്ങാണ് അവളവിടെ പ്രിപ്പയർ ചെയ്ത് പാടാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നമ്മൾ ഷെന്നിന് ഇഷ്ടമാവുന്നില്ല, പക്ഷെ അവൻ എന്നിട്ട് പുറത്ത് കാണിക്കത്തില്ലല്ലോ. അപ്പോൾ അവൻ ചോദിക്കുക ലൂവിൻ്റെ അടുത്ത് അവൾക്ക് ഇതുവരെ അവളുടെ അസുഖം മാറിയില്ലോ, പിന്നെ അവൾ എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്, അവളുടെ അടുത്ത് പറയാം ഡിസ്ചാർജ് ആയി പോകരുതെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയാൻ കേട്ടോ. ലൂ എന്നിട്ട് പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുക. അപ്പോൾ ലൂ പറയുകയാണ് എനിക്കറിയാം ഞാനിപ്പോൾ എത്ര നിർബന്ധിച്ചാലും നീ ഇവിടുന്ന് ഒളിച്ചോടിയിട്ടാണെങ്കിലും പോയിട്ട് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, അവിടെ ഞാൻ നിന്നെ കമ്പൽ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ നീ വാ, പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ നിൻ്റെ ഏജൻ്റാണ്, നീ അത് മറക്കരുത്, നീ നിൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ബാക്കിയുള്ള നോക്കാൻ പറ്റൂ, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ ഓക്കെ ഞാൻ ഹെൽത്തൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കിക്കോളാം, ഇപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്ചാർജ് ആയി പോകാനുള്ള രീതിക്ക് എങ്ങനെയൊക്കെയും ഇവനെ കൺവിൻസ് ചെയ്തിട്ട് ഇവളും ലൂവിൻ്റെ കൂടെ പോകാട്ടോ. ഇനി അവൾ അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതറിഞ്ഞിട്ട് ഷെൻ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. മാത്രമല്ല ഇവ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ കൂടുതൽ ട്രെയിനിൽ പെൺപിള്ളേരില്ലേ അവരൊക്കെ അവിടെ നിന്ന് പോകട്ടെ. മാത്രമല്ല ഇവരുടെ അടുത്ത് പറയണം നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അടുത്ത് ഞങ്ങൾ 10 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് ആയിട്ടേക്കുന്നത്, ഇവൻ്റെ കമ്പനി വന്ന് 10 വർഷത്തേക്കുള്ള ഐഡോളാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ ഐഡോൾ ട്രെയിനിങ് ആക്കിയിട്ട് പെർഫോമൻസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു എഗ്രിമെൻ്റ് ഇട്ടേക്കുന്നത്. നീ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിനപ്പോൾ നിനക്ക് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കമ്പനിയല്ലേ തീരുമാനിക്കുന്നത്. മാത്രമല്ല നീ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, നിനക്ക് പറഞ്ഞ പോലെ 10 വർഷത്തേക്കുള്ള ബാക്കി ഏതെങ്കിലും ഒരു ഷോയിൽ ഞാൻ പെർഫോമൻസ് തരാം, പക്ഷേ ഇത് നിനക്ക് പറ്റത്തില്ല, ഇത് ക്യാൻസൽ ചെയ്യിക്കുന്നു പറഞ്ഞിട്ട് ഷിയാങ്കി അവിടെ നിന്ന് പറഞ്ഞിടുക. എന്നിട്ട് പിന്നെ ഷെൻ നേരെ പോകുന്ന ആരെടുത്തേക്കും സൂവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഒറ്റ എടുത്തം കാരണമാണ് അവൾ ഈ വന്നിട്ട് ഇത്രയും അങ്ങ് റിസ്ക് എടുക്കുന്നത്, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ സൂപ്പറാണ് അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞു, അവളിപ്പോൾ ഒരു മേജറാണ്, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം അവളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്, മനസ്സിലായോ, മാത്രമല്ല അവൾക്കത് ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ അതിന് എതിര് നിൽക്കുന്നതെന്ന് സൂവും പറയണം. മാത്രമല്ല സൂ ഒരു കാര്യം കൂടി പറയണം, നിനക്ക് അവളുടെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്തുമല്ല അവളെ ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ട് അവൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ നീ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് ഷെന്നിൻ്റെ അടുത്ത് സൂ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാങ്കി വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഷെന്നി ഇതിലുള്ള പരിപാടി വെച്ചാൽ 2 ബോഡി ഗാർഡ്സിന് വീടിന് പുറത്ത് വെച്ചേക്കുക. അവിടെ ഷിയാങ്കിക്ക് ഒരു തരത്തിൽ ആ വീട്ടിൽ നിന്ന് ചാടി പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവള് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് ഈ ബോഡി ഗാർഡ്സ് കാരണം ഇറങ്ങാൻ പറ്റുന്നില്ലോ. അപ്പോൾ ലൂവിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി വരാം കേട്ടോ. അപ്പോൾ ലൂ പറയാണ് വേറെ വഴിയൊന്നുമില്ല മോളെ, ഷെന്നൊരു കാര്യം തീരുമാനിച്ചാൽ അവൻ അത് ചെയ്തിരിക്കും, അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, നമുക്ക് എന്തായാലും അവനെ എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ വേലക്കാരി ആൻറ്റിക്ക് എങ്ങനെയെങ്കിലും ഷെന്നും അതുപോലെ തന്നെ ഷിയാങ്കിയും കൂടെ ഒന്നിക്കണം എന്നാണല്ലോ ആഗ്രഹം. അവിടെ ഈ വേലക്കാരി ആൻറ്റി ലൂവിൻ്റെ അടുത്ത് പറയണം നീ ഇവിടെ ഉണ്ടായാലും ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാവും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഡിന്നറും കൂടി എങ്ങനെയും കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൂവിനെ അവിടെ പിടിച്ചു വരുത്താം. അങ്ങനെ അന്ന് രാത്രിയാവും ഡിന്നർ കഴിക്കുന്ന സമയത്ത് ലൂ വന്നിട്ട് നമ്മുടെ ഷെന്നിന് വന്നിട്ട് എങ്ങനെയെങ്കിലും അവളുടെ അടുത്തൊരു തോന്നല്ലോ, അതിന് വേണ്ടി ലൂ പറയണം നമ്മളെല്ലാം ഫുഡ് കഴിച്ചു, പാവ ഷിയാങ്കി ഇതുവരെ ഒന്നും കഴിച്ചതുമില്ല, മെഡിസിൻ ഒന്നും എടുത്തതുമില്ല, പാവ അവളുടെ കാര്യം കഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് വേലക്കാരി ആൻറ്റിയും വന്നിട്ട് ഇതിനങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ പാവനൻ നമ്മൾ ഷെന്നിന് വിഷമം വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പാവനൻ്റെ കാര്യം അവനാണെങ്കിൽ ഫുഡെല്ലാം ഒരുക്കി നമ്മൾ ഷിയാങ്കി കൊണ്ടുകൊടുക്കാനായിട്ട് പോകാം.
എന്നിട്ട് അനനാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ നിർബന്ധിക്കുന്നത്. അവസാനം അനനെല്ലാം പോയി കഴിഞ്ഞ സമയത്ത് ഷെൻ അങ്ങോട്ട് വരും കേട്ടോ. ഷെൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്താ ഫുഡ് കഴിക്കുന്നില്ല, അതുപോലെ തന്നെ മെഡിസിൻ എടുക്കുന്നില്ല എന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പറയണം, ഞാൻ ഈ ഒരു സമരം ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ വിചാരിക്കേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ പേഴ്സണൽ ലൈഫല്ലേ, ഇതിലെന്താ അത് വേണ്ട, എനിക്ക് എന്തുമായാലും ഈ ഒരു ഷോയിൽ പങ്കെടുത്തേ പറ്റും, എനിക്ക് എന്തുമായാലും ഫസ്റ്റ് എത്തേ പറ്റും, ഇതെൻ്റെ ഒരു മാന്യതയുടെ ഭാഗം കൂടി, അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴാണ് ഞാൻ ഈ തീരുമാനത്തിൽ മാറുന്ന നീ ഒരിക്കലും വിചാരിക്കണമെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവും അങ്ങനെ പോകാൻ നിൽക്കോട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഷിയാങ്കി വന്ന് ഇവരെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് പറയണം, ഞാൻ അന്ന് മയങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നില്ലെന്ന് വിചാരിക്കുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ അതിനൊരു റിപ്ലൈ തന്നില്ലെന്ന് പറഞ്ഞ സമയത്ത് ഷെൻ പറയാമെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാൻ പോവാന്ന്. അപ്പോൾ എടുത്തവരാണ് ഈ നോ ആണെങ്കിൽ തന്നെ എൻ്റെ മുഖത്ത് നോക്കി നോ പറയാനുള്ള ഒരു ധൈര്യം കാണിക്കേ, യെസ്സോ നോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയേ പറ്റുമെന്ന് പറയുന്ന സമയത്ത് എടുത്തോളം ഷെൻ പറയണം, ഓൾറെഡി എൻ്റെ മാരേജ് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് മാരേജ് കോൺട്രാക്റ്റ് ഉണ്ടാവുകൊണ്ട് പിന്നെ പറ്റത്തില്ല പറയുന്ന സമയത്ത് ഷിയാങ്കിക്ക് അങ്ങ് കണ്ണ് കറിയോട്ടോ. അപ്പോൾ അവൾ പറയണം ശരി എന്നാൽ പിന്നെ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നതിന് അർത്ഥമില്ല, ഞാനിവിടുന്ന് പോകാമെന്ന് പറയുന്ന സമയത്ത് ഷെൻ പറയണം ശരി എന്നാൽ നീ പൊക്കായതിന് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം കേട്ടോ. പാവം നമ്മുടെ ഷിയാങ്കി നല്ല സങ്കടമായി അവൾക്ക് കേട്ടോ. പിറ്റേന്ന് തന്നെ അവൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് അനനാണെങ്കിൽ മനസ്സിലായി ഇവൾ എവിടെയാണ് പോവാന്ന്. അപ്പോൾ ഇവൾ പറയണം എനിക്ക് ഷോയുടെ ഭാഗമായിട്ട് ഞാൻ ഇച്ചിരി ദിവസം മാറിയിരിക്കാൻ പോവാണ് മോനെ എന്ന് പറയുന്ന സമയത്ത് അനൻ പറയാണ് പറ്റത്തില്ല അമ്മ, എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ നിന്നേ പറ്റുന്നുണ്ട്. ഇവൻ കുറേ വാശി പിടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ എടുത്തോണ്ട് വേലക്കാരി ആൻറ്റി ഇവൾ ഇവിടുന്ന് പോകുന്ന അവർക്ക് ഇഷ്ടമല്ലല്ലോ. അവർ പറയണം മോളെ ഈ കുഞ്ഞാണെങ്കിൽ ഇച്ചിരി അല്ലുള്ളൂ, അവന് വിഷമിപ്പിക്കുന്നത് ശരിയല്ലോ, അവിടെ നീ ഒരു കാര്യം ചെയ്യും ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഷിയാങ്കിനെ കൺവിൻസ് ചെയ്ത് അവിടെ തന്നെ നിർത്തുവാണ്. ഇതേ സമയം കാണിക്കും നമ്മുടെ ഷെന്നാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയേക്കാം. അപ്പോൾ അവൻ്റെ ഈ ചൈൽഡ്ഹുഡിലെ എല്ലാ കാര്യം പറയുന്ന സമയത്ത് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് എല്ലാ ഫാമിലി ലൈഫും ഒരുപോലെ എൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവൻ പറയണത് എൻ്റെ പപ്പയും അമ്മയും ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു, പിന്നീട് എൻ്റെ പപ്പയ്ക്കൊരു വേറൊരു ലേഡിയുടെ ഇഷ്ടത്തിലായി, അവരിലൊരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് എൻ്റെ അമ്മയെ ഇഷ്ടമില്ലാതായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എനിക്കും വരരുത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിൽ വരുന്നുള്ള കാര്യം ഇവനൊരു ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് എല്ലാ ഫാമിലിയും ഒരുപോലെ ആയിരിക്കത്തില്ല, പലതും പല ഡിഫറെൻ്റാണ്. സ്നേഹത്തിൽ ജീവിക്കുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ ഷിയാങ്കി എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറയണം. അപ്പോൾ ഇവൻ പറയണമൊന്നും പറ്റത്തില്ല, അത് ഇച്ചിരി പേഴ്സണലാണ്, അതുകൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തന്നെ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും, അറ്റ്ലീസ്റ്റ് അവളുമായിട്ടൊരു റിലേഷൻഷിപ്പിനും ട്രൈ ചെയ്യും, അപ്പോഴെങ്കിലും നീൻ്റെ ഈ ഒരു മെൻ്റൽ കണ്ടീഷൻ ഒന്ന് ഓക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്ന് വരുവാണ്. മാത്രമല്ല ഇതേ സമയം നമ്മുടെ ഷിയാങ്കിക്ക് വന്നിട്ട് അവളുടെ ഗ്രാൻഡ് പ വന്ന് കോൾ ചെയ്യുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പ ഈ നഗരത്തെ വന്നിട്ടുണ്ട്, ഇവളുടെ അടുത്ത് പെട്ടെന്ന് ഒന്ന് കാണാൻ പറയാം. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇവിടുന്ന് ഇറങ്ങാനും പറ്റത്തില്ല. ഇപ്പോൾ ഇവള് വന്ന് വേലക്കാരി ആൻറ്റിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് വേലക്കാരി ആൻറ്റി പറയാണ് മോളെ നീ ഇപ്പോൾ ഇറങ്ങിപ്പോയ കാര്യം സെറ്റ് ആവത്തില്ല, നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂസ് റിപ്പോർട്ടേഴ്സ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വഷളാവും കാര്യങ്ങൾ, അതുകൊണ്ട് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പേ വിളിക്കാനായിട്ട് അവിടുത്തെ ഒരു ഡ്രൈവറില്ല, അയാളെ വിടുവാണ് ഈ വേലക്കാരി ആൻറ്റി. അങ്ങനെ ഗ്രാൻഡ് പേ വന്നിറങ്ങും കേട്ടോ. ഗ്രാൻഡ് പേ വന്നിറങ്ങുന്ന സമയത്ത് ഇവൾ വന്നിട്ട് ഗ്രാൻഡ് പേയുടെ അടുത്ത് കാര്യം പറയുന്ന സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കുകയാണ് നീ എന്താ ഈ വീട്ടിൽ സ്റ്റേ ചെയ്തതെന്ന്. അപ്പോൾ പറയുന്നത് എൻ്റെ ബോസിൻ്റെ വീട് അവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഗ്രാൻഡ് പേരാണ് അതൊരിക്കലും ശരിയായ കാര്യമില്ല, ബോസ് നിനക്കൊരു ഹോട്ടലിലോ നിൻ്റെ വീടിന് എന്തെങ്കിലും പ്രശ്നം നീ ഹോട്ടലെങ്ങാനും പോയി സ്റ്റേ ചെയ്യണം, ഇവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ഷെന്നും വരും കേട്ടോ. പക്ഷേ എന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് പറയാണ്ട് നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോകാം ഗ്രാൻഡ് പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ഇയാളെ പറഞ്ഞൊന്ന് സെറ്റിലാക്കിയിട്ട് ഇവരെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഡിന്നർ കഴിയുന്ന സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കുകയാണ് ഇത് ഏതാ കൊച്ചിനെ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ് എൻ്റെ അഡോപ്റ്റഡ് സണ്ണാണ് അനൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ വന്ന് നമ്മുടെ ഷിയാങ്കിയെ വന്ന് അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്ന് ഗ്രാൻഡ് പേ ഓക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേയും പറയാണ് ഇനി ഞാൻ ഇവളോട് നിർത്തുന്നില്ല, ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ രണ്ടും കൂടി മാറിക്കോളാം എന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഷെന്നി തന്നെ ഇതെന്ന് പറയുന്നത്. പക്ഷേ അനൻ്റെ കാര്യമാണ് കഷ്ടം, അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് നമ്മുടെ ഷെൻ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അവസാനം ഇവരും വന്നിട്ട് ഓക്കെ ഇതാവുകയാണ്. ഇത് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് പേ അതുപോലെ ഷിയാങ്കിയും കൂടി സംസാരിക്കും കേട്ടോ. സംസാരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കുകയാണ് എടി നിനക്ക് വന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ഒരാൾ വന്ന് എന്നിട്ട് നീ ഒരു കാര്യം പോലെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ എന്താ, എനിക്കെന്താ നിന്നെപ്പറ്റി ഒരു തണ്ണവും കാണത്തില്ല എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് പറയും എൻ്റെ കാര്യം ലൈഫിലുള്ള ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഗ്രാൻഡ് പേ വിഷമിക്കരുതെന്ന് വെച്ചിട്ട് ഗ്രാൻഡ് പേ ഞാൻ പറയാൻ ഷെയർ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡ് പേ പറയണം എടി എനിക്ക് ഇത്രയും വയസ്സായി കാണാം, പക്ഷെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും മാറത്തില്ല, കാരണം നീ എൻ്റെ കൊച്ചുമോളാണ് മനസ്സിലായോ, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കിയൊന്നും, പിന്നെ എൻ്റെ ശരീരം ഇച്ചിരി വീക്കായിരിക്കും, അതൊന്നും നീ കാര്യം വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഗ്രാൻഡ് പേ പറയുകയാണ്. എന്നിട്ട് ഗ്രാൻഡ് പേ ചോദിക്കണം അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അവരാണെങ്കിൽ കാണാൻ ഹാൻഡ്സം ഒക്കെ അല്ലേ, നിനക്ക് എന്താ അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കി പറയാണ് എനിക്ക് ആളെ ഇഷ്ടമാണ് പക്ഷേ ആൾ റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡ് പറയാം ഓക്കെ എന്നാൽ ഫൈൻ ഓക്കെ നമുക്കെന്നാൽ അങ്ങനെ ആയിരിക്കട്ടെ കുഴപ്പമില്ലെന്ന് പറയാം കേട്ടോ. മാത്രം ടാങ്കിനെ കാണാനായിട്ട് നമ്മുടെ
കുട്ടി ചെറുക്കനായിട്ടുള്ള അനൻ പോയേക്കുക. അവനാണെങ്കിൽ പിന്നെ കുറേ ദിവസം ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ടാങ് ടാങ് പറയാണ്, അല്ല നീ ഇനി ഒരിക്കലും എന്നെ കാണാൻ വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പറഞ്ഞ സമയത്ത് അനൻ പറയാണ്, എനിക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷേ പപ്പയും അമ്മയും തമ്മിൽ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, എന്നാൽ നിനക്ക് ഞാൻ കുറേ സ്നാക്സ് കൊണ്ടുവന്നെന്ന് പറയട്ടോ. ഈ സമയത്ത് നോക്കുന്ന സമയത്ത് ടാങ്ങിൻ്റെ കയ്യിൽ എന്തൊരു ചുമന്ന പാടെങ്ങാണ്ടുണ്ട്, വീണതോ ആരും ഉപദ്രവിച്ച പോലത്തെ ഒരു പാടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അനൻ ചോദിക്കും കേട്ടോ. എടുത്തോണ്ട് പറയാം, ഇല്ലല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇത് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീണപ്പോൾ സ്ലിപ്പായി വീണപ്പോൾ പറ്റിയതെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ട് ഇച്ചിരി നമ്മൾ പറഞ്ഞില്ലേ വേറൊരു ചെറുക്കൻ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവൻ കയറി വരും കേട്ടോ. അവൻ കയറി വന്നിട്ട് വേണേ അനൻ കൊണ്ടുവന്ന സാധനമൊക്കെ എനിക്ക് നേരത്തെ കൂട്ടി എത്തിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ അനന് കാര്യം മനസ്സിലാവണം. അനൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കും കേട്ടോ. ലാസ്റ്റ് അനനെ അവിടെ നിന്ന് പോകാം. പോകുന്ന സമയത്ത് ഈ ചെറുക്കൻ വന്നിട്ട് നമ്മുടെ ടാങ്ങിനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഏട്ടാ നീ എന്തു വച്ചാൽ എനിക്ക് എടുത്ത് താന്ന് പറയുന്ന സമയത്ത് ടാങ് അതിന് ഓക്കെ ആവത്തില്ല കേട്ടോ. ആ സമയത്ത് ഈ ചെറുക്കൻ വന്നിട്ട് ടാങ്ങിനെ അടിക്കാൻ നിൽക്കുന്ന കറക്റ്റ് വന്നിട്ട് നമ്മുടെ അനൻ വന്നിട്ട് അവിടെയുള്ള ഒരു മാഡം ഉണ്ടായിരുന്നല്ലോ, ഇവരെയൊക്കെ നോക്കുന്ന ഒരു ലേഡി, അവരെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അവരെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പിന്നെ ഈ ചെറുക്കനെ അടിക്കാനൊന്നും പറ്റില്ല. ആ ചെറുക്കൻ പറയാം, ഓ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ, നിൻ്റെ സ്വഭാവം ഇതൊക്കെയല്ലേ, നിനക്ക് നല്ല പണിഷ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കനെ വന്നിട്ട് അവരുടെ ഓഫീസ് റൂമിൽ വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അവിടുത്തെ പ്രശ്നമെല്ലാം തീർന്നുകൊണ്ട് തന്നെ അനൻ തിരിച്ചു വരികയും ചെയ്യാം കേട്ടോ. മാത്രമല്ല ടാങ് വന്നിട്ട് അനൻ്റെ അടുത്ത് സീക്രട്ടായിട്ട് നമ്മുടെ ഷെന്നും അതുപോലെ തന്നെ യാങ്കി ഒന്നിക്കാനുള്ള ടിപ്പ് എങ്ങാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അനനാണെങ്കിൽ നമ്മുടെ ലൂവിന് മെസ്സേജ് അയക്കും കേട്ടോ. ഓൾറെഡി നമ്മുടെ ഷ്യാങ്കി വന്ന് അവിടെ വന്ന് പ്രാക്ടീസിലാണ്. അപ്പോൾ ലൂവിൻ്റെ അടുത്ത് പറയണം, നമ്മുടെ മറ്റേ സൂ എന്ന് പറയുന്ന അങ്കിൾ അവിടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചു താന്ന് പറയാം കേട്ടോ. അപ്പോൾ ലൂ പറയണേ, നീ നിൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ അമ്മേനെ കാണിക്കൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല അങ്കിളൊന്ന് അയച്ചു താന്ന് പറയുന്ന സമയത്ത് ഇവനും ആ ഫോട്ടോ എടുക്കേണ്ട പകരം ഇവനങ്ങ് വീഡിയോ തന്നെ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവരെന്താണ് ഒരു സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് എടുത്ത് അയച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഷെന്നി വരുന്ന സമയത്ത് അനൻ പറയാണ്, പപ്പ നോക്കുവപ്പോൾ ആ സൂ എന്ന് പറയുന്ന അങ്കിളില്ലയോ, ആ അങ്കിളിൻ്റെ കൂടെ അമ്മ എന്തൊരു ക്യൂട്ടാ, അവർ രണ്ടും നല്ല മാച്ച് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് വെറുപ്പിക്കുക കേട്ടോ. നമ്മൾ ഷെന്നിനെ ചുമ്മാ അങ്ങ് എരിപിരി കയറ്റി വിടുവാണ് ഈ അനൻ. എന്നിട്ട് ഇവൻ ഈ കലിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഷിയാങ്കി വന്ന് ലിൻഷാൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനി വന്ന് ശരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷെന്നിൻ്റെ അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞ് കാണത്തില്ല, അവൻ്റെ ചെറുപ്പത്തിൽ ഇവൻ്റെ പപ്പയ്ക്ക് വേറൊരു ലേഡിയായിട്ട് അഫെയർ ഉണ്ടായിട്ടൊരു മോനുണ്ടായിരുന്നു. യെസ്, അവൻ്റെ കമ്പനിയാണ് ഈ ലിൻഷാൻ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അവൻ്റെ അനിയൻ, ഇപ്പോൾ ഷെന്നിൻ്റെ അനിയൻ വന്നിട്ട് പറയുവാണ്, ബ്രദർ വന്നിട്ട് പറയുവാണ്, ഇന്ന് വന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യണം, ഡിന്നർ ഒരുമിച്ച് കഴിക്കണം, കുറേ കാലമായാലും കണ്ടിട്ട്, അവളോട് വരാൻ പറഞ്ഞിട്ട്. മാത്രമല്ല നീയാണെങ്കിൽ സ്വന്തമായിട്ട് നിൻ്റെ ഇഷ്ടത്തിനല്ല ഈ കമ്പനിയെല്ലാം പണിതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും വരത്തില്ലായിരുന്നു, നിനക്ക് കുടുംബസ്വത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു മാതിരി ഇൻസൾട്ട് ചെയ്തിട്ട് സമയത്ത് വരാൻ പറഞ്ഞിട്ട് പോട്ടോ. അന്ന് രാത്രി അതുപോലെ തന്നെ ഡിന്നറിന് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ പപ്പ വന്നോണ്ട് ഷെനിൻ്റെ പപ്പ വന്നോണ്ട് ഷെനിൻ്റെ ബ്രദർ നേരെ ചെന്നിട്ട് പപ്പയോട് ഭയങ്കര സ്നേഹമുള്ള പോലെ അങ്ങ് അഭിനയിക്കും. മാത്രമല്ല പറയുകയാണ്, പപ്പ ഒരു കാര്യം അറിഞ്ഞോ, നമ്മൾ ചേട്ടനുണ്ടല്ലോ ഒരു കൊച്ചിനെ ദത്തെടുത്തുന്നത്, ചേട്ടനൊരു ഫാമിലി തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, നമ്മുടെ കുടുംബസ്വത്തിന് ആ കൊച്ചിനല്ലേ പോകാന്നൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ഷെനിൻ്റെ പപ്പ പറയാണ്, ശരിയാണ് ഇവൻ എന്ത് പരിപാടിയെ കാണിച്ചേ, സത്യം പറഞ്ഞാൽ നിനക്കൊരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചുകൂടെ ഷെൻ, നീ തന്നെ ഒരു കൊച്ചിനൊക്കെ ദത്തെടുത്ത് ചുമ്മാ നമ്മുടെ പേര് ദോഷം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനെ വഴക്ക് പറയാം. മാത്രമല്ല ഇവരിങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കും കേട്ടോ. ഇതേ സമയം നമ്മുടെ അനൻ ചെയ്യുന്ന പരിപാടി എന്നറിയോ, നമ്മുടെ ഷിയാങ്കി എങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി റെസ്റ്റോറൻറ്റ് വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ. എന്നിട്ട് അവനാണെങ്കിൽ കിടന്ന് കുറേ ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷിയാങ്കി ചോദിക്കുന്നത്, എന്തിനാ മോനെ ഇത്രയും ഫുഡ്, ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എടുത്തുകൊണ്ട് അനൻ പറയണം, അമ്മ അതൊക്കെ ഞാൻ കഴിച്ചോളാം, അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട, ഇത് അമ്മയ്ക്കൊരു ട്രീറ്റ് പോലെ, അമ്മയ്ക്ക് നാളെ കഴിഞ്ഞ് മറ്റേ സോങ്ങിൻ്റെ കോമ്പറ്റീഷനും ഇല്ലയോ, അപ്പോൾ അമ്മ അതിന് വേണ്ടി നല്ല ചിയറപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യാം കേട്ടോ. മാത്രമല്ല ആ ലേഡി വന്നിട്ട് കുറേ ചാമ്പ്യനും ബീറും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാര് പേ ചെയ്യുന്ന ചോദിക്കുന്ന സമയത്ത് പറയണം, അതിനെന്തിനാ നിങ്ങൾ പേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു ചെറുക്കൻ വന്നിട്ട് അവൻ്റെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതെടുത്ത് കൊടുക്കുക. ഇതേ സമയം കാണിക്കുവാണ് ഈ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുമ്പോൾ അതിന് ബില്ല് വന്ന് മെസ്സേജ് വരുമല്ലോ ബാങ്ക് അക്കൗണ്ടിൻ്റെ, അത് വന്നിട്ട് നമ്മുടെ ഷെന്നിന് ചെയ്യും. അപ്പോൾ ഷെൻ എന്താ മെസ്സേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തതിൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഇവൻ വേഗം അത് തപ്പുക കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ഈ പപ്പയും അതുപോലെ തന്നെ ഈ ഷെന്നിൻ്റെ ബ്രദറും ചോദിക്കണം എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാം, അല്ല എൻ്റെ ക്രെഡിറ്റ് കാർഡ് കാണാതെ പോയെന്ന് തോന്നുന്നു, അതിപ്പോൾ വലിയ പ്രശ്നമില്ല എന്ന് പറയുന്ന സമയത്ത് എടുത്തുകൊണ്ട് ഇവൻ്റെ ബ്രദർ പറയണം, ഓ പോയി ക്രെഡിറ്റ് കാർഡ് പോലും നിനക്ക് സൂക്ഷിക്കാൻ വേണ്ടി നീയൊക്കെയാണ് ഒരു കമ്പനി നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനെ സത്യം പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എപ്പോഴും ആ ഒരു ബ്രദർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
മാവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവൻ്റെ കൂടെ തന്നെ ഇവൻ്റെ ബ്രദറും വരും കേട്ടോ. മാത്രമല്ല ഇവൻ പറയുകയാണേ, ചേട്ടാ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. സത്യം പറഞ്ഞ ചേട്ടൻ ഈ നല്ലത് നായ്ക്കറിയത്തില്ല എന്ന് പറയുന്ന സ്വഭാവമാണല്ലേ. എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടത് അവളെ ചേട്ടൻ ആദ്യം സ്വീകരിച്ച്, പിന്നെ എന്തുവാ ആ കൊച്ചിന് അകത്തെടുത്തിരിക്കുന്നു. ചേട്ടൻ എന്തുവാ അല്ലെങ്കിൽ ഈ ഗാർബേജ് ഒക്കെ എടുക്കുന്ന സ്വഭാവമാണല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷെന്നിന് വന്ന് ഭയങ്കര ദേഷ്യം വന്ന് ഇവനെ അങ്ങ് അടിച്ചിടുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അനൻ്റെ മെസ്സേജ് വരുന്നത്. വേറെ ഒന്നുമല്ല, അതിനെ മെസ്സേജ് ഇട്ടേക്കണം, അമ്മ താണ്ടി കുടിച്ച് ബോധമില്ലാതെ നിൽക്കുക, അപ്പം എങ്ങനെയെങ്കിലും വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇടുക. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് വേഗം വരുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കിക്കാണെങ്കിൽ ഒട്ടും ബോധമില്ല കേട്ടോ. ഇവനെ കാണുന്നുണ്ട് പറയുകയാണ്, നീ ഒറ്റയിടത്തും കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുക. അപ്പോൾ ഇവനൊന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇവൾ പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ അതിന് റിപ്ലൈ തന്നില്ല, എനിക്ക് സങ്കടമായി, അതാണ് ഇന്നുകൊണ്ട് ഇവൾ എന്തൊക്കെയോ കിടന്ന് ഓലർ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് ഇവനെ കയറി കിസ് ചെയ്യുക. എന്നിട്ട് പറയണേ, ഇതൊന്നും നിനക്ക് ഇഷ്ടമാവത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറയുന്ന സമയത്ത് ഇവനും തിരിച്ചങ്ങ് കിസ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം വന്ന് പാവം നമ്മുടെ അനൻ വന്ന് കണ്ട് കണ്ണൊക്കെ മൂടിയിട്ടാണ് അവൻ ഇരിക്കുന്നത്. മാത്രമല്ല ഇവന് ഇതിലൊരു സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. ലാസ്റ്റ് ഇവൾക്ക് ഒട്ടും ബോധമില്ല, ഇവൾക്ക് തല കറങ്ങുന്നൊക്കെ പറയുമ്പോൾ ഇവൻ അവളെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകണം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കിടക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവൻ്റെ കഴുത്തേക്ക് കിസ് ചെയ്തിട്ട് പറയണം, പോലെ ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് ഇവൾ ആ ഒരു കള്ളു കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രശ്നം അതൊന്നുമല്ല, എടുത്തോണ്ടേ ഇവരവിടെ നിൽക്കാം, ഓക്കെ അവളുടെ കൂടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേലക്കാരി ആൻറ്റി വിളിച്ച് പറയുകയാണ്, നമ്മുടെ ഷിയാങ്കി അവരുടെ ഹോട്ടലിലേക്ക് ചെല്ലാത്തത് കൊണ്ട് അവളുടെ ഗ്രാൻഡ് പ വന്നിട്ട് അവിടെ വന്നിരിപ്പോണെന്നും. ആളാണെങ്കിൽ ഭയങ്കര ടെറർ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. വന്നുകൊണ്ട് തന്നെ ചൂടാവുക, നീ എന്തോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് കുറേ പൈസ ഉണ്ടെന്നും പറഞ്ഞിട്ട് എൻ്റെ കൊച്ചുമോളെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യിപ്പിക്കാനാണ് വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേ സംസാരിക്കുവാണ്. അപ്പോൾ എടുത്തുകൊണ്ട് ഷെൻ പറയാം, അതൊന്നുമല്ല, അവൾക്കൊട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് അവൾ കിടന്നേ, ഞാൻ അവളെ പിക്കപ്പ് ചെയ്യാൻ പോയത്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലെന്ന് പറയുന്ന സമയത്ത് എടുത്തുകൊണ്ട് ഗ്രാൻഡ് പ പറയണം, എനിക്കതൊന്നും അറിയേണ്ട കാര്യം, ഇന്ന് എനിക്ക് രണ്ടിലൊരു തീരുമാനം അറിയണം. ഒന്നെങ്കിൽ അവൾ നിൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ നീ അവളെ ലൈഫിൽ സ്വീകരിക്കുക, മീൻസ് അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ മാത്രം നീ അവളെ ഇവിടെ നിർത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ കൊച്ചുമോളെ ജീവിതം വെച്ച് ഞാൻ കളിക്കത്തില്ല, അവളെ ഇപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോകും, ഇനി ജീവിതത്തിൽ ഒരിക്കലും നീ അവളെ കാണത്തില്ലെന്ന് പറയണം. അപ്പോൾ എടുത്തോണ്ട് ഷെൻ പറയുകയാണ്, എനിക്ക് അവളെ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡ് പയ്ക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ ഇവൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഗ്രാൻഡ് പ അവിടെ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ ഗ്രാൻഡ് പ ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഷിയാങ്കിക്കും ഇഷ്ടമാണ്, ഈ ഷെന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അപ്പോൾ ഇവർ കല്യാണം കഴിച്ച് ജീവിച്ചോടുന്ന രീതിക്ക് ഗ്രാൻഡ് പ ഒക്കെ ഡിസൈഡ് ചെയ്യുവാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നമ്മളെ പാവം ഷിയാങ്കി കേട്ടോ, അവൾക്കാണെങ്കിൽ ഒരു കാര്യവും ഓർമ്മയില്ല. അപ്പോൾ രാവിലെ തന്നെ അനൻ പറയുവാണ്, അമ്മയ്ക്കൊരു കാര്യം അറിയോ, ഇന്നലെ അമ്മയ്ക്കാണെങ്കിൽ കുടിച്ചൊരു ബോധമില്ലായിരുന്നു, അമ്മ കയറി പപ്പയെ കിസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ദൈവമേ ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണോ ചെയ്തു വെച്ചേക്കുന്നത്, ഇനിയിപ്പോൾ രാവിലെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന രീതിക്ക് നിൽക്കും. അപ്പോൾ ഇതേ സമയം തന്നെ ഷെൻ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഷെൻ ഇറങ്ങി വന്നതുകൊണ്ട് ഇവൾക്ക് ചെന്ന് ചോദിക്കും, ഇന്നലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഇട്ടാന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയാണ്, സോറി പറഞ്ഞ് അങ്ങ് തീരുമോ, നീ കാരണം എനിക്ക് ഇന്നലെ എന്തൊരു ശല്യമായിരുന്നു, കരഞ്ഞ് ബഹളം വെച്ച് എനിക്ക് ഉറങ്ങാൻ പോലും നീ സമ്മതിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. മാത്രമല്ല എന്നിട്ട് ഇവൻ പറയാണ്, ഓക്കെ നീ അത്രയ്ക്ക് ചെയ്തിട്ടൊരു സോറി പറഞ്ഞാൽ തീരുമോ, അതിന് ഇന്നലത്തെ കാര്യത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ നീ കുടിച്ച് ബോധമില്ലായിരുന്നു, പക്ഷേ ഇന്ന് നീ ബോധത്തോടെ നിൽക്കല്ലേ, അപ്പോൾ അതിനുള്ളത് നീ എനിക്ക് തിരിച്ച് പേ ചെയ്യണമെന്ന് പറയട്ടോ. അപ്പോൾ അവൾ ദൈവം ഇനി എന്തു ആയിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഇവനെ ക്ലോസ് ആയി വരുമ്പോൾ ഇവൾ വിചാരിക്കും കിസ് ചെയ്യാൻ എങ്ങാണ്ട് വരുമെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് കണ്ണടച്ച് നിൽക്കും കേട്ടോ. അപ്പോഴേക്കും അവളുടെ മുഖമൊക്കെ കയറി ചുമന്നങ്ങ് ബ്ലഷ് ആവുകയാണ്. അപ്പോൾ ഇവനങ്ങ് ചിരിയും വരുന്നുണ്ട്. ഇവൻ പറയാണ്, ഒരു മന്ദബുദ്ധി എന്ന് പറഞ്ഞിട്ട് അവൾ മുഖത്തൊരു തട്ടും കൊടുത്തിട്ട് പറയും, നിനക്ക് ഈ വിചാരം മാത്രമേ ഉള്ളൂ, ഞാൻ ഇവിടെ നിന്ന് പോവാ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പോകാൻ നിൽക്കും. മാത്രമല്ല ഇനി ഞാൻ നിന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുന്നില്ല, വേണമെങ്കിൽ ഡ്രൈവർ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് പോവാട്ടോ. എന്നിട്ട് അന്ന് തന്നെ ഇവളുടെ ഒരു സോങ് കോമ്പറ്റീഷൻ പറഞ്ഞില്ലായിരുന്നു, അത് നടക്കുക. അന്ന് നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ, പക്ഷേ ഇവളിത് കാണുന്നൊന്നുമില്ല. ഓൾറെഡി ഷെന്ന് വന്നിട്ട് ഇവളുടെ പ്രോഗ്രാമെല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഇവൾക്കൊരു സങ്കടം, ഇനി ഇവൻ വരത്തില്ലയോ എന്നുള്ള സങ്കടത്തിലാണ്. മാത്രമല്ല പ്രോഗ്രാം എല്ലാം കഴിയുന്ന സമയത്ത് ആ സോങ് കോമ്പറ്റീഷനിൽ നമ്മൾ ഷിയാങ്കിയാണ് ഫസ്റ്റ് എത്തുന്നത്. മാത്രമല്ല അവൾക്ക് വന്ന് മറ്റേ മെങ്ങിനേക്കാൾ നല്ലപോലെ വോട്ട്സ് കുറവല്ലേ, ഇപ്പോൾ വന്ന് മെങ്ങും അവളും തമ്മിൽ ഏകദേശം ഒരു 2 lakh അടുപ്പിച്ചുള്ള വോട്ട്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇനി ഒരു കോമ്പറ്റീഷനും കൂടി ഉള്ളൂ, ഒരു ഡാൻസ് കോമ്പറ്റീഷനാണ്, സോളോ ഡാൻസ് പെർഫോമൻസ്. അതും കൂടി കിട്ടുവാണെങ്കിൽ ഇവളായിരിക്കും പിന്നെ ടോപ്പ്, ആർക്ക് വോട്ട് കൂടുതൽ അവളായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുക. അപ്പോൾ ഇവള് ജയിക്കും കേട്ടോ. ഇവള് ജയിച്ച് ചെല്ലുന്ന സമയത്ത് ലൂ ആണെങ്കിൽ വന്ന് ഇവളെ നല്ലപോലെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുക, കാരണം അവനല്ലേ ഏജൻറ്റ്. അപ്പോൾ എടുത്തോണ്ട് ഇവള് ചോദിക്കുന്ന കാര്യം, നമ്മൾ ഷെന്നി വന്നില്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണ, ഇല്ല ഞാൻ കണ്ടില്ല, വന്നോന്ന് അറിഞ്ഞുകൂടെന്ന് പറയുന്ന സമയത്ത് ഇവള് സങ്കടപ്പെട്ടിരിക്കും കേട്ടോ. ലൂ അവിടെ നിന്ന് പോവാം. ഇതേ സമയം വന്ന് ഇവള് ഡ്രൈവറുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് വന്നിട്ട്
വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ദാണ്ടി ഷെൻ നിനക്ക് വേണ്ടി പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നെന്ന് പറയാം. അപ്പോൾ ഇവളാണെങ്കിൽ ആ ഹാപ്പിനെസ്സിൽ ആ ചെറുൻ്റെ കൂടെ പോകാട്ടോ. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വലിയ കാറ് കാണിക്കണം. അപ്പോൾ അതിനകത്ത് ഇവള് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാവുന്നത് ഷെന്നല്ല, അതിനകത്തുള്ളത് ഷെന്നിൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇവള് തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഇവളെ ആ കാറിനകത്ത് കയറി അടയ്ക്കുവാണ്. മാത്രമല്ല ഇവനാണെങ്കിൽ ഇവളുടെ അടുത്ത് തെറ്റായിട്ട് പെരുമാറാൻ നോക്കുക. എനിക്ക് അറിയണം, മറ്റേ എൻ്റെ ചേട്ടന് നിൻ്റെ അടുത്ത് എന്തോ എത്ര ഇഷ്ടപ്പെട്ടു, ചേട്ടന് ടേസ്റ്റ് തന്നത് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ഇവളോട് തെറ്റായിട്ട് പെരുമാറാൻ നിൽക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവനെ തള്ളി മാറിയ സമയത്ത് ഇവൻ എന്ത് ചോദിച്ചാൽ അവളുടെ ചെവിക്കൽ നോക്കി പറഞ്ഞ് അടിക്കുക. ഇതേ സമയം ഈ ഗ്ലാസ് വഴി നമ്മുടെ ഇതെല്ലാം വന്നിട്ട് ഷെന്നി ഇതറിഞ്ഞിട്ട് വന്നിട്ട് ഇവനെ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് പറയണം, നീ എൻ്റെ പെണ്ണിനെ തൊടാൻ എനിക്ക് ഇത്രയും ധൈര്യം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കട്ടെ. മാത്രമല്ല നമ്മൾ ഷിയാങ്കി വിളിച്ചിട്ട് പോയിട്ട് ചോദിക്കുന്നത്, നിനക്ക് അതൊരു 10 പൈസയ്ക്ക് വിവരമില്ലേ, ആരെങ്കിലും കാറിലങ്ങ് കയറി പോവാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയണം, അയ്യോ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അവിടെ ഉണ്ട് കാറിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഞാൻ വന്നല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വരത്തില്ലായിരുന്നു എന്ന് പറയാം കേട്ടോ. മാത്രമല്ല അങ്ങനെ ഒരു വഴക്കുണ്ടായി അവനെ അടിച്ചതുകൊണ്ട് തന്നെ ഇവളുടെ ഈ കവളിൻ്റെ മേൽഭാഗത്ത് അടിച്ചൊരു മുറിവുണ്ട്. അപ്പോൾ അവൻ അതിനൊക്കെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവള് പറയാണ്, മരുന്നെല്ലാം വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഷിയാങ്കി പറയണം, നിങ്ങൾക്ക് ഒരു കാര്യം 2 ദിവസം കൂടി കഴിഞ്ഞ് എനിക്ക് ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതിന് വന്ന് എൻ്റെ തീം വന്നിട്ട് ഈ കല്യാണ പെണ്ണുങ്ങൾ ഈ ചൈനയിലൊക്കെ വന്ന് കല്യാണ പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ചുമന്ന കളർ തുണി മൂടി വയ്ക്കും. അപ്പോൾ അത് എടുത്ത് മാറ്റുമ്പോൾ അവർ ഹസ്ബൻഡ്സ് ആവുന്ന അങ്ങനെ ഒരു എന്തോ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതാന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ ഒരു പോർട്രേ പോലെ കാണിച്ചു കൊടുക്കുവാണ്. തലേ തുണിയിട്ടിട്ട് അവൾ പറയണം, അയ്യോ എനിക്കിത് എടുക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഷെന്നത് ഹെൽപ്പ് ചെയ്തിട്ട് ഇവളെ സഹായിച്ചത് തുറക്കണം. അപ്പോൾ എടുത്തോണ്ടേ, ആഹാ ഇപ്പം ഈ തുണി മാറ്റിയില്ലേ, അപ്പോൾ നിങ്ങളെൻ്റെ ഭർത്താവായിട്ടോ എന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയണം, അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ല, നിൻ്റെ സഹായത്തോട് കൂടിയല്ല, അതുകൊണ്ട് ഒന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല, ഒന്നും ശരിയാവത്തില്ല എന്ന് പറയണം. അപ്പോൾ ഇവള് പറയണം, ഞാൻ എത്രയോ വട്ടം നിങ്ങളടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നിട്ട് എന്തിനാ എന്നിങ്ങനെ അവോയ്ഡ് ചോദിക്കുമ്പോൾ ഇവ എണീറ്റ് പോകാൻ നിൽക്കൂട്ടാം. അപ്പോൾ ഇവള് ബാക്കിൽ നിന്ന് ആക്കിയിട്ട് പറയും, സത്യം പറ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തുറന്ന് പറയുന്ന സമയത്ത് ഇവനെടുത്ത് പറഞ്ഞ് പറയണം, ഞാൻ ഈ ചെയ്യുന്നതിനൊക്കെ അതിനൊരു അർത്ഥമുണ്ട്, നീ ഇത് ആദ്യം മനസ്സിലാക്കുക, എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുന്ന പറയുന്ന സമയത്ത് അവൾ പറയണം, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ പോലും തുറന്ന് പറ, കുഴപ്പമില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്ത് പറഞ്ഞാൽ ഇവൻ പറയണം, ശരി എന്നൊരു കണ്ടീഷൻ ഇടാം, ഞാൻ നിനക്കൊരു പ്രോമിസ് തരാം, നീ ഒരു പക്ഷേ ഈ ഒരു കോമ്പറ്റീഷനിൽ നീ ഫസ്റ്റ് എത്തുവാണെങ്കിൽ നീ ചോദിച്ചതിനുള്ള എല്ലാ ആൻസേഴ്സും ഞാൻ നിനക്ക് തരാം, ഓക്കെ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയും, ഓക്കെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രോമിസ് തരാം, ഞാൻ ഫസ്റ്റ് എത്തുവാണെങ്കിൽ മാത്രം എനിക്കത് പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ഗ്രാൻഡ് പി ആണെങ്കിൽ ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഓൾറെഡി ഇവൻ വന്നിട്ട് ഒരു കൊച്ചിനെ ദത്തെടുത്തുണ്ട്, നമ്മൾ അനന്നെ ദത്തെടുത്ത് വെച്ചേക്കുമല്ലേ. അപ്പോൾ ഇനി ഒരു പക്ഷേ എൻ്റെ കൊച്ചുമോൾ ഇവൻ്റെ ഭാര്യയായി വരുമ്പോൾ എന്താവും, കൊച്ചുമോൾ രണ്ടാനമ്മയായിട്ടല്ലേ വരുന്നത് നമ്മുടെ അനൻ്റെ. അപ്പോൾ ഇനി ഈ കൊച്ചും അവളും സെറ്റ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അനൻ വന്ന് കേക്ക് എല്ലാം കൊടുക്കുവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മൾ ഷെന്നിൻ്റെ ബ്രദർ ഉണ്ടല്ലോ, അവൻ്റെ കമ്പനി കാണിക്കട്ടോ. അവിടെ വന്നിട്ട് ഇവിടെ ഓൾറെഡി ഫസ്റ്റ് സീനിൽ തന്നെ പുറത്താക്കിയൊരു മാനേജർ പണിയില്ലേ, അവർ സംസാരിച്ച് വരുന്ന സമയത്ത് ഷെന്നിൻ്റെ ബ്രദർ ഭയങ്കര കലിപ്പില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സോങ് കോമ്പറ്റീഷനിൽ നമ്മൾ ഷിയാങ്കി അല്ലേ വിൻ ചെയ്തത്, മെങ്ങല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർക്കൊരു ടെൻഷനുണ്ട്, കാരണം ഇവരുടെ കമ്പനിയുടെ പേരെല്ലാം പോവും. ഇതിൽ ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവരുടെ കമ്പനിക്കാണ് കൂടുതൽ പ്രോഫിറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക മാനേജർ പെണ്ണിൻ്റെ അടുത്ത് ഇവൻ കിടന്ന് ഷൗട്ട് ചെയ്യാം, എനിക്കിനി ഒന്നും അറിയേണ്ട കാര്യമില്ല, മെങ്ങ എന്തായാലും ലാസ്റ്റത്തെ കോമ്പറ്റീഷനിൽ ജയിച്ചിട്ടും നമ്മുടെ കമ്പനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ നീ സെറ്റ് ചെയ്യുന്നത് മാനേജർ പെണ്ണിൻ്റെ അടുത്ത് പറയണം. മാനേജർ പെണ്ണ് ഇതേ കണക്കിന് മെങ്ങനെ അടുത്ത് പറയണം, നിങ്ങൾ എന്തോ ചെയ്താലും എനിക്കറിയത്തില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങൾ തന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെങ്ങനെ വാൺ ചെയ്തിട്ട് പോകാൻ കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് പി ആണെങ്കിൽ അനന്യ വന്നിട്ട് ഓരോ കാർഡ്സിൽ ഓരോ പേരുകളൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് പിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, ഓക്കെ ഈ കൊച്ചിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു പാവം കൊച്ചാന്നൊക്കെ ഗ്രാൻഡ് പിക്കും തോന്നുന്നുണ്ട്. മാത്രമല്ല അനന്നെ എടുത്തോണ്ട് പറയണം, ഗ്രേറ്റ് ഗ്രാൻഡ് പാ നിങ്ങൾ വന്നിട്ട് ഒരു പക്ഷേ എൻ്റെ അമ്മയും പപ്പയും കല്യാണം കഴിക്കാൻ സമ്മതിക്കണം, നമുക്ക് എന്ത് ദൂരം അടിച്ചു പൊളിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 1 മണിയായിട്ടോ. എന്നിട്ടും ഇപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ പ്രോഗ്രാമുകളുണ്ട്. ഷിയാങ്കി ആണെങ്കിൽ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കൂടെയുള്ള പെൺപിള്ളേർ പറയുകയാണ്, ശരി ഞങ്ങൾ എന്നാൽ പോയി റെസ്റ്റ് എടുക്കട്ടെ, ഷിയാങ്കി നീ പ്രാക്ടീസ് തോന്നിട്ട് അവരവിടെ നിന്ന് പോകട്ടോ. അവരങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ ഇവരെ പാസ് ചെയ്ത് തരുന്നുണ്ട്. ഇവർ വിചാരിച്ച് ഇവിടുത്തെ ഏതൊരു പുതിയ എംപ്ലോയി ആണെന്ന് വെച്ചിട്ട് ഇവർ മൈൻഡ് ചെയ്യാതെ വരും കേട്ടോ. ഈ വന്ന വന്ന ഉടനെ തന്നെ ഒരു വലിയ സ്റ്റിക്ക് എടുത്തിട്ട് ഷിയാങ്കിയുടെ മുട്ടിൻ്റെ ചിരട്ടി അങ്ങ് അടിച്ച് അതിലൊരു ഫ്രാക്ചർ വരുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് മുങ്ങുവാണ്. അപ്പോൾ ഇവള് കരയുന്ന ശബ്ദം കേട്ടിട്ട് ഇവള് ഈ ഓടിയിടുന്ന ശബ്ദം കേട്ടിട്ട് ഈ പോയ 2 പെൺപിള്ളേരും തിരിച്ചു വരുന്ന ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അപ്പോൾ ലൂ ഏജന്റ് ആയതുകൊണ്ട് അവനാ പുറത്ത് നിൽക്കുന്നത്. ഷെന്നാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞ് ഓടി വരുന്ന സമയത്ത് ലൂ പറയാണ്, നമ്മുടെ ഷിയാങ്കിക്ക് ഇനി ഒരിക്കലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നൊന്നുമില്ല, കാരണം ആരൊരാൾ വന്നിട്ട് അവളുടെ മുട്ട് അടിച്ച് ഫ്രാക്ചറാക്കി വെച്ചേക്കുവാണ്. അവളിനിപ്പോൾ അവളുടെ അടുത്ത് എങ്ങനെയും പറഞ്ഞ് കൺവിൻസ് ഈ ഒരു ഷോന്ന് പിൻവാങ്ങാൻ പറ, സർജറി ചെയ്തേ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറയാം കേട്ടോ. ടീവനകത്ത് ചെല്ലുന്ന സമയത്തൊന്നും ഷിയാങ്കിൻ്റെ അടുത്ത് പറയണം, നീ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം, ഇത്
നീ നിൻ്റെ ഹെൽത്ത് നല്ലപോലെ നോക്കണം, നിൻ്റെ ബോഡി നല്ലപോലെ ശ്രദ്ധിച്ച് ഡാൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കി ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി എങ്ങാനും ഇതൊന്ന് എൻ്റെ അടുത്ത് ക്വിറ്റ് ചെയ്യാൻ പറയുന്നത്, പക്ഷേ ഇത്രയും എനിക്ക് ചാൻസ് തന്നില്ല, അത് തന്നെ എനിക്ക് ധാരാളം. പിന്നെ ഇവൻ പറയാണ് നീ ഒരു കാര്യം പ്രോമിസ് ചെയ്യും, ഈ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് നീ സർജറി ചെയ്യുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നാൽ മാത്രമേ ഇതിന് സമ്മതിക്കുന്നു എന്ന സമയത്ത് ഇവളത് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ആ ഒരു പ്രോഗ്രാം നടക്കണം. അവളാണെങ്കിൽ നല്ല രസമായിട്ട് ഡാൻസ് പെർഫോമൻസും കഴിയുകയാണ്. ലാസ്റ്റ് മാർക്ക് വരുന്ന സമയത്ത് നമ്മൾ ഷിയാങ്കിങ് ഫസ്റ്റ് എത്തുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ നടക്കുവാണ് വീട്ടിൽ. അപ്പോൾ ഇവളങ്ങ് ആദ്യം കയറി കേക്ക് മുറിക്കാനായിട്ട് ഇവൾക്ക് വേണ്ടി കേക്ക് മുറിക്കാൻ നിൽക്കുന്ന സമയത്ത് എടുത്ത് ഞാനും പറയാണ് അമ്മ അങ്ങനെയല്ല, പപ്പയും അമ്മയും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കുക, അതെനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഇവർ രണ്ടും കൂടി ഒരുമിച്ചാണ് കേക്ക് മുറിക്കുന്നത് ആഘോഷിക്കുന്നതൊക്കെ. എൻ്റെ അന്ന് രാത്രി തന്നെ നമ്മുടെ ഷെന്നാണെങ്കിൽ കുളിച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഷിയാങ്കി ഓൾറെഡി ആ മറ്റേ ചുമന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, കല്യാണ പെൺ ഡ്രസ്സ്, അതൊക്കെ ഇട്ടിട്ട് ഇരിക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എത്തി കഴിഞ്ഞാൽ ഇവൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യം പറയാമെന്ന്. അപ്പോൾ ഇവൻ ഇറങ്ങി വന്നു ചോദിക്കുകയാണ് എന്താടി നീ എൻ്റെ റൂമിൽ, നീ എൻ്റെ റൂമിൽ പോടി എന്ന് പറയുന്ന സമയത്ത് അല്ലല്ല എനിക്ക് നിങ്ങൾ പ്രോമിസ് തന്നായിരുന്നു, അതെനിക്കിപ്പോൾ ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. എന്തുവായാലും നിങ്ങളുടെ ഈ കാര്യം ചെയ്യും, തലയിൽ തുണി മാറ്റിത്താം. പിന്നത്തെ കാര്യം ആ സീക്രറ്റ്സ് എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇവൻ പറയണേ അതിന് തലയിൽ തുണി മാറ്റാമെന്ന് ഞാൻ എപ്പോഴാണ് പ്രോമിസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ പ്രോമിസ് ചെയ്ത് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇവനും ആ തുണിയെല്ലാം മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നടന്ന കാര്യങ്ങളും ഇവൻ്റെ പപ്പയും അമ്മയും നല്ല സ്നേഹത്തിലായിരുന്നു, പിന്നെ ചീറ്റ് ചെയ്ത കാര്യവും അവരുടെ ലൈഫ് അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് എൻ്റെ ജെനറ്റിക്സിൽ അത് കാണും, അവിടെ ഞാനൊരു ചീറ്റർ ആയാലോ എന്നുള്ളൊരു ടെൻഷനായി എനിക്കെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവളെടുത്തെന്ന് പറയാണ് സ്നേഹം പ്രേമം എന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് വരുന്ന കാര്യമൊന്നുമല്ല, അത് ഓരോരുത്തരുടെ ബേസ് ചെയ്യുന്ന കാര്യം, അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെന്നിനെ നല്ലപോലെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. മാത്രമല്ല ഷെന്നി പറയണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണ്, എല്ലാം ശരി, പ്രേമമാണ്, പക്ഷേ എങ്കിലും നീ എനിക്ക് ഇച്ചിരി കൂടി ടൈം തരണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവളും പറയണം ഞാൻ എത്ര കാലം വേണമെങ്കിലും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഇവിടെ വന്നിട്ട് ഇവളുടെ റൂമിൽ കൊണ്ടാക്കി കിടത്തുവാണ്. പിറ്റേന്ന് ഇനിയിപ്പോൾ പ്രോമിസ് ചെയ്തപോലെ ഇവൾക്ക് സർജറി ചെയ്താലേ പറ്റുമോ. ഇവൾക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഇവളൊന്ന് ഉഴപ്പാൻ നോക്കുന്ന സമയത്ത് ഇവൻ പറയാണ് ഉഴപ്പാനൊന്നും പറ്റത്തില്ല മോളെ, നീ പ്രോമിസ് ചെയ്തതല്ലേ, നീ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കിക്കും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇവളുടെ അടുത്ത് വാക്ക് കൊടുക്കുകയാണ് നിനക്കൊരു കാര്യം ചെയ്യാം, ഈ സർജറി കഴിയുന്ന സമയത്ത് നമുക്ക് ട്രിപ്പ് എങ്ങാനും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ സെറ്റാക്കിയിട്ട് സർജറി തീരുവാണ്. അപ്പോൾ സർജറി തീരുന്ന സമയത്ത് ഇവളെ കാണാനായിട്ട് പിന്നെ ഡാൻസ് മെൻറ്ററില്ല അയാൾ വരും കേട്ടോ. അയാൾ വന്നിട്ട് പറയുകയാണ് നിനക്കൊരു കാര്യം അറിയും, അന്ന് വന്ന ആ ഡാൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ എല്ലാ പ്രോഗ്രാമൊക്കെ കഴിയുന്ന സമയത്ത് കൊറിയോഗ്രാഫറൊക്കെ വിളിച്ചിട്ട് അഭിനന്ദിക്കത്തില്ലേ, അതുപോലെ ഇവനെ വിളിച്ച് അഭിനന്ദിച്ചായിരുന്നു. അപ്പോൾ റൂമർ സ്പ്രെഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളും നമ്മുടെ ഷിയാങ്കിയും സൂവും തമ്മിൽ ഡേറ്റിംഗ് ആണെന്നുള്ളൊരു റൂമറുണ്ട്. അപ്പോൾ ഇവൻ വന്നുകൊണ്ട് തന്നെ ഷിയാങ്കിൻ്റെ അടുത്ത് പറയും. അപ്പോൾ മാത്രമല്ല പറയണം നമുക്കൊരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സെൽഫി എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷെൻ കയറിയിട്ടോ. ഷെന്നിന് ഇവനൊന്നും ഇഷ്ടമാവത്തില്ല. മാത്രമല്ല ഇവനിങ്ങനെ റൂമറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഷെന്ന് ദേഷ്യം വന്നിട്ട് ലാസ്റ്റ് സൂ അവിടെ നിന്ന് പോകാട്ടോ. സൂ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണേ നീ എന്തിനാ അവനോട് സെൽഫി ഒക്കെ എടുത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയാം അല്ല എൻ്റെ മെൻറ്ററല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് സെൽഫി എടുത്ത വേറെ ഒന്നുമില്ലെന്ന് പറയാം കേട്ടോ. മാത്രമല്ല നമ്മുടെ ഷെൻ മനസ്സിലാക്കട്ടെ ഇനി ഇവളോടെ കിടത്തിയാൽ ശരിയാവത്തില്ല, എങ്ങനെയെങ്കിലും ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് ഡിസ്ചാർജ് വാങ്ങിക്കണം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ സൂ പിന്നെ ഇവളെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതിട്ട് ഇവർ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് അവളെയും കൊണ്ട് വീട്ടിൽ പോകണം. ഇനി പിറ്റേന്നാവുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ ഓൾറെഡി ഇനിയിപ്പോൾ അവൾ ഫസ്റ്റൊക്കെ എത്തിക്കൊണ്ട് അവൾക്ക് ഏതൊരു TV സീരീസിൽ അഭിനയിക്കാനുള്ള ഒരു റോൾ കിട്ടുക കേട്ടോ, മെയിൻ റോളാണ് കിട്ടുന്നത്. അപ്പോൾ അവൾ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനൻ അങ്ങോട്ട് വരിക. അനൻ വന്ന് ചോദിക്കുക അമ്മ എന്ത് എടുക്കുകയെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ് മോനെ എനിക്കിപ്പോൾ ഈ കാല് ശരിയാകുമ്പോഴേക്കും എനിക്ക് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് ആ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കണം അപ്പോൾ അമ്മ അവിടെ ഷൂട്ടിംഗ് സൈറ്റിലാണോ സ്റ്റേ ചെയ്യുന്നത്, അപ്പോൾ എന്നെ കാണാൻ വരത്തില്ല അമ്മ ചോദിക്കുന്ന സമയത്ത് ഷിയാങ്കി പറയാം കുറച്ച് ദിവസമല്ലേ മോനെ അതങ്ങ് സഹിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് ഇവനങ്ങ് സങ്കടമാവും കേട്ടോ. അപ്പോൾ ഇവൻ ഇനി ഇതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കി പറ്റും. അതുകൊണ്ട് ഇവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെന്നിന് ചെന്നിട്ട് പുറമൊക്കെ തടവി കൊടുത്ത് സോപ്പിട്ടിട്ട് ഇവനും മനസ്സിലാവും, ഷെന്നിന് മനസ്സിലാവും എന്തോ ഇവനൊരു കാര്യം സാധിക്കാനുണ്ട്. ചോദിക്കുമ്പോൾ നമ്മൾ അനനും പറയണം പപ്പ അമ്മ വന്നിട്ട് ഷൂട്ടിംഗ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കാണാൻ ഞാൻ എങ്ങനെ നിൽക്കും, പപ്പ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, ആ ഒരു സീരീസിൽ എനിക്കൊരു റോൾ സെറ്റാക്കി തരുമോ എന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയണം നമുക്ക് വന്ന് നാളെ ഇതിൻ്റെ ഓഡീഷനുണ്ട്, അവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ മോനെ, നാളെ നിന്നെയും കൊണ്ടുവന്ന് ഈ ഓഡീഷനിൽ പങ്കെടുത്ത് ജയിക്കുവാണെങ്കിൽ നീയും അതിൽ അഭിനയിക്കുന്നു പറയുന്ന സമയത്ത് നമ്മൾ അനനാണെങ്കിൽ നല്ല ഹാപ്പി ആവട്ടോ. അങ്ങനെ പിറ്റേന്നുമായി നമ്മുടെ ഷിയാങ്കി ആണെങ്കിൽ ഓഡീഷൻ സൈറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓൾറെഡി അനൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. വരേണ്ട സമയം കഴിഞ്ഞ് അരമണിക്കൂറും കഴിഞ്ഞ് എന്നിട്ട് കാണാത്തതുകൊണ്ട് ഇവളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇനി വരുമെന്ന്. ആ സമയത്ത് കറക്റ്റ് വന്ന് നമ്മുടെ മറ്റേ വേലക്കാരി ആൻറ്റി വന്നിട്ട് നമ്മൾ ഷിയാങ്കിയെ കോൾ ചെയ്തിട്ട് പറയാണ് അനനെ കാണാനില്ല, അനനോട് കൂടിയാണ് നമ്മുടെ ഈ ഡ്രാമ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ സീസൺ 1 ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.